ബ്രദർ എപ്പോഴും ഒരു കാര്യം ആ ഓർക്കുക, ഞാൻ പ്രസ്താവന ആര് നടത്തിയാലും ആ പ്രസ്താവനയ്ക്കുള്ള തെളിവ് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം അവനാണ്, കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്കല്ല. മനസ്സിലായ? അപ്പൊ ആരെന്ത് പ്രസ്താവന നടത്തിയാലും നമ്മൾ ആദ്യം ചോദിക്കേണ്ടത് ഇത് എവിടെ നിന്നാണ്, സോഴ്സ് ഏതാണ്, അത് ചോദിക്കുക. ഇപ്പൊ ഞങ്ങളത് ചോദിക്കുന്നതുകൊണ്ട് ഇവിടേക്ക് ആരും കയറി വരുന്നില്ല. അതൊരു പ്രശ്നമാണ്. ചർച്ചകൾ മുന്നോട്ട് പോകണമെങ്കിൽ ആൾക്കാർ വരണം, പക്ഷെ അത് ഉണ്ടാവില്ല. അപ്പൊ നമുക്കത് മനസ്സിലായി. അതുകൊണ്ടും കൂടിയാണ് പിന്നെ നമ്മുടെ ആൾക്കാരെ പഠിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ഞങ്ങൾ ഇപ്പൊ റൂം ഇടുന്നത്. വാസ്തവത്തിൽ പണ്ടത്തെ പോലെ ചർച്ച നടത്താനുള്ള ഉദ്ദേശത്തിലൊന്നുമല്ല. ചർച്ച നടത്താൻ ഒരുത്തിനും വരില്ല. കഥ പറയാനാണെങ്കിൽ ഓക്കെ, നമ്മൾ കഥ പറയാനല്ലോ. അനുഭവേ ഞാൻ അതാ ചോദിക്കുന്നത്. ഇസ്രായേൽ എന്നൊരു രാജ്യത്തിന്റെ ഒരു പ്രവിശ്യയായിരുന്നു പാലസ്തീൻ എന്ന് പറയുന്ന ഒരു ഇതുണ്ടോ? അല്ല വ്യത്യാസമുണ്ടോ? പാലസ്തീൻ എന്ന് അല്ല, പറഞ്ഞൊരു സ്ഥലമില്ല. ഇല്ല, ഇസ്രായേലിന്റെ അങ്ങനത്തെ ഇതായിരുന്നില്ല ബ്രദറെ. അതായത് ഇത് ഈ ഓട്ടോമൻ തുർക്കികളുടെ കീഴിലായിരുന്നപ്പോ ഈ പ്രദേശം ആ, സിറിയ എന്നാണ്, സിറിയൻ പ്രൊവിൻസ് ഓഫ് സിറിയൻ പ്രവിശ്യ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അന്ന് ആ സിറിയൻ പ്രവിശ്യയിൽ ഇന്നത്തെ ഇസ്രായേൽ ഉണ്ട്, ജോർദാൻ ഉണ്ട്, ലെബനൻ ഉണ്ട്. അതൊക്കെ ഉൾപ്പെടുന്ന വിശാലമായിട്ടുള്ള ഒരു പ്രവിശ്യയായിട്ട് അത് ഉണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ ലബനൻ എനിക്ക് അകത്ത് തോന്നുന്നു ഈ ഫ്രഞ്ചുകാരുടെ ആയിരുന്നു തോന്നുന്നു അല്ലേ? അല്ല, അത് പിന്നീട് ഫ്രഞ്ചുകാർ പിടിക്കുന്ന ബ്രദറെ. സിറിയയും ഫ്രഞ്ചും ഒക്കെ അതായത് ഒന്നാം ലോക മഹായുദ്ധത്തില് ഈ പ്രദേശം ബ്രിട്ടന്റെ കയ്യിലേക്കും വന്നു. സിറിയ, ലെബനനൊക്കെ ഉള്ള പ്രദേശം ഫ്രഞ്ചുകാരുടെ കയ്യിലേക്കും വരുന്നു. ഓട്ടോമൻ തുർക്കികളെ നിന്ന് ഇവര് പിടിച്ചെടുക്കുന്നതാണ് അത് രണ്ടു കൂട്ടരുടെ കയ്യിലേക്ക്. ഞാൻ അതല്ല പറയുന്നത്, അതിന് മുൻപ് ഏതാണ്ട് ഒരു 500 വർഷത്തോളം, 500 ആണോ 400 ആണോ, കൃത്യം അത്രയും ഇതാണ്. അതായത് അവര് പിടിച്ചെടുത്ത ആ ദിവസം മുതൽ അവരുടെ കയ്യിൽ നിന്ന് വിട്ടു പോകുന്നവരെ കൃത്യം 500 ആണോ 400, ഒരു കൃത്യമായിട്ടൊരു ഇത് വരുന്നുണ്ട്. അത് അത്രയും കാലം ഇരുന്നു. അപ്പൊ ആ സമയത്ത് ഇത് സിറിയൻ പ്രവിശ്യ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ സിറിയൻ പ്രവിശ്യയില് ഉള്ള സദൻ സിറിയ എന്നറിയപ്പെടുന്ന ഭാഗമാണ് ഇസ്രായേലൊക്കെ. അപ്പോഴും പലസ്തീൻ അതിനെ വിളിച്ചിരുന്നത് ഇസ്രായേൽ എന്ന് തന്നെയാണ്. അൽബദറെ, ഞാൻ അത് തന്നെ, പാലസ്തീൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു പ്രദേശം ഇന്ന് പേരിട്ട് വിളിക്കുന്നതാണെങ്കിൽ ആ ഒരു പ്രദേശമുണ്ട്. ആ പ്രദേശം ഇസ്രായേലിനകത്ത് ഉൾപ്പെടുന്ന കാര്യമല്ലേ എന്നാ ചോദിക്കുന്നത്. അതായത് എന്റെ അറിവ് തെറ്റാണെങ്കിൽ ഒന്ന് തിരുത്തുക. ഫസ്റ്റ് അവിടെ റോമൻസ് ആണ് യഹൂദന്മാരെ അടിച്ചു പൊടിക്കുന്നതെന്നാണ് ഞാൻ കേട്ടത്. അതാണെന്നുണ്ടെങ്കിൽ ഈ റോമൻസ് വരുന്നതിന് മുമ്പിട്ടും വരെയും അവിടെ ഒരു രാജഭരണം ഉണ്ട്, അതിനൊരു അതിർത്തി ഉണ്ട്. ആ അതിർത്തി എവിടം വരെയൊക്കെ ആയിരുന്നു? അതായത് ഇപ്പൊ ഈ പാലസ്തീൻ എന്ന് പറയുന്ന സ്ഥലവും ഇതിനകത്ത് ഉൾപ്പെട്ടതല്ലയോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഫലസ്തീൻ എന്ന് പറയുന്നത് പാലസ്തീനകത്തുള്ള ഒരു ഏകദേശം സ്ഥലമല്ല. വരെയാണല്ലോ ബ്രദറെ. ഫലസ്തീൻ എന്ന് ഏ പറയുന്നത് ഇന്നത്തെ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് ശമരിയം യഹൂദയും ആണല്ലോ. ഓക്കെ. അല്ലാണ്ട് അത് അന്നേരം ഇതെല്ലാം ഫലസ്തീൻ അല്ല. അതായത് ബ്രദറെ, ഈ ഗാസ എന്ന് പറയുന്ന, ഇന്നിപ്പോ ഗാസക്കാരെന്ന് പറയുന്നത് ആ പ്രദേശമാണ് ശരിക്കും ഫെലിസ്തീനയുടെ, അതായത് ബൈബിളിൽ പറയുന്ന ഫെലിസ്തീനയുടെ പ്രദേശം. ബൈബിളിൽ നമ്മൾ ഫെലിസ്തീൻ എന്ന് പറഞ്ഞൊരു കൂട്ടരെ കുറിച്ച്, അപ്പൊ ഗോലിയാത്തൊക്കെ ഫെലിസ്തീൻ മല്ലനായിരുന്നു. ഫെലിസ്തീന് അവര് ഈജിപ്തിനും ഗാസയ്ക്കും ഇടയിലുള്ള പ്രദേശത്ത് ഒരു 5 പട്ടണങ്ങൾ ഉണ്ടായിരുന്നു അവർക്ക്. അവിടെയാണ് ഈ ബൈബിളിൽ നമ്മൾ കാണുന്ന കൂട്ടരുള്ളത്. പക്ഷേ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇവരില്ല, ഫെലിസ്തീനൊന്നും ഇല്ല അവിടെ. ഫെലിസ്തീൻ മാത്രമല്ല, ആ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന ആ വ്യത്യസ്തമായ ഇതുണ്ടല്ലോ, ഓരോ ജനതകൾ. അമ്മൂന്യരുണ്ട്, മോവാബ്യരുണ്ട്, അമാലേക്യരുണ്ട്, ഹിത്യരുണ്ട്, ഗത്യരുണ്ട്, അങ്ങനെ കുറെ ജനതകൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. ആ കൂട്ടരെ 1-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നില്ല. കാരണം ആ ഇതാകുമ്പോഴേക്കും ഇതൊക്കെ പോയിരുന്നു. ഇവര് കുറെ യുദ്ധത്തില് കൊല്ലപ്പെട്ടിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് വേറെ ടീമുകളൊക്കെ അങ്ങോട്ടേക്ക് വരുന്നു, വിവാഹബന്ധവും ഇതൊക്കെ ആയിട്ട് ആക്രമണത്തിന് അടിമകളായി കൊണ്ടുപോകുന്നു. പിന്നെ മിങ്കിൾ ചെയ്തു, അങ്ങനെയൊക്കെ ആയിട്ട് ഇതൊക്കെ ഇല്ലാതായി പോയി. നിലനിന്നത് ഇവര് മാത്രമാണ്. ശമര്യർ പോലെ യഹൂദന്മാർ, ഈ 2 കൂട്ടരുമാണ് നിലനിൽക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം ഇല്ലാതായി കഴിഞ്ഞിരുന്നു. 1-ാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോ നമ്മള് ഇപ്പൊ സുവിശേഷങ്ങളില് ശമര്യരെ കാണുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിലൊക്കെ ശമര്യ സ്ത്രീ യേശു ക്രിസ്തുവിനോട് സംസാരിക്കുന്ന, അവിടെ ശമര്യർ എന്ന് പറയുന്ന ഒരു കൂട്ടരും അതുപോലെ തന്നെ യഹൂദന്മാരൊക്കെ ഉണ്ട്. ആ ശമര്യരുണ്ടായിരുന്ന ആ പ്രദേശമാണ്, അതാണ് ഇന്നത്തെ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത്. അത് ജൂദിയ സമരിയ എന്നാണ് പിൽക്കാലത്ത് അറിയപ്പെടുന്നത്. അതേസമയം മറ്റേ ഗാസൻ നിവാസികൾ ഇവരുമായിട്ട്, ഈ ശമര്യരുമായിട്ട് അല്ലെങ്കിൽ ഇന്നത്തെ വെസ്റ്റ് ബാങ്കുമായിട്ട് ഒരു ബന്ധവുമില്ല. രണ്ട് ഇടത്താണ് ഉണ്ടായിരുന്നത്. ഈ പലസ്തീൻ എന്ന് പറയുന്ന ഈ പാ എന്നുള്ള ഉച്ചാരണം പോലും അറബിയിലില്ല. അതുകൊണ്ടാണ് അവര് പലസ്തീൻ എന്ന് പറയുന്നതിന് പകരം ഫിലിസ്തീൻ എന്ന് പറയുന്നത്. അവര് ഫലസ്തീനെ ഒരു അതെ, അവർക്ക് അങ്ങനെ ഇതാവുള്ളൂ. പക്ഷെ റോമാക്കാര് പേര് മാറ്റിയിട്ട സമയത്ത് കൃത്യമായിട്ട് സിറിയ പലസ്തീന എന്ന് തന്നെയാണ് വിളിച്ചിരുന്നത് അവര്. അല്ലാതെ ഫലസ്തീന എന്നല്ല, സിറിയ പലസ്തീന എന്ന് വിളിച്ചത്.
പിന്നെ ഈ ഓക്കെ. സ്ഥലങ്ങളൊക്കെ ബ്രദർ പഴയതുപോലെ തന്നെ ഉണ്ട്. ഈ അഷ്കലോണും അഷ്ദോദും ഗസയും ഒക്കെ. അഷ്കലോണും അഷ്ദോദിനെ പറ്റി എക്രോനും ഗത്തും അതെ. ഇതൊക്കെ അസ്കലോൺ, ഇതൊക്കെ അസ്തോദ്, പഴയ എക്രോൻ, നിയമത്തിലും ഗത്ത്, ഗസ. പറയുന്നുണ്ട്. പിന്നെ പുതിയ നിയമത്തില് ഈ അപ്പോസ്തല പ്രവർത്തിക്കകത്ത് ഫിലിപ്പോസ് ജെറുസലേമിൽ നിന്ന് ഗസയിലേക്ക് പോകുന്ന വഴിക്കല്ല മറ്റേ ഇല്ല ഷണ്ണനെ സ്നാനപ്പെടുത്തുന്ന സംഭവമൊക്കെ. ആ സംഭവം ഇല്ലേ? അതെ 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 അതെ. ഈ സ്ഥലം ഈ ചെറിയ പട്ടണങ്ങളൊക്കെ അതുപോലെ ഉണ്ട്. പക്ഷെ അവിടെ ഫിലിസ്തീനെന്നോ എന്തുവാ മുസ്ലിങ്ങളോ ഒന്നുമില്ല. മുസ്ലിങ്ങളൊക്കെ വരുന്ന മുഹമ്മദിന് യേശുക്രിസ്തുവിന്റെ കാലഘട്ടം ഒക്കെ കഴിഞ്ഞ് 600 വർഷങ്ങൾക്ക് ശേഷം മുസ്ലിം ഉണ്ടായി. അതിനുശേഷം ഉമറിന്റെ കാലഘട്ടത്താണ് അവിടെ പോയി പിടിച്ചടക്കുന്നത് എല്ലാം. അതിനുശേഷമാണ് അവിടെ മുസ്ലിങ്ങളുടെ ഒരു ആദ്യത്തെ പോപ്പുലേഷൻ പോലും വരുന്നത്. ഓക്കെ. താങ്ക് യു ഉസ്മാൻ ബ്രദറെ. ബ്രദർ മൈക്ക് എടുത്ത്. താങ്ക് യു. ഞാൻ ചോദിക്കാൻ പോകുന്നതിന്റെ ആൻസർ ഇപ്പൊ തന്നെ കിട്ടി. ഞാൻ അതായത് പഴയ ഫിലിസ്റ്റീൻസും ഇപ്പോഴത്തെ പാലസ്റ്റീനിയൻസും തമ്മിൽ ബന്ധമുണ്ടെന്നും പറഞ്ഞ് വളരെയധികം എന്താ പറയുന്നത് ഒരു നരേറ്റീവ് ഉണ്ട്. ഞങ്ങൾ പണ്ടേ തൊട്ടുള്ളതാണെന്നുള്ള ഒരു നരേറ്റീവ് ഉണ്ട്. അതിപ്പോ ക്ലിയർ ആയി. അതായത് അല്ല, അങ്ങനെ വരുമ്പോ ഇവരുടെ അടുത്ത് ആ. ചോദിക്കണം, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ഇങ്ങനെ പണ്ട് പലസ്തീൻ ദേശം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ഇത് എവിടുന്ന് കിട്ടിയെന്ന് ചോദിക്കണം. അന്നേരം അവര് നേരെ ബൈബിളിലോട്ട് പോകും. അന്നേരം ചോദിക്കണം, ഇത് ബൈബിളിലോട്ട് പോകും. ഈ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങളുടെ വിശ്വാസപ്രകാരം നിങ്ങളുടെ ഈ ഉസ്താദന്മാരൊക്കെ പറഞ്ഞേക്കുന്ന ഇതൊക്കെ തിരുത്തിയതാണെന്നല്ലേ, പിന്നെ എന്തിനാണ് നിങ്ങൾ ഇതിനെ കറക്റ്റ് ആയിട്ട് ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു സോഴ്സ് ആയിട്ട് അംഗീകരിക്കുന്നത്? അന്നേരം ചോദിക്കണം. അന്നേരം കിടന്ന് വട്ടം കിടക്കുന്നതാണ്. ഓക്കെ. ഒരു ചോദ്യം കൂടിയുണ്ട്. ഞാൻ കേട്ടിരിക്കുന്നത് റോമക്കാർ വന്നു കഴിഞ്ഞപ്പോ അവിടെ കളിയാക്കാൻ വേണ്ടിയാണ് ഈ പലസ്തീന എന്ന് പേരിട്ടതെന്ന് കേട്ടായിരുന്നു. അപ്പൊ ഈ പലസ്തീന എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്തെങ്കിലും കളിയാക്കിയ പേരായിരിക്കുമല്ലോ, അതിന്റെ അർത്ഥം വല്ലതും അറിയാമോ? ബ്രദർ, അത് ഇവിടെ നേരത്തെ വിശദമായിട്ട് പറഞ്ഞതാണ് ആ സംഭവം. അതായത് ഇത് കളിയാക്കിയിട്ടല്ല യഥാർത്ഥത്തില്. ഇത് 2-ാം നൂറ്റാണ്ടിലാണ്, AD 2-ാം നൂറ്റാണ്ടില്. അതിനു മുമ്പേ തന്നെ യഹൂദന്മാരുടെ കൈവശം അല്ല, ഈ റോമക്കാരുടെ കൈവശം ഇത് കിട്ടിയതാണ്. ഈ പ്രദേശം മുഴുവൻ റോമക്കാരുടെ കയ്യിലാണ്. ഇപ്പൊ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ ജനിക്കുന്ന സമയത്ത് ഇത് റോമൻ ഭരണത്തിന്റെ കീഴിലാണ്. അന്ന് റോമൻ നാടുവാഴികളൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത് നമുക്കറിയാം, പിലാത്തോസിനെ പോലുള്ളവര് അങ്ങനെ ഉണ്ടായിരുന്നു. എന്നാൽ ഇവരുടെ വിപ്ലവങ്ങൾ, ഈ യഹൂദന്മാർ ഇടയ്ക്കിടയ്ക്ക് കലാപങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെ കലാപങ്ങൾ ഉണ്ടാക്കിയത് തുടർക്കഥയാവുന്നു. അപ്പൊ അതിനടിച്ചമർത്താൻ അവര് സൈന്യം വരുന്നു. അങ്ങനെ AD 70 ഒരു വലിയ ഒരു നാശം ഉണ്ടാകുന്നുണ്ട്. അതിലാണ് യെരുശലേം ദേവാലയമൊക്കെ കത്തിപ്പോകുന്നത്. അങ്ങനെ മൊത്തം നശിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് AD 134 ബർകൊക്ബ എന്ന് പറയുന്ന ഒരു യഹൂദ പടയാളിയുടെ അല്ലെങ്കിൽ ഒരു യഹൂദ വിമതൻ വിപ്ലവ നേതാവാണ് ബർകൊക്ബ. ബർകൊക്ബ ഇതാണ് ട്ടോ, നല്ലൊരു സൂപ്പർ ഫിഗറാണ് പുള്ളി. പുള്ളി റോമക്കാരെ വെല്ലുവിളിച്ച് അവിടെ സ്വതന്ത്രമായിട്ട് രാജ്യം സ്വതന്ത്രമായി എന്ന് പ്രഖ്യാപിച്ച് നാണയം വരെ കോയിൻ അടിച്ചിറക്കുന്നുണ്ട്. റോമൻ നാണയം ഇനി ഇവിടെ പ്രാബല്യത്തിലില്ല, ഞങ്ങളുടെ നാണയം ഞങ്ങൾ ഇറക്കുന്നു പറഞ്ഞ് ബർകൊക്ബയുടെ ആ ഗവൺമെന്റ് നാണയമൊക്കെ ഇറക്കുന്നുണ്ട്. എന്നാലും അവരടിച്ചമർത്താൻ വേണ്ടിയിട്ട് അത് ഹദ്രിയാൻ ചക്രവർത്തി ഭരിക്കുന്ന സമയമാണ്, ഹദ്രിയാന്റെ കാലഘട്ടത്തിലാണ്. അപ്പൊ അയാള് സൈന്യത്തിന് അയക്കും. അത് വലിയൊരു യുദ്ധമായിരുന്നു ആ സമയത്ത് ഉണ്ടായത്. വലിയ യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് കൊല്ലപ്പെട്ട യഹൂദന്മാരുടെ എണ്ണത്തെ കുറിച്ച് ചരിത്രകാരന്മാർ പറയുന്നത് ഹിറ്റ്ലറുടെ കീഴിൽ ഇതുണ്ട്, 2-ാം ലോക മഹായുദ്ധ സമയത്ത് ഹിറ്റ്ലറുടെ കീഴിൽ ഏതാണ്ട് 6.5 ദശലക്ഷം 65 ലക്ഷത്തോളം യഹൂദന്മാർ കൊല്ലപ്പെടുന്നു. അതിനേക്കാൾ കൂടുതൽ യഹൂദന്മാർ അപ്പൊ കൊല്ലപ്പെട്ടിട്ടുണ്ടാവും എന്ന് പറയും. അത്രയധികം യഹൂദ കൂട്ടക്കൊലകളൊക്കെ സംഭവിച്ചതാണ്. അങ്ങനെ എന്നിട്ട് ഹദ്രിയാൻ ഒരു കൽപ്പനയും പുറപ്പെടുവിക്കും, ഇനി യഹൂദന്മാർക്ക് ഇവിടെ സ്ഥാനമില്ല, എല്ലാ യഹൂദനും ഇവിടെ വിട്ടു പൊക്കോളണം, യെരുശലേം വിട്ടു പോകണം എന്ന് പറഞ്ഞ് കൽപ്പനയൊക്കെ പുറപ്പെടുവിക്കുന്നുണ്ട്. അങ്ങനെ കൽപ്പന പുറപ്പെടുവിച്ചതിന് ശേഷമാണ് അടുത്തത് സ്ഥലത്തിന്റെ പേര് മാറ്റാൻ അവർ ശ്രമിക്കുന്നത്. അതായത് യഹൂദന് ഇവിടെ യാതൊരു അവകാശവും ഇല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി. ചുമ്മാ കളിയാക്കാനല്ല, അത് യഹൂദന് അവകാശമില്ല, അവന്റെ ഭൂമിയല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇയാള് യെരുശലേമിന്റെ പേര് മാറ്റുന്നുണ്ട്. യെരുശലേമിന്റെ പേര് ഐലിയ കപ്പിത്തോളിന എന്നാക്കും. അത് കഴിഞ്ഞ് മൊത്തം ഭൂപ്രദേശത്തിന്റെയും പേര് മാറ്റാൻ ശ്രമിക്കും. ഇസ്രായേൽ എന്നാണ് അതുവരെയൊക്കെ ആ പ്രദേശം അറിയപ്പെടുന്നത്. അപ്പൊ ഇസ്രായേൽ എന്നുള്ളത് മാറ്റിയിട്ട് അതിന് പുതിയൊരു പേര് കൊടുക്കാൻ വേണ്ടി ആ പേര് ഇവർ അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴാണ് അത് വെറുതെ ഏതെങ്കിലും പേരല്ല, യഹൂദന്മാരുടെ ശത്രുക്കളുടെ പേര് കൊടുക്കണം. അപ്പൊ യഹൂദന്മാരുടെ ശത്രുക്കളുടെ പേര് കൊടുത്തു കഴിഞ്ഞാൽ നൂറ്റാണ്ടുകൾ പലത് കഴിയുമ്പോഴേക്കും ഈ പേരിൽ തന്നെയാണല്ലോ പിന്നെ അത് അറിയപ്പെടുന്നത്. പുതിയതായിട്ട് പേര് മാറ്റിയിട്ടാൽ ആ പേരിലായിരിക്കും അറിയപ്പെടുന്നത്. അപ്പൊ അങ്ങനെ അറിയപ്പെട്ട് നൂറ്റാണ്ടുകൾ കുറെ കഴിയുമ്പോഴേക്കും ഇത് യഹൂദന്റെ ഭൂമിയായിട്ട് ആയിരിക്കില്ല അറിയപ്പെടുക,
ഇവരുടെ ഭൂമി, ഈ ശത്രു യഹൂദന്റെ ശത്രുവിന്റെ ഭൂമിയായിട്ട് അങ്ങനെ ആയിരിക്കും അറിയപ്പെടുക. അപ്പൊ ആ കാഴ്ചപ്പാടിലാണ് ഇങ്ങനെ മാറ്റിയിടുന്നത്. അപ്പൊ അതിനുവേണ്ടി യഹൂദന്മാരുടെ ഏറ്റവും കഠിനമായ ശത്രുത ഉണ്ടായിരുന്ന ജനത ആരാണ് എന്ന് ഇവരിങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ആ ഫെലിസ്ത്യരാന്നുള്ളത് മനസ്സിലാകുന്നത്. അതായത് ആ, അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ബൈബിൾ വായിച്ചിട്ടൊന്നുമല്ല. ഈ ദാവീദും ഗോലിയാത്തും തമ്മിലുള്ള യുദ്ധം ഉണ്ടല്ലോ, അപ്പൊ അതൊരു നാടോടിക്കഥ പോലെ അവിടെ എല്ലാം പ്രചാരത്തിൽ ഇരുന്നതാണ്. അതായത് വലിയൊരു ശത്രുവിനെ നിസ്സാരനായ ഒരു ബാലം വന്ന് ഇല്ലാതാക്കി കളയുന്നു, കൊന്നുകളയുന്നു. അപ്പൊ ആ ഗോലിയാത്തും ദാവീദും എന്നുള്ള ഇത് വന്നപ്പോ ഈ ഗോലിയാത്ത് ആരാണ്? അപ്പൊ ഗോലിയാത്ത് ഫെലിസ്ത്യ മല്ലനായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ ഇവരുടെ ഏറ്റവും കഠിനമായ ശത്രു ഫെലിസ്ത്യരാണ്, പലസ്തീനികളാണെന്നും പറഞ്ഞുകൊണ്ട് ഇത് പലസ്തീനികളുടെ ഭൂമിയാണെന്ന് നമുക്ക് മാറ്റാം എന്ന് അവർ റോമ ഗവൺമെന്റ് തീരുമാനിക്കുകയാണ്. അങ്ങനെ അവർ ആ സ്ഥലത്തിന് സിറിയ പലസ്തീന എന്ന് പേരിടുന്നു. മനസ്സിലായ? ജെറുസലേമിന്റെ പേര് അവര് ഐലിയ കപ്പിത്തോളിനാന്ന് മാറ്റി, മൊത്തം ഭൂമിയുടെ പേര് സിറിയ പലസ്തീന എന്നും ആക്കി. അങ്ങനെ കാലം കുറെ കഴിയുമ്പോൾ ഇത് പലസ്തീനികളുടെ ഭൂമിയായിട്ട് അറിയപ്പെടും. യഹൂദന്മാർക്ക് ഇവിടെ യാതൊരു അവകാശമില്ല, അവർ മടങ്ങി വരികയില്ല, അവരിവിടെ നിന്ന് എന്നേക്കുമായിട്ട് ഇല്ലാതാക്കാം. അതോടുകൂടി പിന്നെ അവരെ കൊണ്ടുള്ള ശല്യം തീരും. അല്ലെങ്കിൽ ഇവന്മാർ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിപ്ലവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അത് ആ ശല്യം എന്നേക്കുമായിട്ട് തീരും എന്നൊക്കെ വെച്ചിട്ട് ഇവർ ചെയ്ത പ്രവൃത്തിയാണ്. പക്ഷെ വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. കാരണം ആ സമയമായപ്പോഴേക്കിപ്പോ AD 135 എന്നൊക്കെ പറയുമ്പോൾ ക്രിസ്ത്യാനിറ്റി വളരെ ശക്തമായിട്ട് അവിടെ വളർന്നിരിക്കുകയാണ് റോമാ സാമ്രാജ്യത്തിൽ. ധാരാളം ആളുകൾ ക്രിസ്ത്യാനികളാകുന്നു. അപ്പൊ ഈ ക്രിസ്ത്യാനികളാകുമ്പോൾ അവര് അന്നത്തെ ഇതുണ്ടല്ലോ, ഇവരുടെ സെപ്റ്റിജിന്റ് ഉണ്ട്. അപ്പൊ സെപ്റ്റിജിന്റ് ക്രിസ്ത്യാനികളുടെ കൈവശവും കുറെയൊക്കെ ഉണ്ട്. പിന്നെ അവരുടെ പ്രസംഗങ്ങളിലെല്ലാം പഴയ നിയമത്തിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർ ഇസ്രായേൽ എന്ന് യെരുശലേം എന്ന് തന്നെ പറഞ്ഞിട്ടാണല്ലോ പ്രസംഗിക്കുന്നത്. അപ്പൊ ജനങ്ങളുടെ ഉള്ളിൽ ആ പേരാ കിടക്കുന്നത്. സർക്കാർ രേഖകളിൽ ഐലിയ കപ്പിത്തോളിനാന്നും പിന്നെ സിറിയ പലസ്തീന എന്നൊക്കെ സർക്കാർ രേഖകളിൽ മാറ്റിയെങ്കിലും ജനങ്ങളിൽ നിന്നും മാറ്റാൻ പറ്റിയില്ല. ജനങ്ങളുടെ മനസ്സിൽ അത് അങ്ങനെ തന്നെയായിരുന്നു. പിന്നീട് ആ റോമാ സാമ്രാജ്യം ഒന്നടങ്കം ക്രിസ്ത്യാനികളായി മാറിക്കഴിഞ്ഞപ്പോൾ അവര് ആ പഴയ പേര് തന്നെ കൊണ്ടുവരികയും ചെയ്തു. അപ്പൊ അങ്ങനെ ഇടക്കാലത്ത് മാത്രം ഈ പ്രദേശത്തിന് ഒരു സിറിയ പലസ്തീന എന്നുള്ള ഒരു പേര് വന്നിട്ടുണ്ടെന്നുള്ള വസ്തുതയാണ്. പക്ഷെ ആ പേര് വരുന്ന സമയത്ത് ഫെലിസ്ത്യർ എന്ന് പറയുന്ന ജനത അന്ന് അവിടെ ഇല്ല. അവരല്ല ഭരിച്ചത് റോമാക്കാരായിരുന്നു. ഫെലിസ്ത്യർ ഈ പ്രദേശം ഒരിക്കലും ഭരിച്ചിട്ടില്ല. പലസ്തീനികൾ എന്നുള്ള ആ ഒരു ഇത് അങ്ങനെ ഒരു സംഗതി ഇല്ല. പലസ്തീൻ എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രവും ഉണ്ടായിട്ടില്ല. ഇതാണ് വസ്തുത. പിന്നീട് ബ്രിട്ടീഷുകാരാണ് പിന്നെ അവരുടെ കൈവശം ഇത് വന്നു കഴിഞ്ഞപ്പോ ഒന്നാം ലോക മഹായുദ്ധത്തില് 1919 ഇവരുടെ കൈവശം ഇത് കിട്ടിക്കഴിഞ്ഞപ്പോ അപ്പൊ ഇവർക്ക് പ്രശ്നമായി. കാരണം ആ സമയമായി കഴിഞ്ഞപ്പോ 1880 മുതൽ വലിയ തോതിലുള്ള യഹൂദ കുടിയേറ്റം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ യഹൂദന്മാർ അവിടെ വന്ന് മൊത്തം കൃഷി ചെയ്തും മറ്റുമൊക്കെ ആയിട്ട് മെച്ചപ്പെടുത്തിയെടുത്ത് ഭൂമി ആകെ ഇതാക്കിയപ്പോ ഇവരെ ഇല്ലാതാക്കാൻ വേണ്ടി ചുറ്റുപാടുള്ള സ്ഥലങ്ങളിൽ നിന്ന് മുസ്ലിങ്ങൾ അങ്ങോട്ടേക്ക് കുടിയേറിയിട്ടുണ്ട്. അപ്പൊ അവര് തമ്മിലുള്ള ലഹളകളും പ്രശ്നങ്ങളും ഒക്കെയാണ്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഈ മുസ്ലിങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ബ്രിട്ടീഷുകാര് ആ സ്ഥലത്തിന് ഈ ഇസ്രായേൽ എന്നുള്ള പേര് വിളിക്കാതെ അവര് ബ്രിട്ടീഷ് മാൻഡേറ്റ് ഓഫ് പലസ്തീൻ എന്നാണ് പേരിടുന്നത്. കാരണം ഇവന്മാർക്കെല്ലാം ഈ ഒരു ഭയം ഉണ്ടെന്നേ. പണ്ട് ഈ കുരിശുദ്ധ കാലഘട്ടത്തില് ആ പേടി ഉണ്ടായില്ല. പക്ഷെ ആധുനിക കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ലിബറലിസം ഒക്കെ ആയിട്ട് ഇവന്മാർ മാറിയതോടുകൂടി ഇവർക്കെല്ലാം ഈ പേടിയുണ്ട്. അതുകൊണ്ടാണ് ഇന്നും ഇപ്പൊ ബ്രിട്ടനിലായാലും അല്ലെങ്കിൽ ഫ്രാൻസിലായാലും പല യൂറോപ്യൻ രാജ്യങ്ങളും കാണുന്നില്ലേ ഈ അഭയാർത്ഥികൾ എന്നിട്ട് അഴിഞ്ഞാടിയിട്ട് ഒന്നുമില്ല. അവിടുത്തെ ബ്രിട്ടനൊക്കെ ആകെ നാണം കെട്ടൊരു രാജ്യമായിട്ട് മാറി സത്യം പറഞ്ഞ. കാരണം ബ്രിട്ടനിൽ ചെറിയ 10ഉം 12ഉം ഉള്ള പെൺകുട്ടികളൊക്കെ അവർ ബലാത്സംഗം ചെയ്തിട്ട് പോലും കേസ് എടുക്കാൻ ധൈര്യമില്ല പോലീസിന്. ഇവര് കലാപം ഉണ്ടാക്കുന്നു പറഞ്ഞിട്ട്. എന്ത് വൃത്തികെട്ട പരിപാടിയെന്ന് നോക്കിയാൽ. നട്ടലില്ലാത്ത ഭരണകൂടം വന്നുള്ള ഒരു കുഴപ്പം കണ്ട. ഇവന്മാർ ഈ അഭയാർത്ഥികൾ അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇതെല്ലാം ചെയ്യുന്നു. ഇത് ഏത് കാലഘട്ടത്തിൽ ഇവർക്ക് ഉണ്ടായിരുന്നേ ഈ ഒരു ഭയമുണ്ട്. ഇവന്മാരെ പ്രീണിപ്പിച്ച് നിർത്താനേ ശ്രമിക്കുള്ളൂ. പക്ഷെ എത്രത്തോളം പ്രീണിപ്പിച്ച് നിർത്തുന്നോ അത്രത്തോളം ഒരു പ്രശ്നമാക്കും. ഇവന്മാരെ അടിച്ചമർത്തിയാലേ പറ്റുകയുള്ളൂ. കാരണം അത് ഇവർക്ക് മനസ്സിലാവുള്ളൂ ബ്രദറെ. അത് ഇസ്ലാമിന്റെ പ്രശ്നം അതാണ്. അതായത് അത് ഇവരുടെ തിയോളജിയാണ് ഈ പ്രശ്നം യഥാർത്ഥത്തിൽ. കാരണം ഇവരുടെ ദൈവത്തിന്റെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ദൈവത്തിന്റെ വില്ലെന്ന് പറയുന്നത് അള്ളാന്റെ വില്ലെന്ന് മാത്രമേ ഉള്ളൂ, അള്ളാന്റെ ഹിതം. അല്ലാതെ അള്ളാന്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്ന സംഗതിയില്ല. ഇപ്പൊ ബൈബിളിലെ ദൈവത്തിന്റെ കാര്യം നോക്കിയാൽ ബൈബിളിലെ ദൈവത്തിന് ഒരു ക്യാരക്ടർ ഉണ്ട്. ആ ക്യാരക്ടർ അവൻ വിശ്വസ്തനാണ്, നീതിമാനാണ് എന്നൊക്കെയുള്ള ഇതുണ്ട്. അവൻ പറഞ്ഞ വാക്ക് അവന് പോലും ലംഘിക്കാൻ പറ്റില്ല. ദൈവം ഒരു കാര്യം അരുളി ചെയ്താൽ ആ വാക്ക് മാറ്റുന്നവനല്ല, അതനുസരിച്ചേ പറ്റുള്ളൂ. പക്ഷെ ഇതിനകത്ത് അതില്ല. അള്ളാഹ്ക്ക് ആ പ്രശ്നം ഇല്ല. അള്ളാഹ് വാക്ക് മാറ്റും. അതുകൊണ്ടാണ് ഖുർആന്റെ അകത്ത് തന്നെ പലവട്ടം അത് മുമ്പ് പറഞ്ഞ പലതും മാറ്റി വെച്ചിട്ട് ഒരു ആയത്തിനേക്കാൾ ഒരായത്ത് ഇതായി കഴിഞ്ഞാൽ ഞാനത് ദുർബലപ്പെടുത്തിയാൽ അതിനേക്കാളും മെച്ചപ്പെട്ടതോ നല്ലതായ ആയത്ത് കൊണ്ടുവരുന്നൊക്കെ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇതില്ലെന്ന്, ഈ വാക്കിന് വില കൊടുക്കുന്നത്, അതാണ് ഒരു ക്യാരക്ടർ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഒരു സാധനം ഇല്ല ഇതില്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വില്ലേ ഉള്ളൂ. വില്ലിൽ അള്ളാനെ എന്തും ചെയ്യാം. അള്ള എന്ത് ചെയ്യുന്നോ അതിന് ആരും ചോദ്യം ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പൊ ഈ ഒരു സംഗതി ഇവരുടെ ഉള്ളിലുള്ളത് കൊണ്ട് ആ കയ്യൂക്കാണ് ഇവരെ സംബന്ധിച്ച്. കയ്യൂക്കോ ഉള്ളവൻ കാര്യക്കാരെന്ന് പറഞ്ഞ പോലെ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്യും, ചോദ്യം ചെയ്യാൻ പാടില്ല, എല്ലാവരും അനുസരിച്ചുള്ളൂ. അത് തന്നെയാണ് ഇവരുടെ നേതാക്കന്മാർ ഇതിലേക്ക് വരുമ്പോൾ. നേതാക്കന്മാർ ഇഷ്ടമുള്ളത് ചെയ്യും, അത് ബാക്കിയുള്ളവർ അനുസരിച്ചുള്ളൂ, ചോദ്യം ചെയ്യാൻ പാടില്ല. ഈ കൺസെപ്റ്റിലാണ് ഇവരുള്ളത്. അതേസമയം നമ്മുടെയിലേക്ക് അങ്ങനെയല്ല വരുന്നത്. നമ്മുടെ ഇതിലേക്ക് വരുന്ന സമയത്ത് നേതാക്കന്മാർ അക്രമം ചെയ്തു കഴിഞ്ഞാൽ, അനീതി ചെയ്താൽ, അനീതിക്കെതിരെ നിന്ന് സംസാരിക്കാൻ നമ്മളോട് പറയുന്നുണ്ട്. ബൈബിളിൽ തന്നെ കൽപ്പനയുണ്ട് അത്. നമ്മള് പത്രോസ് തെറ്റായ കാര്യം ചെയ്തപ്പോൾ പൗലോസ് ചോദ്യം ചെയ്ത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നമ്മുടെ കൺസെപ്റ്റ് വേറെയാണ്. അത് നമ്മുടെ തിയോളജിയിൽ നിന്ന് വന്ന കൺസെപ്റ്റാണ് അത്. നമുക്കത് ചോദ്യം ചെയ്യാം. ഇവിടെ അത് പറ്റില്ല. അതുകൊണ്ടാണ് ഇവർക്ക് സദ്ദാം ഹുസൈനെ പോലെയുള്ള, ഈദി അമീനെ പോലെയുള്ള, ഗദ്ദാഫിനെ പോലെയുള്ള ഭരണാധികാരികൾ ഇവരെ നേർവഴിക്ക് കൊണ്ടുപോകും. കാരണം വെച്ച് കഴിഞ്ഞാൽ അവര് ഈ അള്ളാന്റെ ആ സ്വഭാവം അവരും കാണിക്കുന്നത്. ഞാൻ ഇഷ്ടമുള്ളത് ചെയ്യും, നീ ചോദ്യം ചെയ്യരുത്, അനുസരിച്ച് അടങ്ങി കീഴടങ്ങിയിരുന്നു. അവർക്ക് ഓക്കെയാണ്, അവർ അത് തന്നെ ചെയ്യും, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇവർക്ക് ജനാധിപത്യപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോ അന്നേരം ഇത് സ്വഭാവം മാറും. ഇവർക്ക് പറ്റില്ല. ഞാൻ പറഞ്ഞില്ല, ഇവര് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഇവരുടെ ഇതെന്ന് പറയുന്നത് അങ്ങനെയാണ്. ഈ അള്ളാന്റെ ആ സ്വഭാവം അനുസരിച്ചുള്ള ഭരണാധികാരികൾ വന്നാലേ ഇവർക്ക് ശരിയാവുള്ളൂ. അതിന്റെ കീഴിൽ ഇവർ അടങ്ങിയിരിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ അടിച്ചമർത്തിയാലേ പറ്റുള്ളൂ. അത് ഇസ്രായേലിനും അറിയാം. ഇസ്രായേലിനും അറിയാം, അത് ചെയ്താലേ ഉമ്മാർ അടങ്ങിയിരിക്കുള്ളൂ. അത് അവരും ചെയ്യുന്നുണ്ട്. അതേസമയം ഈ ക്രിസ്ത്യൻ രാജ്യത്തായാലും അല്ലെങ്കിൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ഇവിടെയൊക്കെ ജനാധിപത്യത്തിൽ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർക്ക് എളുതരം കൊടുക്കും. ഇവരെ പ്രീണിപ്പിച്ച് കളിക്കുന്നത് നോക്കും. പ്രീണിപ്പിച്ചിട്ട് ഇവര് നിലയ്ക്ക് നിൽക്കുന്നവരല്ല ഇവിടെ. ഇവരുടെ തിയോളജി വേറെയാണ്. ഇവര് നമ്മുടെ തലയിൽ കയറി കുത്തും. അടി കിട്ടി കഴിഞ്ഞാൽ ഇവർ അടങ്ങി ഒതുങ്ങിയിരിക്കും. അത് ഇപ്പൊ സദ്ദാം ഹുസൈൻ അവിടെ എന്തൊക്കെ കാട്ടിക്കൂട്ടി, വിഷവാതകം വരെ പ്രയോഗിച്ചു അല്ലെ? കെമിക്കൽ അലിയുടെ വിഷവാതകത്തിൽ കുറെ എണ്ണത്തിന് കൊന്നു. ഇതൊക്കെ ചെയ്തു. വല്ല പ്രശ്നം ഉണ്ടായി അവിടെ? അടങ്ങി ഒതുങ്ങിയിരുന്നു. പക്ഷെ പുള്ളി പോയി കഴിഞ്ഞപ്പോ എന്തുണ്ടായി? പുള്ളി പോയി കഴിഞ്ഞപ്പോ പിന്നെ ഈ അമേരിക്കയുടെ പാവ സർക്കാരാണല്ലോ വരുന്നത്. അപ്പൊ അമേരിക്ക അവരുടെ ജനാധിപത്യ മൂല്യങ്ങൾക്കനുസരിച്ച് ജനതയൊന്നും ഒരു മെച്ചപ്പെട്ട രീതിയിൽ ഭരിക്കാൻ ശ്രമിച്ചു. എന്തുണ്ടായി? ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ടായി. അതേസമയം സദ്ദാം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം വരില്ല. അടിച്ചമർത്ത അവർക്ക് അതേ മനസ്സിലാവുള്ളൂ ബ്രദറെ, ആ ഭാഷയെ മനസ്സിലാവുള്ളൂ. അത് ഇവരുടെ തിയോളജിയുടെ പ്രശ്നമാണ്. ചെറുപ്പത്തിലെ ഈ തിയോളജി ഉള്ളിൽ കയറിയിരിക്കുന്നതുകൊണ്ട് പ്രശ്നമാണ്. ഇവരുടെ അള്ളാക്കി ഈ സ്വഭാവം തന്നെയാണ്. നമ്മുടെ ദൈവം അങ്ങനെയല്ല. നമ്മുടെ ദൈവം അടിച്ചമർത്തി ഭരിക്കുന്നവനല്ല. സ്നേഹത്തോടുകൂടി കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവനാണ്. ആ തിയോളജിയിലാണ് നമ്മളുള്ളത്. അതാണ് ഈ പ്രശ്നം. ഇത് ഇവർക്ക് പാശ്ചാത്യർക്ക് മനസ്സിലാകുന്നില്ല ഇതിന്റെ യഥാർത്ഥ വിഷയം എന്താണെന്നുള്ളത്. ഇത് തിയോളജിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സാധനമാണ്. അപ്പൊ ഇവരതാ ചെയ്യുന്നത്. അപ്പൊ അത് തന്നെയാണ് അന്ന് ചെയ്തത്. ഇവരുടെ കയ്യിൽ ഈ പ്രദേശം വന്നപ്പോൾ ബ്രിട്ടീഷുകാർ ചെയ്ത് 1919 വന്നപ്പോൾ ഇവരെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഇത് ഇസ്രായേലിന് പേരിടാതെ ബ്രിട്ടീഷ് മാനറ്റ് ഓഫ് പലസ്തീനിന് പേരിട്ടു. അത് അവർ ചെയ്ത മഹാചതിയായിരുന്നു യഥാർത്ഥത്തിൽ. മൊത്തം ലോകത്തുള്ള എല്ലാ മനുഷ്യരോടും ചെയ്ത ചതിയാണ് ബ്രിട്ടനാ ചെയ്യുന്നത്. കാരണം അതിന്റെ പേരിലാണ് പിന്നീട് ഈ പ്രശ്നമൊക്കെ വന്നത്. അവർ കൃത്യമായിട്ട് ആ സ്ഥലത്തിന് ഒന്നുകിൽ ഇസ്രായേലിന്, അല്ലെങ്കിൽ അതും വേണ്ട, ബ്രിട്ടീഷ് മാൻഡേറ്റ് മാത്രം ഇട്ടാലും മതിയായിരുന്നു. ഇത്രയും പ്രശ്നം വരില്ല. ഈ പലസ്തീനുള്ള പേരിട്ട്, ഈ പലസ്തീനിന് അവർ പേരിടാനുള്ള വേറൊരു കാരണം ഉണ്ട് കേട്ടാ. ഇസ്രായേലിന് പേരിടാതെ പലസ്തീനിന് പേരിട്ടതിന് മറ്റേ ആ പ്രദേശത്തെ യഹൂദന്മാരെ, പണ്ട് പോലെയുള്ള യഹൂദന്മാരെ ഈ പാശ്ചാത്യര് വിളിച്ചിരുന്നത് പലസ്തീൻ എന്നുള്ളൊരു ഇതിലും കൂടിയായിരുന്നു അവരുടെ എഴുത്തുകളിലൊക്കെ കാണാം. പക്ഷെ ബ്രിട്ടൻ ആ അർത്ഥത്തിലൊന്നും അല്ല അത് ചെയ്തിരുന്നത്. ബ്രിട്ടൻ ചെയ്തത് ഇവരെ പ്രീണിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. ഇസ്രായേലിന് പേരിടരുത്, ഇസ്രായേലിന് പേരിട്ട് കഴിഞ്ഞാൽ അറബികൾ പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ അതുകൊണ്ട് പകരം പലസ്തീനിന് പേരിടാൻ വെച്ചു. അങ്ങനെയൊക്കെ ചെയ്തതാണ്. ഇത് നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ, ചരിത്രത്തിലേക്ക് കുഴിച്ചു ചെല്ലുമ്പോൾ ബ്രദറെ, ആകെ നമ്മളെ തല പിരിപ്പിക്കുന്ന കുറേ സംഗതികളൊക്കെയാണ് ഇതിനകത്ത് കിടക്കുന്നത്. ഇത് വായിച്ച് കുറെ കാര്യങ്ങളൊക്കെ വായിച്ചതൊക്കെ മനസ്സിലാക്കി, ചിലതൊക്കെ മനസ്സിലാകണമെങ്കിൽ അതായത് ഇപ്പോഴുള്ള ചില സംഗതികൾ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ പുറകോട്ട് പോയി നോക്കണം. അപ്പോഴാണ് ഇത് എന്ത് ഉദ്ദേശത്തിലാണ് അവർ ഈ ചെയ്തതെന്ന് മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ വിളിച്ചതെന്നൊക്കെ പിടിയിട്ടുള്ളൂ. ചിലത് നേരെ തിരിച്ചുമാണ്. അവരാ ചെയ്തു വെച്ചതിന്റെ അനന്തരഫലം ഇതിലേക്ക് വരുമ്പോഴാണ് അത് എത്ര ദോഷം ഉണ്ടാക്കി എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ശരിക്കും ഇത് ഭ്രാന്ത് പിടിക്കും ബ്രദറെ. അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് നമുക്കിത് പറഞ്ഞ ആളുകളെ ബോധ്യപ്പെടുത്താനോ മനസ്സിലാക്കാനോ പറ്റാത്ത ഒരു സംഗതിയാണെന്ന് പറയുന്നത്. കുറെ ഉണ്ട് ഇതിന്റെ മനസ്സിലായി. ചരിത്രത്തിന്റെ കുറെ വളവും തിരിവൊക്കെ ആയിട്ട് ഇങ്ങനെ പലയിടങ്ങളിലേക്കൊക്കെ മാറിയും തിരിഞ്ഞൊക്കെ കിടക്കുകയാണ്. ഇതിന്റെ സത്യം പറഞ്ഞു പുറകില് കഴിഞ്ഞാൽ ഇതിന്റെ ഇതിന്റെ ഹിസ്റ്ററി പുറകില് ഒരു സെക്കൻഡ്, ഇതിന്റെ പുറകില് ഈ മണകോണാഞ്ചന്മാരായ കുറെ ക്രിസ്ത്യാനികളും ഉണ്ട് കേട്ടോ. അത് നമ്മൾ പറയുമ്പോൾ എടുത്ത് പറയണം. അതായത് ഇവരെ പ്രീണിപ്പിച്ച് മുസ്ലിങ്ങളുടെ
ഇന്നും ഉണ്ടല്ലോ, ഇഷ്ടംപോലെ രാജ്യങ്ങളുണ്ടല്ലോ. അതുപോലെ തന്നെ അന്നും ഒന്നാം ലോകമഹായുദ്ധം, രണ്ടാം ലോകമഹായുദ്ധം, ഈ സമയത്തൊക്കെ അന്നും ഇവരെ പ്രീണിപ്പിച്ച് ഇവരുടെ മൂടും താങ്ങി നടക്കുന്ന കുറെ കൈക്ക് എല്ലില്ലാത്ത ക്രിസ്ത്യാനികളും ഉണ്ടായിരുന്നു. ഇവര് ഇങ്ങനത്തുള്ള കാരണങ്ങൾക്ക് ഇതിലേക്കൊക്കെ വഴിതിരിക്കാൻ വേണ്ടി കാരണങ്ങളായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനത്തുള്ള ക്രിസ്ത്യാനികൾ ഇന്നും ഉണ്ട് കേട്ടോ, ഇന്നും ഉണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ആളിലോട്ട് പോവാം. ടോണി ബ്രദർ മൈക്ക് എടുക്കുന്നുണ്ടോ? ഞാനും ഏതാണ്ട് സെയിം ചോദ്യം ചോദിക്കാനാണ് വന്നത്. ഓൾമോസ്റ്റ് ഉത്തരം എന്നാലും പെട്ടെന്നൊന്നും ചോദിക്കാം. ഈ പേരിടുന്നതായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഈ പേരിടുമ്പോൾ പലസ്തീനുള്ള പേര് ഇപ്പൊ റോമാക്കാരാണ് ഇടുന്നത്. അപ്പൊ ആ സമയത്ത് പിന്നെ പേരിടുന്ന സമയത്ത് അവിടുത്തെ തദ്ദേശവാസികൾ ആരായിരുന്നു എന്ന് ചോദിക്കാനായിട്ട് ഞാൻ കയറിയത്. ഓൾമോസ്റ്റ് ഉത്തരം കിട്ടി. ഓക്കെ, അത് നേരത്തെ ഇവിടെ സംസാരിച്ചായിരുന്നല്ലോ, അനുബ്രദർ പറഞ്ഞ കേട്ടായിരുന്നല്ലോ അല്ലേ? ഞാനത് മിസ്സായി, ടോണി അതുകൊണ്ടാണ് ബ്രദർ ഞാൻ ചോദിക്കാൻ വേണ്ടി വന്നത്. ഇപ്പൊ പറഞ്ഞതും കേട്ട്. ക്ലിയർ ആയല്ലേ? അടുത്ത ആളിലോട്ട് പോയിക്കോട്ടെ. ആയിക്കോട്ടെ. ടോണി ബ്രദറെ, ഓക്കെ, താങ്ക് യു. ടോം സാറ് കേൾക്കുന്നുണ്ടോ? അല്ല, ഞാൻ ഇടയ്ക്കാ വന്നത്. എനിക്ക് നിങ്ങളുടെ സബ്ജക്ട് എന്നാന്ന് പോലും ശരിക്കും മനസ്സിലായില്ല. ഒരു രാജ്യം ചരിത്രത്തിലില്ല എന്ന്. അതായത് സബ്ജക്ട് ഇതായിരുന്നു. പലസ്തീന് ഓക്കെ, കുറച്ച് രാജ്യം പാലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യം ഒരിക്കലും ഉണ്ടായിരുന്നില്ല. എന്റെ ചരിത്ര അന്വേഷണത്തിലും പാലസ്തീൻ എന്ന് പറഞ്ഞൊരു രാജ്യമോ അല്ലെങ്കിൽ സംവിധാനങ്ങളോ ഒരിക്കലും ഉണ്ടായിരുന്നില്ല. എന്റെ അറിവ് ശരിയാണെങ്കിൽ അത് ഗ്രീക്കുകാരിട്ട പേരോ മറ്റാണ് ഈ പാലസ്തീന എന്നുള്ളത്. അവരുടെ പണ്ട് നമ്മുടെ റോമാക്കാരാണോ? എനിക്കത് കറക്റ്റ് എന്റെ ഒരു ഓർമ്മ. റോമാക്കാരാണ്. അതായത് അതായത് മറ്റേ ഇയാളില്ലേ, 135 ഹദ്രിയാൻ ചക്രവർത്തിയുടെ ഇതിലാണ് അത് വരുന്നത്. ഗ്രീക്കുകാർ അതിനു മുമ്പാണ്. എന്റെ ഒരു അലക്സാണ്ടർ അലക്സാണ്ടർ കീഴടക്കിയതിന് ശേഷം അവിടെ ഒരു നമ്മുടെ മക്കാബിയൻസിന്റെ മൂവ്മെന്റ് വരുന്നില്ലേ? മക്കാബിയൻസിന്റെ മൂവ്മെന്റ് വരാൻ കാരണം ആ മൂവ്മെന്റ് വരുന്നതിന്റെ കാരണം ഇവരുടെ ഈ ഈ ഈ ഈ ഈ അമ്പലത്തില്, അതായത് ഇവരുടെ ക്ഷേത്രത്തില് അവര് ഇവരുടെ ഈ മറ്റേ ഗ്രീക്കുകാരുടെ ദൈവം ഉണ്ടല്ലോ, അതിന്റെ പ്രാക്ടീസസ് നടത്തി. അതുമായി ബന്ധപ്പെട്ട് ഉള്ള കലാപമാണ് മക്കാബിയൻസ് വരുന്നത്. ആ കാലഘട്ടത്തിൽ ഇവരെ അങ്ങനെ ഫിലിസ്തീൻ എന്നുള്ള പ്രൊണൗൺസിയേഷൻ വന്നിട്ടുണ്ടെന്ന് എവിടെ ഞാൻ വായിച്ചതായിട്ട് എന്റെ മനസ്സിൽ കിടപ്പുണ്ട്. ശരിയായിട്ടോ എനിക്കറിയാം, ഒരുപക്ഷെ എന്റെ തെറ്റായിരിക്കും. ഇനിയിപ്പം പണ്ടത്തെ എന്റെ ഒരു വായനയിൽ അങ്ങനെ എന്റെ മനസ്സിൽ കിടപ്പുണ്ട്. ഞാൻ ധരിച്ചിരിക്കുന്നത് അങ്ങനെയാണ്, അത് തെറ്റാണ് തിരുത്താം. അപ്പൊ അതാണ് എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്. പിന്നെ പിന്നീട് ഈ പാലസ്തീൻ എന്ന് പറഞ്ഞൊരു രാജ്യമോ അങ്ങനെ ഒരു സംവിധാനങ്ങളോ ഇല്ല. ഇവർക്ക് ഒരിക്കലും പാലസ്തീൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഡിമാൻഡ് വരുന്നത് പോലും 62-63 മറ്റേ പാലസ്തീൻ അതോ ഫത്വ അല്ല, അവരുടെ പാർട്ടി തന്നെ മറ്റേ പാലസ്തീൻ അതോറിറ്റിയുടെ ആ പാർട്ടിയാണ് ഇത് ഡിമാൻഡ് ചെയ്യുന്നത്. PLO, പാലസ്തീൻ ലിബറൽ ഓർഗനൈസേഷൻ ആണ് ഈ ഡിമാൻഡ് ഇത് വെക്കുന്നത് തന്നെ ഈജിപ്തിലാണ്. അപ്പം ആ ഡിമാൻഡ് വരുന്നത്, അതിനു മുമ്പ് ഈ ഡിമാൻഡ് പോലും ഇല്ല ഇവർക്ക് ഈ 48 പോലും ഈ ഡിമാൻഡ് ഇല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവന്മാര് ഇപ്പൊ ഈ പാലസ്തീൻ എന്ന് പറഞ്ഞു കിടന്ന് ഇവിടെ കിടന്ന് ഈ ഹമാസിയന്മാര് കേരളത്തിൽ കിടന്ന് കുന്തളിക്കുന്നുണ്ടല്ലോ, അങ്ങനെ ഒരു ക്ലോസ് പോലും ഇല്ല ഇവർക്ക്. ഇവരുടെ പ്രശ്നങ്ങളെ മുഴുവൻ അറബിക് പ്രശ്നങ്ങളായിട്ട് നേരിടരുത്. ഇവർക്കൊരു ഒരു ലീഡർഷിപ്പ് പോലും ഇല്ലായിരുന്നു. ഇവർക്ക് ഉണ്ടായിരുന്ന ലീഡർഷിപ്പിന്റെ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ഈജിപ്ഷ്യൻസ് ആയിരുന്നു അവരുടെ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞ്. അപ്പൊ അതുകൊണ്ട് ഇത് വന്നത് എന്താണെന്ന് വെച്ചാല് ഇതിന്റെ ഒരു പാലസ്തീൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ ഇത് 48 വാറ്, 49 വാറ്, പിന്നീട് നടന്നിട്ടുള്ള വാറുകളിലൊന്നും ഇവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ആ 48 വാറിൽ തന്നെ ഇവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അവിടെ എല്ലാം കൂടി ആക്രമിച്ചിട്ട് അപ്പൊ ആ ഒരു ക്ലോസ് വെച്ചുകൊണ്ട്, അറബിക് ക്ലോസ് വെച്ചുകൊണ്ട് ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയെന്ന് മനസ്സിലായപ്പോഴാണ് ഈ PLOയുടെ ഉദയം എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് ഈ പറഞ്ഞ പാലസ്തീൻ എന്ന് പറഞ്ഞ ഇന്ന് ഈ പറയുന്ന പാലസ്തീന്റെ ഒരു കോസ് തന്നെ ഡെവലപ്പ് ചെയ്യുന്നത് അവിടെ നിന്നാണ്. അപ്പം ഇവര് ഈ പറഞ്ഞതൊന്നും ഒരു കാര്യമില്ല. ഇവര് ചുമ്മാ ആവശ്യമില്ലാതെ അവരെ ജീവിക്കാൻ സമ്മതിക്കാതെ നടത്തുന്ന പരിപാടി എന്നുള്ളതല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. ഇസ്രായേലീസിനോട് ഇവർക്കുള്ള മതപരമായ വൈരം മാത്രമല്ല, ഇതിന്റെ അകത്ത് എത്ര ന്യായീകരിച്ചാലും അതല്ലാതെ വേറെ ഇതിന്റെ അകത്ത് ഒരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. തന്നെയല്ല, നിങ്ങൾ ചോദിച്ചു ഇപ്പൊ ഈ പല ഡിബേറ്റുകളും ഞാൻ ഇന്ന് കേൾക്കാറുണ്ട്. അപ്പം ഈ ഇറാന് എന്തിന്റെ കഴപ്പാണ് ഈ ഇസ്രായേലിനോടുള്ളത്? അതാണ് നമ്മൾ മനസ്സിലാകാത്തത്. കാരണം വെച്ച് കഴിഞ്ഞാല് 2000 കിലോമീറ്റർ അകലെ കിടക്കുന്ന ഇറാൻ എന്തിനു ഫ്യൂവൽ ചെയ്യുന്നു? അവരുടെ അധ്വാനം മുഴുവൻ ആ രാജ്യത്ത് ജനങ്ങൾ പട്ടിണി കിടക്കുമ്പം ഈ പ്രോക്സികൾക്ക് മുഴുവൻ പണം കൊടുത്ത്, അവർക്ക് ശമ്പളം കൊടുത്ത്, അവർക്ക് വേലയും അവർക്ക് ഈ പറഞ്ഞ
വെള്ളവും കാടിയും എല്ലാം കൊടുത്ത് ഇവരെ ഇതുപോലെ വളർത്തേണ്ട കാര്യം എന്തായിരിക്കും? എന്ത് പ്രശ്നമാണ് ഇവർ തമ്മിലുള്ളത്? ഇറാനുമായിട്ട് എന്ത് പ്രശ്നമാണുള്ളത്? അതൊന്ന് ചിന്തിച്ചു നോക്ക്. മതപരമല്ലാത്ത എന്ത് പ്രശ്നമാണ് ഇറാനുമായിട്ടുള്ളത്? അപ്പൊ അതിന് പ്രോക്സികളെ വളർത്തി അതിനുശേഷം അവരുടെ ജീവിതത്തെ ഇവർ എത്ര കാലമായി ഇട്ട് തകർക്കുന്നു. ആ 48 ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ആ രാജ്യത്തെ ഒന്ന് സ്വതന്ത്രമായി ഇവന്മാര് വിട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ ലോകത്തിന്റെ അവസ്ഥ ഇതായിരിക്കില്ല. കാരണം അവർക്ക് ഈ ലോകത്തിന് ഒരുപാട് കോൺട്രിബ്യൂഷൻ നൽകുന്ന കഴിയുന്ന ആളുകളാണ്. അപ്പൊ അതിന് ആ ഒരു സാധ്യത എത്രമാത്രം ഇവർ അടച്ചു വെച്ചൊന്ന് ഒന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ഇതിനു മുമ്പ് ഇരുന്ന പ്രൈം മിനിസ്റ്ററെ എനിക്ക് ഭയങ്കര ശ്രദ്ധയോടെ ഞാൻ വളരെ ശ്രദ്ധയോടെ കേട്ട ഒരു പ്രസംഗമായിരുന്നു. ഇതിനിപ്പോ ഈ ബെഞ്ചമിൻ നെതന്യാഹുവിന് മുമ്പ് ഒരു പ്രൈം മിനിസ്റ്റർ ഇട്ടുണ്ടാകും. അയാളുടെ പേര് ഞാൻ വിട്ടുപോയി. അദ്ദേഹം ഒരിക്കലും അവിടെ ജോ ബൈഡൻ പ്രസംഗിക്കാൻ വന്നപ്പം ജോ ബൈഡൻ അവിടെ സന്ദർശിക്കാൻ വന്നപ്പോഴും ജോ ബൈഡന്റെ ഫ്ലൈറ്റ് ഈ ജെറുസലേമിന്റെ ബൗണ്ടറി കയറിയിട്ട് ഇങ്ങോട്ട് യാത്ര ചെയ്ത ബൗണ്ടറി മുതൽ ഈ ടെലവീവ് എയർപോർട്ടിൽ ഇറങ്ങുന്നതിനും വരെയുള്ള അദ്ദേഹത്തിന്റെ യാത്രാപഥത്തില് ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ ഒരു നിര പുള്ളി അങ്ങ് പറഞ്ഞ് ഞാൻ കേട്ടപ്പോൾ സത്യമായ രോമം എഴുന്നേറ്റ് പോയി. ഇത്രയും ചെറിയൊരു രാജ്യത്ത് എത്രമാത്രം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും ഇത്രമാത്രം എന്നാ പറയാ യൂണിവേഴ്സിറ്റികളും അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളും ഒക്കെ അടങ്ങുന്ന അതിന്റെ ഒരു കോൺട്രിബ്യൂഷൻ അയാൾ പറഞ്ഞു. അത് ലോകത്തിന് തന്നെ കൊടുത്ത കോൺട്രിബ്യൂഷന്റെ ഒരു വലിയ നിരയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം അത്രയും ചെയ്യാനൊക്കെ ഈ ചെറിയ കാലം കൊണ്ട് കഴിയുന്ന ഒരു സമൂഹത്തെ ഇതുപോലെ അലോസരപ്പെടുത്തിക്കൊണ്ട് എന്തിനാണ് ഇവന്മാര് വെറുതെ പുറകെ നടക്കുന്നത് ഞാൻ ചിന്തിച്ചിട്ട്. പക്ഷെ അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ ലോകത്തിന്റെ മുഖച്ഛായ തന്നെ ആയിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അവർക്ക് ഒരുപാട് കോൺട്രിബ്യൂഷനോട് ലോകത്തെ കുറച്ചുകൂടെ മുമ്പോട്ട് പുഷ് ചെയ്യാൻ കഴിയുന്ന ആളുകളായിരുന്നു. യുവമാര് കാച്ചിന് ബോധമില്ലാതെ മുഹമ്മദ് ഉണ്ടായ സ്ഥലത്ത് പോലും ഒരു മുട്ടുസൂചി പോലും ഉണ്ടാക്കാൻ അറിയാൻ പാടില്ല. ഈ പെട്രോൾ വല്ലവനും കണ്ടുപിടിച്ച് കൊടുത്ത സാധനം അത് മേടിച്ച് തിന്നുകൊണ്ട് നടക്കണം. അല്ലാതെ എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉള്ള സമൂഹമാണ് ഒരു ക്വാളിറ്റി ഉള്ള സമൂഹമല്ല. അത് അമ്മമാരുടെ ഈ ശല്യമാണ് യഥാർത്ഥത്തിൽ ഇപ്പൊ ലോകത്തിന്റെ ഒരു വലിയ ശല്യം എന്ന് പറയുന്നത് എന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. ഇതിനെതിരെ എന്ത് വില കൊടുത്തും പ്രതികരിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം പ്രതികരിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ ഉള്ളൂ ഇവന്മാരുടെ ഉള്ളിൽ ഈ മാറ്റം ഉണ്ടാവുള്ളൂ. അവരൊരു മനുഷ്യ സമൂഹം. എന്റെ ഒരു പോയിന്റ് ഇത്രേ ഉള്ളൂ. 1948 രൂപപ്പെട്ട ഈ രാജ്യം 75 വർഷമായിട്ട് യാഥാർത്ഥ്യമാണ്. ഇനി അതിന്റെ പുറകിലോട്ടുള്ള കഥ എവിടെ നിന്ന് നിൽക്കട്ടെ, എങ്ങോട്ടും പോട്ടെ. ഈ 75 വർഷം എന്നൊക്കെ പറഞ്ഞാൽ ഒരു കുടിയേറ്റ കാലമാണ്. ഞാൻ എല്ലാ സ്ഥലത്തും പറയാം, ഞാൻ ഇടുക്കിക്ക് 75 വർഷ കാലത്തെ കുടിയേറ്റത്തിന്റെ ചരിത്രമുള്ളൂ ഞാനൊക്കെ ജീവിക്കുന്ന പ്രദേശത്ത്. അപ്പം ഇത്രയും കാലം അവിടെ അവരൊരു രാഷ്ട്രമായി എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇനി അവർക്ക് ആ പ്രദേശത്ത് ജീവിച്ചു പോകാനുള്ള ഒരു സഹായം സഹായമല്ല, ഒരു ശല്യപ്പെടുത്താതിരിക്കാനുള്ള ഒരു മനോഭാവം ഇവർക്ക് ഉണ്ടായ പോലെ അവരെ എന്തിനാണ് ഈ നിരന്തരം വേട്ടയാടുന്നത്? ഇത്രയും വേട്ടയാടപ്പെട്ട ഒരു സമൂഹം ലോകത്തുണ്ടോ എവിടെയെങ്കിലും? അത് കിതാബിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട് ബ്രദർ. അതാണ് കാര്യം സാറേ. അതെ കിതാബില് യഹൂദ വിരോധം അത് മാത്രമാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. അല്ല, ഈ ജൂത വിരോധത്തിന്റെ കാര്യത്തിൽ ഒരു സമൂഹം മോശക്കാരൊന്നുമില്ല. അത് ഞാൻ പറയാം. എക്സെപ്റ്റ് അവിടെ വേറെ കാര്യമുണ്ട്. ഈ ബാക്കിയുള്ളിടത്ത് ഉണ്ടായത് കിതാബിൽ എഴുതി വെച്ചതിന്റെ അടിസ്ഥാനത്തിലല്ല. ഇപ്പൊ നമുക്കറിയാം മധ്യകാലഘട്ടത്തില് കത്തോലിക്കരിൽ നിന്നും അത് കഴിഞ്ഞ് പ്രൊട്ടസ്റ്റന്റുകാർ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവരിൽ നിന്നും യഹൂദന്മാർ പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. വേറെ അടുത്ത് അത് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലല്ല, അവിടുത്തെ ഭരണാധികാരികൾ ചെയ്തതാണ്. എന്നാൽ ഈ കാര്യം മാത്രം അങ്ങനെയല്ല, ഇത് പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ടാണ് ഒരു യഹൂദനെ ജീവിതത്തിൽ ഇന്ന് വരെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത നമ്മുടെ ഈ കേരളത്തിനകത്തുള്ള ഏതെങ്കിലും കുഗ്രാമത്തിലുള്ള ഒരു കോയ പോലും യഹൂദൻ കേൾക്കുമ്പോൾ രക്തം തിളച്ചു വരുന്നത്. മനസ്സിലായോ? ആ ഒരു വ്യത്യാസമുണ്ട്. യഹൂദ വിരോധം ഉണ്ടായിട്ടില്ല, എല്ലാവർക്കും അത് സമ്മതിക്കുന്നു. പക്ഷെ ഇങ്ങനെ ഒരു കാര്യമാണ്, അത് കിതാബിന്റെ അടിസ്ഥാനത്തിലുള്ളത് കൊണ്ടാണ് അത് ഇപ്പോൾ ഇങ്ങനെ നിലനിൽക്കുന്നത്. മറ്റവരെല്ലാം മാറാൻ കാരണം അവരുടെ പുസ്തകത്തിൽ അങ്ങനെ എഴുതി വെച്ചിട്ടില്ല. അതുകൊണ്ട് യഹൂദനോട് സ്നേഹത്തിൽ അവർ ഇതാക്കി. ഇവർക്ക് പറ്റുന്നില്ല. അത് കറക്റ്റാ. വസ്ത്രത്തിന്റെ ആണോ ഇനി സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു സമൂഹത്തിലേക്കുള്ള ജനാധിപത്യത്തിന്റെയും ലിബറലിസത്തിന്റെയും വെളിച്ചമാണോ എന്നൊന്നും വെളിച്ചമാണോ ഞാൻ വിചാരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാല് ആ ഒരു ഘട്ടത്തിൽ ഇവർക്കെല്ലാം ഇത് ക്ഷമ പറയാൻ പറ്റി. പുസ്തകം കൊണ്ടെടുക്കുന്ന ഒരു ക്ഷമ പറഞ്ഞു. മറ്റേ പോപ്പ് അവിടെ പോയി ക്ഷമ പറഞ്ഞില്ലേ? പോപ്പ് ഈ ജെറുസലേം ദേവാലയത്തിന്റെ അവശേഷിക്കുന്ന വെയിലിംഗ് വാളിൽ പോയി തലയിടിച്ച് പ്രാർത്ഥിച്ച് അവിടെ മറ്റേ പുള്ളി പ്രാർത്ഥന എഴുതി വെച്ചു. എന്റെ സമൂഹം ഇവരോട് ചെയ്ത ക്രൂരതകൾ ക്ഷമിക്കണമെന്ന് അയാൾ എഴുതിയോട് പ്രാർത്ഥന എഴുതി വെച്ചു. അതുപോലെ അവരോട് ചെയ്ത ഈ ആളുകളെല്ലാം തന്നെ ക്ഷമ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാരണം അവർക്ക് ഫിലോസഫിക്കലി അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാത്തതുകൊണ്ടാണ് ക്ഷമ പറഞ്ഞത്. ഇത് മാത്രം, ഈ വിഭാഗം മാത്രം ഇങ്ങനെ ഈ തുടങ്ങിയ കാലം മുതൽ തുണി പറിച്ച് രോമം നോക്കി കൊല്ലുന്നത് പോലെ ഇങ്ങോട്ട് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇത് എന്തൊരു ഞാൻ ആലോചിക്കുന്നത്, ഒരു മനുഷ്യ സമൂഹം അവരുടെ സംസ്കാരം സർവൈവ് ചെയ്യിക്കാൻ വേണ്ടി ഇതുപോലെ കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സമൂഹം വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ വ്യത്യസ്തങ്ങളായുള്ള
സംസ്കാരങ്ങളുടെ ഇല്ലായ്മ ലോകത്തുണ്ടായിട്ടുണ്ട്. എന്നാൽ പോലും ഒരു 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 സംസ്കാരത്തെ സർവൈവ് ചെയ്യാൻ ഇതുപോലെ കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സമൂഹം ലോകത്തില്ല. നിങ്ങൾ ചരിത്രത്തിൽ നോക്കിയാൽ നമുക്ക് വേറൊരു സമൂഹത്തെ ഇതുപോലെ ഒരു സാംസ്കാരികമായിട്ടുള്ള അവരുടെ അവസ്ഥ നിലനിർത്തിക്കൊണ്ട് പോകാനും അവരുടെ ഭാഷയും അവരുടെ ജീവിത രീതിയും സംരക്ഷിക്കാൻ വേണ്ടി ഇതുപോലെ യുദ്ധം ചെയ്തിട്ടുള്ള ഒരു സമൂഹം വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് അവരോട് കുറച്ചുകൂടെ ഒരു മാന്യതയിൽ പെരുമാറേണ്ട സമയം കഴിഞ്ഞു എന്നാണ് എന്റെ അഭിപ്രായം. കാരണം വെച്ച് കഴിഞ്ഞാല് അല്ല എങ്കിൽ ഈ ലോകത്തെ ഒരു സ്ഥലത്തും ഞാൻ പണ്ട് ഇസ്രായേലിൽ പോയിട്ട് വന്നിട്ട് ഒരു ലേഖനം എന്ന് പറഞ്ഞു. എന്റെ അന്തത്തെ വായനയിൽ എനിക്ക് കിട്ടിയ ഒരു ഇൻസ്പിറേഷൻ അത്. അതായത് ഈ ഇസ്രായേലിലെ ഓൾഡ് ജെറുസലേം എന്ന് പറഞ്ഞ 76 ഏക്കർ സ്ഥലമാണ്. അതിൽ 1 ഏക്കർ സ്ഥലത്താണ് ഈ ജെറുസലേം ടെമ്പിൾ ഇരിക്കുന്നത്. അപ്പൊ എനിക്ക് അന്നത്തെ എന്റെ വായനയിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു 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 എന്താ പറയാ അതിന്റെ ഒരു സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാല് ഈ 76 ഏക്കർ സ്ഥലത്ത് അവര് സമാധാനപരമായി ജീവിക്കാതെ ലോകത്തൊരു സ്ഥലത്തും ആരെയും ഒരു സമാധാനപരമായി ജീവിക്കാൻ സമ്മതിക്കില്ല. അതാണ് പിന്നീട് എന്റെ വായനയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഈ 76 ഏക്കർ സ്ഥലം അവർക്ക് വിട്ടുകൊടുത്ത് അവരുടെ ആ രാജ്യത്ത് അവരെ സമാധാനപരമായി ജീവിക്കാൻ അവരെ സമ്മതിക്കാത്ത പക്ഷം അവർ ലോകത്തൊരുത്തിനെയും സമാധാനപരമായി ജീവിക്കാൻ സമ്മതിക്കില്ല. അതാണ് ഈ നടന്നിട്ടുള്ള എല്ലാ സംഭവങ്ങളുടെയും പുറകിൽ അന്നത്തെ എന്റെ വായനയിൽ എനിക്ക് ഫീൽ ചെയ്ത കാര്യം പറഞ്ഞു. ഈ ലോകത്ത് നടന്നിട്ടുള്ള ഈ ജെറുസലേം ടെമ്പിളിന്റെ ഡിസ്ട്രാക്ഷന് ശേഷം നടന്നിട്ടുള്ള മിക്കവാറും സംഭവങ്ങളുടെ എല്ലാം പുറകിൽ ഒരു ജൂയിഷ് ഇൻട്രസ്റ്റ് ഞാൻ ചെറുതായിട്ട് കണ്ടായിരുന്നു എന്റെ അന്വേഷണത്തിൽ. ആ ഒരു ചെറിയ ജൂയിഷ് എങ്ങനെയാണെങ്കിലും അത് അവരുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഘടകം നമുക്ക് പലതും കാണാൻ പറ്റും. നടന്നുള്ള സാമൂഹ്യ മാറ്റങ്ങളിലെല്ലാം തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ മര്യാദയ്ക്ക് ജീവിക്കാൻ സമ്മതിക്കുക എന്നുള്ളതാണ് ഇവരോട് പറയാനുള്ളത്. നിങ്ങൾക്ക് ആവശ്യത്തിന് ഭക്ഷണവും വസ്ത്രവും ഭൂമിയും പൈസ എല്ലാം ഉണ്ട്. അത് ഉപയോഗിച്ച് നിങ്ങൾ ജീവിക്കുക. അല്ലാതെ നിങ്ങൾ ഈ മതത്തിന്റെ പേരിൽ ഭ്രാന്ത് പിടിച്ച് അവരെ കൊന്നൊടുക്കാൻ വേണ്ടി നടന്നാൽ നിങ്ങൾ തന്നെ ഇല്ലാതാവും. ഇപ്പൊ നിങ്ങളുടെ ഇറാൻ എന്ന് പറഞ്ഞ സാധനം തീർന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ തന്നെ ഇല്ലാതെയാവും. അതുകൊണ്ട് നിങ്ങൾ അവർക്ക് ഒരു 5 സെന്റ് സ്ഥലത്ത് താമസിക്കാൻ അവരെ അനുവദിക്കുക. അവർക്ക് കൊടുത്തേക്കുന്ന സ്ഥലത്ത് പുറകെ നടന്ന് ശല്യം ചെയ്യാതിരിക്കുക. ഇത് മാത്രമാണ് എനിക്ക് ഇതിന്റെ ആളുകളോട് പറയാനുള്ളത്. താങ്ക് യു. താങ്ക് യു ടോം സാറേ. JP ബ്രദർ, ജിൻസ് ബ്രദർ മൈക്ക് എടുക്കുന്നുണ്ടോ? ബ്രദറെ കേൾക്കാം. കേൾക്കാം, പറഞ്ഞോ. നേരത്തെ ഇവിടെ പറഞ്ഞ കാര്യമാണ് 1919 ബ്രിട്ടീഷ് മാൻഡേറ്റ് ഓഫ് പാലസ്തീൻ നിലവിൽ അവരെ പേര് കൊടുത്തെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് അറിയേണ്ട കാര്യം ആ സമയത്ത് എത്രത്തോളം പാലസ്തീനികൾ അവിടെ, അതായത് ഇപ്പം പാലസ്തീനികൾ എന്ന് പറയുന്ന ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ അരുണ് അവർ പറയുന്നുണ്ട് 1948 ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു രാജ്യം ഉണ്ടായി. പക്ഷെ ആ സമയത്ത് തന്നെ പാലസ്തീൻ എന്ന് പറഞ്ഞ ജനതയ്ക്ക് അവിടെ രാഷ്ട്രം ഇല്ലാതായി എന്നുള്ളൊരു കമന്റ് പറഞ്ഞിരുന്നു. അതിൽ എത്രത്തോളം ഒരു സത്യമുണ്ട് എന്നറിയാനായിട്ടാണ് ചോദിച്ചത്. ഇത് ഞാൻ വിശദമായിട്ട് പുറകെ പറയാം എന്ന് വിചാരിച്ചിരുന്ന ഒരു സംഗതിയാണ്. അത് ഇതിന്റെ അകത്ത് വരേണ്ട ഒരു കാര്യമാണ് ഇത്. അതായത് പലസ്തീനുകൾക്ക് രാഷ്ട്രം ഇല്ലാതായി എന്ന് പറയുന്നതിൽ കഥയില്ല. ഒന്ന്, പലസ്തീൻ പറഞ്ഞ രാഷ്ട്രം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇവിടെ സംഗതി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർക്ക് യഥാർത്ഥത്തിൽ പലസ്തീനികൾക്കുള്ള രാഷ്ട്രം അതിനേക്കാളൊക്കെ മുമ്പേ തന്നെ അവിടെ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ ഈ പ്രദേശം വന്നല്ലോ 1919 ഇത് 1-ാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ ഇത് പിടിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇത് ബ്രിട്ടീഷ് മാൻഡേറ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞപ്പോ ഒരു കോൺഫറൻസ് കൂടുന്നുണ്ട് 1920 സാൻറിമോ സമ്മേളനമാണ്. ഈ സാൻറിമോ കോൺഫറൻസിൽ വെച്ചിട്ട് ഈ ലീഗ് ഓഫ് നേഷൻസിലുള്ള രാഷ്ട്രങ്ങൾ അവര് ആ പ്രദേശത്ത് യഹൂദന്മാർക്ക് ഒരു രാഷ്ട്രം സ്ഥാപിക്കണമെന്നും പറഞ്ഞിട്ട്, അതായത് ബ്രിട്ടന്റെ കൈവശമുള്ള ആ പ്രദേശത്ത് യഹൂദന്മാർക്കൊരു രാജ്യം സ്ഥാപിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് ബ്രിട്ടന് ലോകരാജ്യങ്ങൾ മാൻഡേറ്റ് കൊടുക്കുന്നത്. മനസ്സിലായോ? എന്നിട്ട് ബ്രിട്ടൻ എന്താണ് ചെയ്തതെന്ന് അറിയാമോ? ബ്രിട്ടൻ ചെയ്യുന്ന പരിപാടി അത് വൃത്തികെട്ട പരിപാടിയാണ്. അതായത് ആ പ്രദേശത്തിന്റെ മൊത്തം വിസ്തൃതി എന്ന് പറയുന്നത് അന്ന് ഇവരുടെ കയ്യിൽ ഇത് കിട്ടുന്ന സമയത്ത് ഉള്ള മൊത്തം വിസ്തൃതി എത്രയാണ്? ഏതാണ്ട് 1,20,000 ചില്ലാൻ ചതുരശ്ര കിലോമീറ്റർ ആണ് മൊത്തം.
1,20,000 ചില്ല, കൃത്യമായിട്ട് എനിക്ക് ഓർമ്മ വരുന്നില്ല, എന്തായാലും 1,20,000 ആണ്, 1,20,466 ചതുരശ്ര കിലോമീറ്റർ, അത്രയാണ് ഈ ബ്രിട്ടീഷ് മാൻഡേറ്റിൽ ഉൾപ്പെടുന്ന ഭൂമി. ആ ഭൂമിക്കകത്ത് അത് 1,20,466 ചതുരശ്ര കിലോമീറ്റർ ഭൂമി, ആ ഭൂമിക്കകത്ത് യഹൂദനൊരു രാജ്യം സ്ഥാപിച്ചു കൊടുക്കാനാണ് അന്നത്തെ ലോക രാജ്യങ്ങൾ ബ്രിട്ടന് മാൻഡേറ്റ് കൊടുക്കുന്നത്. അതായത് മുസ്ലിങ്ങൾക്ക് ഒരു രാജ്യം ഉണ്ടാക്കി കൊടുക്കാനല്ല ബ്രിട്ടനോട് പറഞ്ഞത്, യഹൂദന്മാർക്ക് ഒരു രാജ്യം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ യഹൂദന് ഒരു രാജ്യം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭൂമി അത് ഇവർക്കുമായി, അവിടെയുള്ള മറ്റേ പലസ്തീനികൾ എന്ന് സ്വയം വിളിക്കുന്ന ടീമുകൾ, അവർക്ക് അങ്ങനെ വരും. അപ്പൊ രണ്ടു കൂട്ടർക്കുമായി ഭൂമി, രണ്ടു പേർക്ക് രാജ്യമായി. പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് അറിയാമോ ബ്രിട്ടൻ ചെയ്തത്? ബ്രിട്ടൻ ആ സമയത്ത് ഇവിടെ ഈ ജൂയിഷ് നാഷണൽ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഫണ്ട് തന്നെ ഉണ്ട് യഹൂദന്മാരുടെ, ഇവിടെ വന്ന് ഭൂമി വാങ്ങുകയാണ് അവര്. ഇന്നത്തെ ഇസ്രായേലിലും ഇന്നത്തെ ജോർദാനിലുമായിട്ട്, ജോർദാൻ അന്ന് ഇവരെ കണ്ണില്, യഹൂദന്റെ കണ്ണില് അതും ഇസ്രായേലിന്റെ ഭാഗമാണ്, അതിന്റെ കുറെ ഭാഗങ്ങൾ. കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മള് പഴയ നിയമം നോക്കുമ്പോൾ കാണുന്നുണ്ട് 2.5 ഗോത്രങ്ങൾ താമസിച്ചിരുന്നത് ഈ ജോർദാൻ നദിക്ക് അക്കരെയാണ്. 2.5 ഗോത്രങ്ങൾ അവിടെ താമസിച്ചു. ബാക്കിയുള്ള 9.5 ഗോത്രങ്ങൾ ഇന്നത്തെ ഇസ്രായേൽ എന്ന് പറയുന്ന ആ പ്രദേശത്തുമാണ്. അപ്പൊ അതും യഹൂദന്മാരെ സംബന്ധിച്ച് തങ്ങളുടെ പൂർവികരെ മണ്ണാണെന്നുള്ള നിലയിൽ അവിടെ വന്ന് അവർ കാശ് കൊടുത്ത് ഭൂമി വാങ്ങി അവരവിടെ താമസിക്കുന്നുണ്ട്. താമസിക്കാൻ വെച്ചാൽ വെറുതെ താമസിക്കല്ല, അവർ വാങ്ങുന്ന ഭൂമി എന്ന് പറഞ്ഞാൽ 10 സെന്റ് 20 സെന്റ് ഒന്നുമല്ല, വിശാലമായിട്ടുള്ള ഭൂമിയാണ്, ഏക്കർ കണക്കിന്, അല്ലെങ്കിൽ ദുനം എന്നാ പറയുന്നത്. ഒരു നമ്മളിവിടെ സെന്റ് എന്ന് പറയുന്ന പോലെ ഒരു ദുനം, പക്ഷെ സെന്റ് അല്ല, 25, നമ്മുടെ ഇതിൽ 25 സെന്റാന്ന് തോന്നുന്നു ഒരു ദുനം, അങ്ങനെ അത്രയും ഇതാണ്. അപ്പൊ ആയിരക്കണക്കിന് ദുനം ഭൂമി വാങ്ങിയിട്ട്, അതായത് കിലോമീറ്റർ കണക്കിന് ഭൂമിയൊക്കെ വാങ്ങിയിട്ട് അവിടെ അതിന്റെ അകത്ത് അവർ തോട്ടങ്ങൾ ഉണ്ടാക്കുന്നു, പിന്നെ സ്കൂളുകൾ, ഹോസ്പിറ്റലുകൾ, അങ്ങനെ പലതൊക്കെ പണിത് അവര് ഇതാക്കി എടുത്തിരിക്കുകയാണ്, മെച്ചപ്പെടുത്തി ആ പ്രദേശത്തിന്റെ മുഖച്ഛായ മൊത്തം മാറ്റി എടുത്തിരിക്കുകയാണ് കേട്ടോ. അവിടെ ആ ഭൂമിയില് ഇവര് ബ്രിട്ടൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ യോർദാന്റെ കിഴക്കോട്ടുള്ള പ്രദേശം മൊത്തം അത് മുസ്ലിങ്ങൾക്ക് ഒരു രാജ്യം ഉണ്ടാക്കി കൊടുത്തു. ലോകരാജ്യങ്ങൾ ബ്രിട്ടനോട് പറഞ്ഞത് ആ മൊത്തം 1,20,466 ചതുരശ്ര കിലോമീറ്റർ വരുന്ന ഭൂമിക്കുള്ളില് ഇവർക്ക് യഹൂദന് ഒരു ഭൂമി ഉണ്ടാക്കി കൊടുക്കാൻ, ഒരു രാജ്യം ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു. ബ്രിട്ടൻ പക്ഷെ യഹൂദൻ രാജ്യം ഉണ്ടാക്കിയില്ല. ബ്രിട്ടൻ ആ മൊത്തം ഭൂമിയുടെ 77% വരുന്ന ഭാഗം, അതായത് 92,300 ചതുരശ്ര കിലോമീറ്റർ ഉള്ള ഇത് ട്രാൻസ് ജോർദാൻ എന്നും പറഞ്ഞൊരു രാജ്യം ഉണ്ടാക്കിയിട്ട് അറബികൾക്ക് കൊടുത്തു, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് കൊടുത്തു. അപ്പൊ ആ ഇതിലുണ്ടായിരുന്ന യഹൂദന്മാര് അത്രയും നാളത്തെ അവരുടെ അധ്വാനം, അവര് കാശ് കൊടുത്ത് വാങ്ങിയ ഭൂമി, ആ ഭൂമിയിലുള്ള അവരുടെ അധ്വാനം ഇതെല്ലാം ഇട്ടെറിഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് യോർദാൻ നദിയുടെ പടിഞ്ഞാറ് വശത്തേക്ക്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഇസ്രായേലിലേക്ക് ഓടി പോരേണ്ടി വന്നു. അവിടെ കാശ് കൊടുത്ത് അവര് വാങ്ങിയ ഭൂമി ഒക്കെ ഉപേക്ഷിച്ച് ഇങ്ങോട്ടേക്ക് പോരേണ്ടി വന്നു. അപ്പൊ ശരി, 77% ഭൂമി ട്രാൻസ് ജോർദാൻ എന്നും പറഞ്ഞ് അവർക്ക് കൊടുത്തപ്പോ, ഒരു രാജ്യം ഉണ്ടാക്കി കൊടുത്തപ്പോ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം, ഇപ്പുറത്ത് കിടക്കുന്ന 23% ഭൂമി, അതായത് 28,166 ചതുരശ്ര കിലോമീറ്റർ ഭൂമി, അത് യഹൂദന് കൊടുക്കേണ്ടതായിരുന്നു. അത് ബ്രിട്ടൻ ചെയ്തില്ല. മനസ്സിലായ? ബ്രിട്ടനെ ലോകരാജ്യങ്ങൾ അധികാരപ്പെടുത്തിയത്, ചുമതലപ്പെടുത്തിയത് യഹൂദന് അവിടെ ഒരു ഭൂമി ഉണ്ടാക്കി കൊടുക്കണം, യഹൂദന് രാജ്യം ഉണ്ടാക്കി കൊടുത്തില്ല, മറ്റവർക്ക് കൊടുത്തു. ശരി, എന്നാൽ ബാക്കി അവശേഷിക്കുന്ന ഭൂമിയെങ്കിലും കൊടുക്കാം, അത് ചെയ്തില്ല, അത് വെറുതെ അങ്ങോട്ട് ഇട്ട്. അപ്പുറത്ത് ട്രാൻസ് ജോർദാൻ എന്ന് പറഞ്ഞൊരു രാജ്യം ഉണ്ടാവുകയും ചെയ്തത്. ഇത് 1922 സംഭവിച്ചതാണ്. യഥാർത്ഥത്തിൽ പലസ്തീനികൾക്ക് ഒരു രാജ്യം ഉണ്ടായിട്ടുണ്ട്, അത് 1922 തന്നെ ഉണ്ടായിട്ടുണ്ട്. അവരവിടെ താമസിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ എന്തുണ്ടായെന്നറിയോ, അവിടെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾ ഉണ്ടല്ലോ, അതായത് ട്രാൻസ് ജോർദാനിലെ അന്ന് അവിടെ പോയ ആ മുസ്ലിങ്ങൾ പിന്നീട് ഇങ്ങോട്ടേക്ക് കുടിയേറാൻ തുടങ്ങി, ഇസ്രായേലിലേക്ക്. ഇവിടെ ഓൾറെഡി ഇപ്പുറത്ത് കുറെ മുസ്ലിങ്ങളുണ്ട്, അതല്ലാതെ ട്രാൻസ് ജോർദാനിലുള്ള മുസ്ലിങ്ങൾ മാത്രമല്ല, ഈജിപ്ത് എല്ലാം ജിഹാദ് നടത്താൻ വേണ്ടി വരികയാണ്. ജിഹാദ് നടത്താൻ വേണ്ടി ഈജിപ്തിൽ നിന്ന് വന്നിട്ടുണ്ട്, സിറിയയിൽ നിന്ന് വന്നു, ലെബനോനിൽ നിന്ന് വന്നു, ഇറാഖിൽ നിന്ന് വന്നു, ഇങ്ങനെ പല ഇടങ്ങളിൽ നിന്ന് ബാക്കിയുള്ള ആ 23% ഭൂമിയിലേക്ക് ബാക്കിയുള്ളവരൊക്കെ വരികയാണ്. അവർ കണ്ട് വീണ്ടും അവിടെ കലാപവും പ്രശ്നമൊക്കെ ഉണ്ടാക്കുക. അതങ്ങനെയൊക്കെ വന്ന് സൈ കെട്ടിട്ടാണ് പിന്നീട് 1947 ഡിസംബറിൽ ഐക്യരാഷ്ട്രസഭ വീണ്ടും ആ പ്രദേശത്തിനെ കുറിച്ചൊരു ഇതെടുക്കാൻ വേണ്ടിയിട്ട് വോട്ടെടുപ്പൊക്കെ നടത്തിയിട്ട് ഇസ്രായേൽ രാഷ്ട്രം ഉണ്ടാകട്ടെ എന്ന് പറയും. യഥാർത്ഥത്തിൽ ഈ മൊത്തം ഭൂമിയുടെ 77% മുസ്ലിങ്ങൾക്ക് ആദ്യമേ കിട്ടിയതാണ്. ബാക്കിയുള്ള 23% ഭൂമിയാണ് പിന്നെ വിഭജിക്കുന്നത്. അതിന് യഹൂദിന് എതിർപ്പുണ്ടായില്ല. യഹൂദ അന്നത്തെ ബെൻഗൂറിയൻ പറയുന്നുണ്ട്, ഇത് വളരെ
അനീതി നിറഞ്ഞ ഒരു വിഭജന പദ്ധതിയാണ് നിങ്ങൾ ഈ പറയുന്നത്. ലോകരാഷ്ട്രങ്ങളോട് പറഞ്ഞ ഐക്യരാഷ്ട്രസഭയോട് പറഞ്ഞത് ഇത് വളരെ അനീതി നിറഞ്ഞൊരു വിഭജന പദ്ധതിയാണ്. എന്നാലും ഞങ്ങൾ അത് അംഗീകരിക്കുന്നു. കാരണം ധാരാളം ഭൂമിയും അതിനോടൊപ്പം എണ്ണിയാലൊടുങ്ങാത്ത പ്രശ്നങ്ങളും ഉണ്ടാകുന്നതിനേക്കാൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കുറച്ച് ഭൂമിയേ ഉള്ളെങ്കിലും അവിടെ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ജീവിക്കാനാണെന്നാണ് ബെൻഗൂറിയൻ അന്ന് പറഞ്ഞത്. പക്ഷെ അറബികൾ സമ്മതിച്ചില്ല. അറബികൾ അതുപോലെ അംഗീകരിച്ചില്ല. അതായത് മൊത്തം ഭൂമിയുടെ 77% ഇവർക്ക് അറബികൾക്ക് കിട്ടിയ ഒരു ഇതില് ബാക്കിയുള്ള ഭൂമി വിഭജിക്കുന്ന പറഞ്ഞപ്പോ അത് മൂന്നായിട്ടാണ് വിഭജിക്കുന്നത്. യഹൂദനും അതുപോലെ മുസ്ലിങ്ങൾക്കും, ബാക്കി ഈ യെരുസലേം ആർക്കും ഇല്ല. അത് UN കീഴിൽ നിർത്തും എന്ന് പറഞ്ഞു. അങ്ങനെ മൂന്നായിട്ട് വിഭജിക്കുകയാണ്. അത് യെരുസലേം കിട്ടില്ല എന്ന് പറഞ്ഞപ്പോ യഹൂദന്മാർക്ക് വിഷമായിരുന്നു. എന്നാൽ അവർ പറഞ്ഞു സാരമില്ല, ഞങ്ങൾ ഈ വിഭജന പദ്ധതി അംഗീകരിക്കുന്നു പറഞ്ഞു. അതിന് അംഗീകരിക്കാതെ തള്ളിക്കളഞ്ഞവർ അറബികളാണ്. മനസ്സിലായ? പറ്റില്ല എന്ന് പറഞ്ഞു. യഹൂദന് കാല് കുത്ത സ്ഥലം ഞങ്ങളോട് കൊടുക്കില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അന്ന് അതുവരെയൊക്കെ ഐക്യരാഷ്ട്രസഭയുടെ സേന അവിടെ ഉണ്ടായിരുന്നു. ഈ വിഭജന പദ്ധതി അത് 1948 മെയ് 14 ഇസ്രായേൽ രാഷ്ട്രം ഇതാകുന്നത്. ഡിസംബറിൽ വോട്ടെടുപ്പൊക്കെ നടത്തിയെങ്കിലും പിന്നീട് 5 മാസം കഴിഞ്ഞിട്ടാണ് രാഷ്ട്രമാകാനുള്ളത്. അപ്പൊ അതിനു മുമ്പേ തന്നെ ഐക്യരാഷ്ട്രസഭ ചെയ്ത ചതി, അവിടുന്ന് ഐക്യരാഷ്ട്രസഭയുടെ സേനയെ പിൻവലിച്ചു. യഹൂദന്റെ കയ്യിൽ ആയുധമില്ല, ഒന്നുമില്ല. ബാക്കി അപ്പുറത്തുള്ള രാജ്യങ്ങളാണ് വരുന്നത്, യഹൂദനെതിരെ വരുന്നത്. ഈജിപ്ത് ആയാലും യോർദാൻ ആയാലും സിറിയ ആയാലും ഈ ബാക്കി ഇറാഖ്, അങ്ങനെ ടീമുകളെല്ലാം ഇവർക്കെതിരെ ആയുധമായിട്ട് ഇവന് ഒന്നുമില്ല. അവിടെ ഉണ്ടായിരുന്ന സൈന്യത്തെ മൊത്തം ബ്രിട്ടനും കൊണ്ടുപോയി, ഐക്യരാഷ്ട്രസഭയും കൊണ്ടുപോയി. അപ്പൊ അവരെല്ലാരും വിചാരിച്ചത് ഇതോടുകൂടി തീർന്നു, യൂതം തീർന്നു, ജൂതന്റെ കാര്യം കഴിഞ്ഞെന്നാ വിചാരിച്ചത്. പക്ഷെ ദൈവം ജൂതനെ സംരക്ഷിച്ചു. അവൻ തിരിച്ചടിച്ചു. അവന് ആ കാര്യങ്ങളല്ല, അതൊക്കെ നല്ല ത്രസിപ്പിക്കുന്ന ചരിത്രമാണ്. ആ ഗോൾഡ മേയർ ഒക്കെ അമേരിക്കയിൽ പോയിട്ട് നടത്തുന്ന പ്രസംഗമൊക്കെ ഉണ്ട്. നല്ല രസമാണ്. ദൈവനുവദിച്ച് നമുക്ക് ഇതൊക്കെ കേൾക്കാം. ഞങ്ങൾ ഈ റൂം ഇതോടുകൂടി തീർക്കുന്നില്ല, മുന്നോട്ട് പോകുമ്പോൾ ആ ചരിത്രമൊക്കെ പറയുന്നുണ്ട്. അപ്പോ ആ ഇതൊക്കെ ചെയ്ത് ഞാൻ പറഞ്ഞു വന്നത്, യഹൂദനല്ല ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത്. യഹൂദൻ ഇതിനകത്ത്, ഈ ഭൂമിക്കകത്തും അനീതിയാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത്. അവനോട് അന്യായമേ കാണിച്ചിട്ടുള്ളൂ. ലോകരാജ്യങ്ങൾ മൊത്തം അവനോട് അന്യായമേ കാണിച്ചിട്ടുള്ളൂ. എന്നിട്ട് യഹൂദൻ പറഞ്ഞു സാരമില്ല, ഞങ്ങളത് അംഗീകരിക്കുന്നു, പ്രശ്നമില്ല, ജീവിക്കട്ടെ, കുറച്ച് ഭൂമിയുള്ളെങ്കിൽ അതിൽ വെച്ച് ഞങ്ങൾ ഇതാക്കാന്ന് പറഞ്ഞു. സമ്മതിച്ചില്ല. ഇവന്മാര് ഇത് ചെയ്യുന്ന സമയത്ത് ഈ മൊത്തം ഈ 1,20,466 ചതുരശ്ര കിലോമീറ്റർ ഭൂമി മൊത്തം ഉണ്ടായിരുന്ന ഭൂമിയിൽ നിന്ന് ഈ വിഭജനം ഇത് വന്ന സമയത്ത് ആകെ 8,000 ചില്ല ചതുരശ്ര കിലോമീറ്റർ ഭൂമിയെ യഹൂദന് കിട്ടുന്നുള്ളൂ. മൊത്തമുള്ള ആ ഭൂമിയിൽ നിന്ന് 77% 22 പോയി, ട്രാൻസ് ജോർദാൻ എന്നും പറഞ്ഞു. പിന്നെ ബാക്കിയുള്ള 28,166 ചതുരശ്ര കിലോമീറ്റർ ഭൂമിയിൽ നിന്ന് ഇവന് കിട്ടുന്ന 8,000 ചില്ല ചതുരശ്ര കിലോമീറ്റർ ഭൂമിയാണ്. അതാവും മതി എന്ന് പറഞ്ഞതാ. അന്നേരമാണ് ഇവന്മാരല്ലേ എതിർത്ത് ഇവനെ ഇല്ലാതാക്കുന്നു പറഞ്ഞു വന്ന് യുദ്ധമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവന്റെ കയ്യിൽ 3 ഇരട്ടി ഭൂമി. മനസ്സിലായി? 8,000 ചതുരശ്ര കിലോമീറ്ററിൽ നിന്ന് 24,000 ചില്ല ചതുരശ്ര കിലോമീറ്റർ ഭൂമിയായി. അത് കഴിഞ്ഞ് 6 ദിവസത്തെ യുദ്ധത്തിന് വന്നപ്പോഴാണ് രസം. ഈജിപ്തിന്റെ ആ മരുഭൂമി ഉണ്ടല്ലോ, സീനായ് മരുഭൂമി, അത് മൊത്തം ഇവന്റെ കയ്യില്. അവന്റെ ഭൂമിയുടെ അളവ് പിന്നെയും കൂടി. പിന്നെ ഇവര് സമാധാനമായി ജീവിക്കാൻ ആഗ്രഹം ഉണ്ടെന്നും പറഞ്ഞിട്ട് അതൊക്കെ പിന്നെ വിട്ടുകൊടുത്തു. സമാധാന ഉടമ്പടിയുടെ ഭാഗമായിട്ട് ഈജിപ്തിനെ തിരിച്ചു കൊടുത്തു. അത് വേറെ കാര്യം. പക്ഷെ ഈ ഇവന്മാരി പ്രചരിപ്പിക്കുന്ന പോലെയൊന്നും അല്ല. ഇസ്രായേലിന് യഥാർത്ഥത്തില് ഇവര് പറയുന്ന പോലെ വലിയ വിശാലമായ ഇസ്രായേൽ, ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു പദ്ധതി ഇവരുടെ ഉള്ളിലുണ്ടെങ്കിൽ ഇവര് ഈ ഭൂമിയൊന്നും വിട്ടുകൊടുക്കില്ല. ഇപ്പൊ ഈ ഗാസ പോലും 2005 അവർ വിട്ടുകൊടുക്കുന്നത്. 67 യുദ്ധത്തില് ഈജിപ്തിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ഭൂമിയാണത്. ഈജിപ്തിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ഭൂമി ഓർക്കണം, പലസ്തീനികളുടെ എന്നല്ല, ഈജിപ്തിന്റെ. അത് തിരിച്ചു കൊടുക്കേണ്ടത് ഈജിപ്തിനായിരുന്നു. ഈജിപ്തിനെ തിരിച്ചു കൊടുക്കാതെ അവർ പലസ്തീനികൾക്ക് തിരിച്ചു കൊടുത്തു, നിങ്ങൾ അവിടെ താമസിച്ചെന്നും പറഞ്ഞിട്ട്. ഈ പലസ്തീനികൾ, ഹമാസൊക്കെ എന്താ ചെയ്തെന്ന് അറിയാമോ? അവിടെ ആ പ്രദേശത്ത് നിങ്ങൾ ഇപ്പൊ അധികം കാണുന്നില്ല, മുമ്പ് ആ ചിത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ അതൊക്കെ ഗൂഗിളിൽ നിന്ന് മാറ്റി. അതായത് ആ 2005 മുമ്പുള്ള ഗാസയുടെ ചിത്രങ്ങൾ കാണും. ഗാസ ശരിക്കും യഹൂദന്മാർ അവിടെ പണിയെടുത്തിട്ട് തോട്ടങ്ങൾ, മുന്തിരിത്തോട്ടങ്ങൾ, നല്ല പച്ചപ്പ് നിറഞ്ഞ മുന്തിരിത്തോട്ടങ്ങളൊക്കെ കാണാം ആ ഫോട്ടോസിൽ. അങ്ങനെ പലതുമായിട്ട് അവരവിടെ നല്ല മെച്ചപ്പെടുത്തി എടുത്തതാണ് അത്. 2005 ഇവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോ ഈ പലസ്തീൻ തീവ്രവാദികൾ ചെയ്തത്, അത് നശിപ്പിക്കുക, ഈ ഹമാസിന്റെ ടീമുകൾ ചെയ്തത് ആ തോട്ടങ്ങളെല്ലാം കത്തിച്ചു കളയുക ചെയ്തത്. അവിടുത്തെ, അതായത് പണിയെടുത്ത് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാക്കി മൊത്തം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പണിയെടുത്ത് ജീവിക്കുന്നവരായിട്ട് ഈ ഇവര് മാറിയാൽ, പലസ്തീനികൾ മാറിയാൽ വിദേശത്തു നിന്ന് ഫണ്ട് കിട്ടില്ല. ഇപ്പൊ ലോകത്ത് എത്രയോ രാജ്യങ്ങളുണ്ട്, നമ്മൾ അവരെയൊക്കെ പോയിട്ട് സഹായിക്കുന്നുണ്ടോ? അവൻ പണിയെടുത്ത് അവന്റെ കാര്യം നോക്കി ജീവിക്കുന്നു, നമ്മൾ പണിയെടുത്ത് നമ്മുടെ കാര്യം നോക്കി ജീവിക്കുന്നു. പക്ഷെ ഈ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ പോയിട്ട് തെണ്ടി കാശുണ്ടാക്കണമെങ്കിൽ ഇവിടെ അവൻ പണിയെടുത്ത് ജീവിക്കാൻ പാടില്ല. അതുകൊണ്ട് അവിടുത്തെ തോട്ടങ്ങളും മറ്റു എല്ലാ അവിടുത്തെ ഫാക്ടറികള്, യഹൂദം പണിത എല്ലാ സാധനവും നശിപ്പിച്ചു കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഗാസയിലുള്ള സാധാരണക്കാരന്, പലസ്തീനിക്ക് ജീവിക്കാൻ വകയില്ല. പിന്നെ അവന്റെ കഷ്ടപ്പാടും ദുരിതവും പറഞ്ഞ് ലോകം മുഴുവൻ തെണ്ടും.
തെണ്ടി കിട്ടുന്ന കാശ് ഇവന്മാര് എടുത്ത് മുട്ടടിക്കും. ഇവര് ആയുധം ഉണ്ടാക്കും. പിന്നെ പാരീസിലും ഖത്തറിലും പലയിടങ്ങളിലും വലിയ മാൻഷൻസ് ഒക്കെ വാങ്ങി അവിടെ അവര് ആഡംബര ജീവിതം നയിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള പണി ചെയ്യുന്നത്. നിങ്ങൾ നോക്കിയാൽ മതി. ഈ പഴയ ആർക്കൈവ്സിലൊക്കെ പോയി നോക്കണം, എന്നാലേ കിട്ടുള്ളൂ. നിലവിൽ ഇതൊക്കെ അവർ പലതും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുക. പക്ഷെ ഒരു 2010 ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അത്. ഇവര് കത്തിച്ച് കളഞ്ഞ ഫോട്ടോസ് അടക്കം പലതും ഉണ്ട്. ആ ഫാമുകൾ, എത്ര ഫാമുകൾ ഇവർ നശിപ്പിച്ചെന്നറിയോ? ഇവര് ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നാറിയ കളി ഇവര് കളിക്കും. കാരണം കിതാബിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, അത് നടപ്പാക്കണം. അത് നടന്നില്ലെങ്കിൽ മുഹമ്മദ് കള്ളപ്രവാചകനാന്ന് വരും. കാരണം മുഹമ്മദ് പറഞ്ഞത് നിങ്ങൾ യഹൂദന്മാരുമായിട്ട് യുദ്ധം ചെയ്യും, എന്നിട്ട് യഹൂദന്മാർ തോൽക്കും. അവസാനത്തില് യഹൂദന്മാർ തോൽക്കും. തോറ്റു കഴിഞ്ഞിട്ട് യഹൂദൻ പോയി ഒളിച്ചിരിക്കും, കല്ലിന്റെയും മരത്തിന്റെയും ഒക്കെ പുറകിൽ ഒളിച്ചിരിക്കുമ്പോൾ ആ കല്ല് വിളിച്ചു പറയും, ഓ മുസ്ലിമേ, ദേ എന്റെ പുറകിൽ ഒരു യഹൂദൻ ഒളിച്ചിരിക്കുന്നു, വന്നവനെ കൊല്ലൂ എന്ന് കല്ലും മരമൊക്കെ വിളിച്ചു പറയുന്ന മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട്. ഒരു മരം ഒഴികെ, ഗർഗതുമരം ഒഴികെ ബാക്കിയുള്ള എല്ലാ മരം. ഈ ഗർഗതുമരം എന്താണെന്ന് ചോദിച്ചാൽ മുസ്ലിങ്ങൾക്ക് പറഞ്ഞൂടാ ഏതാന്നുള്ളത്. ഏതോ ഒരു മരം, മുഹമ്മദ് പറഞ്ഞ മരമാണ്. അപ്പൊ ഈ ഒരു സാധനം ഉള്ളത് കൊണ്ട് അത് നടന്നില്ലെങ്കിൽ, ലോകാവസാനത്തിന് മുമ്പ് അത് നടന്നില്ലെങ്കിൽ മുഹമ്മദ് കള്ളപ്രവാചകനാന്ന് വരും. അത് വരാതിരിക്കാൻ വേണ്ടി യുവന്മാര് ചെയ്യുന്ന പണിയാണ് ഇത്. യഹൂദനെ ഇല്ലാതാക്കണം, യഹൂദനെ പരാജയപ്പെടുത്തണം. വല്ല നാറിയ കളി കളിക്കുന്നു. പക്ഷെ യഹൂദൻ കൃത്യമായിട്ട് അവൻ മതത്തിന്റെ ഇതിലല്ല, അവന്റെ തല വെച്ച ബുദ്ധി വെച്ച കളിക്കുന്നത്. ഇവന്മാർക്ക് ഇല്ലാത്ത സാധനം അതാണ്. വേറെ കാര്യം ചോദിച്ചോട്ടെ? ഹലോ, ചോദിക്കുന്നത് ഞാൻ ചോദിക്കാൻ വന്നത് ബ്രദറെ, ഇതിനകത്ത് നമ്മൾ പലപ്പോഴും, അല്ലെങ്കിൽ ഇവര് പറയാതെ പോകുന്നതും നമ്മൾ കാണാതെ പോകുന്നതുമായ വേറൊരു വശമുണ്ടല്ലോ. അതായത് ഈ ലീഗ് ഓഫ് നേഷൻസ് യഹൂദന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സ്വതന്ത്ര രാജ്യം, അല്ലെങ്കിൽ അവർക്ക് ഒരു സ്വന്തമായിട്ടൊരു താമസ സൗകര്യം ഉണ്ടാക്കി കൊടുക്കണമെന്നുള്ള ആ വ്യവസ്ഥ ബ്രിട്ടനോട് പറയുമ്പം, ബ്രിട്ടൻ വാസ്തവത്തില് ആ സമയത്ത് ഈ കോളനൈസേഷന്റെ ഭാഗമായിട്ട് നമ്മൾ ഇപ്പോഴവിടെ പറയുന്ന പല രാജ്യങ്ങളും, അതായത് ജോർദാൻ ആകട്ടെ, അല്ലെങ്കിൽ ഇപ്പുറത്തെ സൗദിയുടെ കുറെ പ്രദേശങ്ങളാകട്ടെ, എന്താ പറയുന്നത്, ഇതെല്ലാം അന്ന് ഈ ഫ്രാൻസിന്റെയും ബ്രിട്ടന്റെയും ഒക്കെ കീഴിൽ തന്നെ ആയിരുന്നല്ലോ. അതായത് ഇപ്പം ഇന്നത്തെ ഇറാഖ് അടക്കമുള്ള പ്രദേശങ്ങളെല്ലാം ബ്രിട്ടീഷ് കോളനിയുടെ ഭാഗമായിരുന്നു. സിറിയയുടെ പ്രദേശങ്ങള്, ഇതെല്ലാം ആ ബ്രിട്ടന്റെ കോളനി, അല്ലെങ്കിൽ ഫ്രാൻസിന്റെ, കുറെ കാലം ഫ്രഞ്ച് കൈവച്ചിരുന്നു. അപ്പൊ ഇവരുടെ എല്ലാം കൈവശം ഇരുന്ന ഭൂമി തന്നെയാണല്ലോ ഈ പറയുന്ന എല്ലാ ഏരിയയും. അപ്പൊ ഇവിടെ ഇസ്രായേലിന് മറ്റൊരു രാജ്യം, മറ്റൊരു രാജ്യമല്ല, ഇസ്രായേലിന് സ്വതന്ത്രമായ ഒരു രാജ്യം വേണമെന്ന് പറയുമ്പോൾ ഇതേ കാലഘട്ടത്തിൽ തന്നെ ഈ പറഞ്ഞ ജോർദാൻ ഉൾപ്പെടുന്ന പ്രദേശമായിക്കോട്ടെ, സിറിയ ഉൾപ്പെടുന്ന പ്രദേശമായിക്കോട്ടെ, ഇറാൻ ഉൾപ്പെടുന്ന ആയിക്കൊള്ളട്ടെ, ഇന്ത്യ ഇവിടെ, അതുപോലെ തന്നെ ഈ സിലോണ്, ഇവിടെ ഈ പറയുന്ന പ്രദേശങ്ങളെല്ലാം ബ്രിട്ടൻ അവരുടെ രാജ്യത്തിന്റെ വലിപ്പം ഇങ്ങനെ അവരുടെ ഓരോ കോളനി ഏരിയാസും സ്വതന്ത്ര രാജ്യങ്ങളായി പ്രഖ്യാപിച്ച് പോവുക. ആ കൂട്ടത്തിൽ അവിടെ എല്ലാ സ്ഥലങ്ങളിലും അവർക്ക് സ്വതന്ത്രമായ രാജ്യങ്ങൾ കിട്ടാനുള്ള, എന്താ നമ്മളതിനെ പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയേണ്ടി വരും, സ്വാതന്ത്ര്യ സമരങ്ങൾ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടാനുള്ള നടപടിക്രമങ്ങളിലേക്ക് ഓരോ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. അതിന്റെ ഭാഗമായിട്ട് യഹൂദനൊരു രാജ്യം വേണമെന്ന് വരുന്നു, മുസ്ലിങ്ങൾക്ക് മറ്റൊരു രാജ്യം വേണമെന്ന് വരുന്നു. അപ്പോൾ തന്നെ ജോർദാൻ ട്രാൻസ്ജോർഡാൻ ഏരിയയിൽ ഈ ടോട്ടൽ ഭൂപ്രദേശത്തു നിന്ന് ഒരു രാജ്യം ബ്രിട്ടൻ മുസ്ലിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു. ഇന്നത്തെ പലസ്തീൻ നേതാക്കന്മാരും മരിച്ചുപോയ പലസ്തീൻ നേതാക്കന്മാരിൽ ഒരാൾ പറഞ്ഞ കാര്യമാണ് അനിൽ ബ്രദർ വായിച്ചത്. അതിൽ അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ മിസ്രികളല്ലയോ, ഞങ്ങൾ ജോർദാനികളല്ലയോ, ഞങ്ങൾ ഇറാഖിൽ നിന്ന് വന്നവരല്ലയോ, ഞങ്ങൾ സൗദിയിൽ നിന്ന് വന്നവരല്ലയോ, ഞങ്ങൾ സിറിയക്കാരല്ലയോ എന്ന് പറയുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻ, ബ്രിട്ടന്റെ തന്നെ കോളനിവൽക്കരിക്കപ്പെട്ട പ്രദേശങ്ങളിൽ ഇവർ ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം സ്വതന്ത്ര രാജ്യങ്ങളുണ്ടായി. ആ സ്വതന്ത്ര രാജ്യങ്ങളിൽ ഒന്നും നിൽക്കാതെ പലസ്തീൻ എന്ന പേരിൽ ഒരു കാലത്തും ഇല്ലാതിരുന്ന ഒരു രാജ്യത്തിന്റെ പേര് പറഞ്ഞ് ഇവർ ഇങ്ങോട്ട് വരുമ്പോൾ വാസ്തവത്തിൽ അവർക്ക് അനുവദിക്കപ്പെട്ട, അല്ലെങ്കിൽ അവരുടെ പൂർവികർക്ക് ഞങ്ങൾ അവിടുത്തുകാരല്ലേ എന്ന് ഇവർ പറയുമ്പോൾ അവരുടെ പൂർവികർക്ക് ബ്രിട്ടന്റെ തന്നെ കോളനിയിൽ നിന്ന് സ്വതന്ത്ര രാജ്യങ്ങൾ കൊടുത്തില്ലേ? അതുപോലെ ഒരു സ്വതന്ത്ര രാജ്യത്തിന്റെ കൊടുപ്പല്ലേ ലീഗ് ഓഫ് നേഷൻസ്? അന്ന് ലീഗ് ഓഫ് നേഷൻസ് ആണല്ലോ. അപ്പം ഇവിടെയുള്ള ആഗോള വ്യാപകമായ ഒരു പുതിയ രാജ്യം ഉടലെടുക്കുമ്പോൾ അതിന് വേണ്ടുന്ന എല്ലാ മാൻഡേറ്റുകളും കൃത്യമായി പാലിച്ചുകൊണ്ട് സ്ഥാപിക്കപ്പെട്ട ഒരു രാജ്യവും
ബ്രിട്ടന്റെ കോളനിയിൽ നിന്നാണ് വേർതിരിയുന്നത് എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ബ്രിട്ടന്റെ കോളനിയിൽ നിന്ന് വേർതിരിഞ്ഞതല്ലേ മറ്റു രാജ്യങ്ങളും. അപ്പൊ ഇവര് വാസ്തവത്തിൽ ഇവര് അവിടെയല്ലേ കിടക്കേണ്ടത്? ഇവിടെ ഈ യഹൂദന് സ്വതന്ത്രമായ രാജ്യമുണ്ടായത് സ്വാതന്ത്ര്യ സമരത്താൽ അല്ല എന്നും അതിന് ഈ സിയോണിസ്റ്റ് സംഘടനകൾ ചെയ്ത പ്രവർത്തികളൊന്നും സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമേ അല്ല. ഇവർക്കുണ്ടായ രാജ്യങ്ങളെല്ലാം നൂറ്റാണ്ടുകളായിട്ട് അങ്ങനെ നിലനിൽക്കുകയായിരുന്നു എന്നുള്ള ഒരു കള്ളത്തരവും ഇതിനിടയിലൂടെ കടന്നു വരികയാണ്. അങ്ങനെ ആവുമ്പോൾ ഈ ബ്രിട്ടീഷ് കോളനിവൽക്കരിക്കപ്പെട്ട ഭൂപ്രദേശത്തു നിന്നുള്ള ഇവരും ഈ സമദുഃഖിതരായിരുന്നില്ലേ? ഇവർ സമദുഃഖിതരിൽ ആദ്യം രാജ്യം കിട്ടിയത് അവർക്കും അവര് ആ പ്രദേശങ്ങളിലെല്ലാം സ്വതന്ത്ര രാജ്യങ്ങളായി നിൽക്കെ പിന്നെ ഇവര് എന്തിന്റെ പേരിലാണ് ഈ പലസ്തീൻ ഉണ്ടാക്കണമെന്നും പറഞ്ഞുകൊണ്ട് വരുന്നതെന്നാണ് നമുക്ക് പിടികിട്ടാത്തത്. അപ്പൊ ഇവരുടെ ആസ്തിക്യം ബ്രിട്ടൻ അവർക്ക് കൊടുത്ത ആ ഒരു എന്താ പറയുന്ന ആ ഒരു സാധ്യതയിൽ നിന്നല്ല ഇവർ ഈ പറയുന്ന രാജ്യങ്ങൾ ഇപ്പൊ നിലവിൽ വന്നിരിക്കുന്നത്, അല്ല എന്ന് പറയാൻ പറ്റുമോ? ബ്രദറെ, ഇത് ഈ ജിഹാദ് നടത്താൻ വേണ്ടി ഇങ്ങനെ ചെല്ലുക എന്നുള്ളത് ഇവരുടെ മതത്തിന്റെ ഇതാണ് ബ്രദറെ. ഈ യഹൂദൻ അവിടെ വന്ന് കാശ് കൊടുത്തി. സത്യം പറഞ്ഞ യഹൂദന്മാർ ആദ്യകാലത്ത് സ്വന്തം രാജ്യത്തെ കുറിച്ചൊന്നും പറയുന്നില്ല ബ്രദറെ. അവർക്ക് സ്വന്തം രാജ്യം വേണമെന്നുള്ള ഒരു അങ്ങനത്തെ ഒരു അവകാശം ഒന്നും അവർ ഉന്നയിക്കുന്നില്ല. അവരെ സംബന്ധിച്ച് അവര് ഇവിടെ വന്നിട്ട്, അതായത് ഈ എന്താണ് തുർക്കികളുടെ, അന്ന് ഒട്ടോമൻ തുർക്കികളുടെ കീഴിലാണ് ഒന്ന് 1860-70 ആ കാലത്തെ ചെറുതായിട്ട് വരാൻ തുടങ്ങി. 50 മുതൽ ചെറുതായിട്ടുള്ള ഇതും, എന്നാൽ 1880 മുതൽ ആലിയ എന്ന് പറയും. ആലിയ ഒന്നാമത്തെ ആലിയ ഇതായിട്ട് വരുന്നത് വലിയ കുടിയേറ്റം അങ്ങോട്ടേക്കുള്ള ആ പ്രദേശത്തേക്കുള്ള അത് 1880 മുതൽ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ അന്ന് വരുമ്പോ ഇവര് തുർക്കികളുടെ കീഴിലായാലും അത് കഴിഞ്ഞത് ബ്രിട്ടന്റെ കയ്യിൽ പോയപ്പോ ബ്രിട്ടീഷുകാരുടെ കീഴിലായാലും സമാധാനത്തോടെ കഴിയണം എന്നുള്ള ചിന്ത തന്നെ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതായത് സ്വന്തം രാജ്യം എന്നുള്ള ഇതൊന്നും അപ്പൊ പറയുന്നില്ല. എന്നാൽ അവർക്ക് മനസ്സിലായി ഇവിടെ ജീവിക്കാൻ പറ്റില്ല, ഇവന്മാർ ഈ അറബികൾ അതാ ഇത് തന്നെ ഇവര് ഈ എന്താണ് ജിഹാദ് നടത്താൻ വേണ്ടിയിട്ട് അത് വരുന്ന പരിപാടി ഇത് പണ്ടേ ഇക്കാലത്തും ഉണ്ട്, പണ്ട് എല്ലാ കാലത്തും ഉള്ളതാണ്. ഇപ്പോ അഫ്ഗാനിസ്ഥാനിൽ കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചു, ഓർമ്മയുണ്ടോ? നമ്മുടെയൊക്കെ ചെറുപ്പകാലമാണ് അന്ന്. അഫ്ഗാനിസ്ഥാൻ അവിടെ കമ്മ്യൂണിസ്റ്റ്, അതായത് സോവിയറ്റ് റഷ്യ, അവിടേക്ക് സോവിയറ്റ് യൂണിയന്റെ ഇതിൽ അധിനിവേശമൊക്കെ ഉണ്ടായി. എന്നിട്ട് ഈ നജീബുള്ളനെ അവിടുത്തെ ഭരണാധികാരിയൊക്കെ ആക്കിയ സമയത്ത് അവരുമായിട്ട് ജിഹാദ് നടത്താൻ വേണ്ടി ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും മുസ്ലിങ്ങൾ അങ്ങോട്ടേക്ക് വന്നു. പല പല ഭീകര സംഘടനകൾ അവിടെ ഉണ്ടായി. ഇപ്പോ അൽ ഖയ്ദയൊക്കെ ഉണ്ടാകുന്ന അങ്ങനെയാണ്. അത് അമേരിക്കയാണ് ഇവരൊക്കെ കുറെ എണ്ണത്തിനെ കൊണ്ടുവന്നത്. അത് ശീതയുദ്ധത്തിന്റെ ഭാഗമാണ്, അത് വേറെ കാര്യം. പക്ഷെ ഒസാമ ബിൻ ലാദൻ, സൗദി അറേബ്യൻ കോടീശ്വരനായ ഒസാമ ബിൻ ലാദൻ അവിടേക്ക് വരുന്നത് ജിഹാദ് നടത്താൻ വേണ്ടിയിട്ടാണ്. വേറെ പല ഇടങ്ങളിൽ നിന്ന് അവിടേക്ക് ജിഹാദ് നടത്താൻ വേണ്ടി വന്നു. ഈ വന്ന ടീമുകൾ ഇവന്മാര് തമ്മിൽ ഐക്യമില്ല, അത് വേറെ കാര്യം. ഇവര് സോവിയറ്റ് യൂണിയനെ എതിർക്കാനുള്ള കാര്യത്തിന് മാത്രമേ ഇവർക്ക് ഐക്യമുള്ളൂ, ബാക്കി ഇവന്മാര് തമ്മിത്തല്ലാണ്. ഈ തമ്മിത്തല്ല് കണ്ടു കഴിഞ്ഞിട്ടാണ് ഈ ഒസാമ ബിൻ ലാദൻ അൽ ഖ്വയ്ദ ഉണ്ടാക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അൽ ഖ്വയ്ദ എന്ന് പറയുന്നത് ശരിക്കും അതൊരു ഭീകര സംഘടനയല്ല. അത് അൽ ഖ്വയ്ദ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം മാത്രമാണ്. പുള്ളി അത് ഒരുക്കി കൊടുത്തതാണ്. അൽ ഖ്വയ്ദ ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും. എന്നാൽ ആ പ്ലാറ്റ്ഫോമിനകത്ത് വിവിധ സംഘടനകൾ, ഏത് ഇസ്ലാമിക ഭീകര സംഘടനയ്ക്കും അനിൽകുമാർ അയ്യപ്പൻ പറഞ്ഞിരിക്കുന്നു അൽ ഖ്വയ്ദ ഭീകര സംഘടന അല്ല എന്ന്. നാളെ വോയിസ് എടുക്കാനുള്ള എടുത്തോണേ. അല്ല അപ്പൊ അതായത് ആ ഭീകര സംഘടനകൾക്കെല്ലാം വേണ്ടുന്നതായ സാമ്പത്തികമായ കാര്യമായാലും അല്ല ആയുധമായാലും അതെല്ലാം അൽ ഖ്വയ്ദ എത്തിച്ചു കൊടുക്കും. മനസ്സിലായ? അവിടെ ഇത് നടത്തുന്നത്, സ്ഫോടനം നടത്തുന്നത്, വെടിവെപ്പ് നടത്തുന്നതൊക്കെ പറഞ്ഞാൽ ആ ലോക്കൽ ഭീകര സംഘടനയായിരിക്കും. പക്ഷെ അതിന് വേണ്ടുന്നല്ല ഇവര് കൊടുക്കുന്നത്. പിടികിട്ടിയ അൽ ഖ്വയ്ദ എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോം എന്നാണ് അവർ ആ വാക്കിന്റെ അർത്ഥം. പ്ലാറ്റ്ഫോം, അതായത് വിവിധ ഭീകര സംഘടനകളെ ഒരുമിച്ച് നിർത്തുന്ന ഒരു പ്ലാറ്റ്ഫോം. അത് ഒസാമ ബിൻ ലാദൻ ഉണ്ടാക്കാൻ കാരണം അവിടെ അഫ്ഗാനിസ്ഥാനിൽ ചെന്ന് കഴിഞ്ഞിട്ട് മറ്റവന്മാരായിട്ട് ജിഹാദ് നടത്തുമ്പോൾ തന്നെ ഇവന്മാർ തമ്മിലുള്ള അടിയാണ്. അപ്പൊ അടി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെ ഒരു പ്ലാറ്റ്ഫോം ആക്കി നിർത്തി ഇതിന്റെ അകത്ത് ഏത് കൂട്ടർക്ക്, ഏത് സുന്നി ഭീകര സംഘടനയ്ക്കും വരാം. അവർക്ക് വേണ്ടുന്ന സാമ്പത്തികം എത്രയാണോ അത് അവർ കൊടുക്കും. അതായത് ഒരു സ്ഥലത്ത് ഭീകരപ്രവർത്തനം നടത്തണം, അവർക്ക് നടത്താൻ വേണ്ടിയിട്ട് ഇപ്പൊ കാശ്മീരിൽ ഭീകരപ്രവർത്തനം നടത്തണം. അപ്പൊ അൽ ഖ്വയ്ദയിൽ ഉൾപ്പെട്ട ഇതാണ് ജയ്ഷെ മുഹമ്മദോ അല്ലെങ്കിൽ വേറെ ലഷ്കർ ഇ തൊയ്ബ എന്നൊക്കെ ഉണ്ടെങ്കിൽ അവർ പറയാണ് ഞങ്ങൾ ഇന്ന സ്ഥലത്ത് ഒരു ഭീകരാക്രമണം നടത്താൻ പ്ലാൻ ഇട്ടു, ഞങ്ങളുടെ കയ്യിൽ പണം ഇല്ല. ആ പണം, അല്ലെങ്കിൽ അവർ പറഞ്ഞു പണം ഉണ്ട് പക്ഷെ ഞങ്ങളുടെ ആയുധം ഇല്ല. എന്നാൽ ശരി, ആയുധം ബോംബാണോ എന്താ സാധനം, അത് ഇവര് രഹസ്യമായിട്ട് അവിടെ എത്തിച്ചു കൊടുക്കും. അങ്ങനെയുള്ള അതാണ് അൽ ഖ്വയ്ദ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാണ്. ഡയറക്റ്റ് ആക്ഷൻ നടത്തുന്നത് മറ്റേ കൂട്ടരായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ജിഹാദ് അഫ്ഗാനിസ്ഥാനിലേക്ക് എന്തിനാണ് ഈ സൗദി അറേബ്യയിൽ നിന്ന് ഇയാൾ വരേണ്ട കാര്യം, അല്ലെങ്കിൽ വേറെ ഓരോ ഇടങ്ങളിൽ നിന്ന് ഇവർ വന്ന് ഇത് ഉള്ളതാണ് പറഞ്ഞത്. അവരുടെ ഒരു മതത്തിനകത്തുള്ളതാണ്. ആ ജിഹാദ് എന്നുള്ള ഇതിന്റെ ആ ഗ്രന്ഥത്തിലത് പറയുന്നുണ്ട്. അതൊരു ബാധ്യതയാണ്.
ഉമ്മത്തിനകത്തുള്ള ഏതെങ്കിലും സഹോദരനെ പീഡിപ്പിക്കുന്നത് നീ കണ്ടു കഴിഞ്ഞാൽ നീ അവിടെ പോയിട്ട് അവന് വേണ്ടി യുദ്ധം ചെയ്യണം. അപ്പൊ ഇങ്ങനെയുള്ളത് കൊണ്ട് ഇവരിവിടെ യഹൂദനെതിരെ ജിഹാദ് നടത്താൻ വേണ്ടി ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്. അതായത് ഇന്നത്തെ റഷ്യയുടെ ഭാഗത്ത്, അതായത് അന്നത്തെ സോവിയറ്റ് യൂണിയൻ, ആ, അന്നത്തെ സോവിയറ്റ് യൂണിയൻ എന്നും പറയാൻ പറ്റില്ല, കാരണം സോവിയറ്റ് യൂണിയൻ ഉണ്ടാകുന്നത് പിന്നീടാണ്. അതിനു മുമ്പേ ഉള്ള സമയത്ത് അവിടെ നിന്നുള്ള ആ ടീമുകൾ, ആ പ്രദേശത്തുള്ള ഇപ്പൊ എന്താണ് കോക്കസ് പ്രദേശം, ആ ഭൂപ്രദേശത്തൊക്കെ മുസ്ലിങ്ങൾ ധാരാളം ഉണ്ട് അവിടെ. ഈ യുഎസ്ആറിൽ നിന്നാണല്ലോ കുറെ എണ്ണം താജിക്കിസ്ഥാനും കസാക്കിസ്ഥാൻ എന്നൊക്കെ ഈ സ്ഥാൻ എന്ന് പറഞ്ഞു പോയതൊക്കെ ഇവന്മാർ ആൾക്കാരാണ്. അപ്പൊ അവിടെ നിന്നൊക്കെ വരെ വന്നിട്ടുണ്ട് ഈ ഇവിടേക്ക്, ഈ ഇസ്രായേലിലേക്ക് ജിഹാദ് നടത്താൻ വേണ്ടി ഇവന്മാർ വന്നിട്ടുണ്ട്. ഇവന്മാരെല്ലാം വന്ന് ഇവിടെ ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് ജീവിക്കാൻ പറ്റാന്ന് മനസ്സിലായപ്പോഴാണ് യഹൂദൻ ആദ്യമായിട്ട് ഇത് ചെയ്യുന്നത്. അപ്പോഴും ഒരു സ്വയംഭരണേ ചോദിച്ചുള്ളൂ, സ്വന്തം രാഷ്ട്രമല്ല. ഒരു ജൂയിഷ് ഹോംലാൻഡ് വേണം, ജൂയിഷ് നേഷൻ അല്ല അവർ ചോദിച്ചത്, ജൂയിഷ് ഹോംലാൻഡ് എന്നാണ് അവർ ആദ്യം പറയുന്നത്. അതായത് സ്വയംഭരണാധികാരമുള്ള സ്ഥലം, മൊത്തം അധികാരം ഇവർക്ക് തന്നെ ഇരിക്കട്ടെ, ബ്രിട്ടന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ സ്വയംഭരണാധികാരമുള്ള ഒരു പ്രദേശം വേണം എന്നാണ് അവർ ആദ്യം പറയുന്നത്. പിന്നീട് എന്നിട്ടും ബ്രിട്ടൻ ഇവർക്കെതിരെയുള്ള ആക്രമണങ്ങളെ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. പലപ്പോഴും അറബികളുടെ അനുകൂലമായിട്ട് കണ്ണടയ്ക്കുന്നു. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇവര് ആദ്യം ഇവിടുന്ന് വന്ന ഒരാളല്ല, ഈ യൂറോപ്പിൽ നിന്നൊക്കെ ഇങ്ങോട്ടേക്ക് വന്നവരായതുകൊണ്ട് നിയമവാഴ്ചയിൽ അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ തിരിച്ചടിക്കലല്ല, നിയമപരമായിട്ട് അതിനെ നേരിടുക എന്നുള്ള നിലയിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുന്നു, പലതും ചെയ്യുന്നു. അവിടെ നിന്നും അനുകൂലമായ ഇത് കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെ കുറെ കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് ഇത് നിയമം നോക്കിയിരുന്ന കാര്യം നടക്കില്ല, നമ്മൾ ഇല്ലാതായി പോകും. അപ്പൊ പിന്നെ ഇവര് ആയുധം എടുത്ത് തിരിച്ചടിക്കാനൊക്കെ തുടങ്ങി. ആ കാലം മുതലാണ് പിന്നെ ലഹളകൾ വരുന്നത്, പരസ്പരമുള്ള ലഹളകൾ. അതിലൊരു പ്രധാന ഇതായിരുന്നു അറബ് ജനറൽ സ്ട്രൈക്ക് എന്ന് പറയുന്ന 1934-35 കാലഘട്ടത്തിലുള്ള വലിയൊരു ലഹള. അപ്പൊ അങ്ങനെയുള്ള പല ലഹളകളൊക്കെ വരുന്നു. അതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ യഹൂദൻ ഹോംലാൻഡ് മാറ്റി, ജൂയിഷ് ഹോംലാൻഡ് എന്നുള്ളത് മാറ്റിയിട്ട് ജൂയിഷ് നേഷൻ വേണമെന്നവർ ആവശ്യപ്പെടാനൊക്കെ തുടങ്ങി. മനസ്സിലായോ? ഇത് ഇവന്മാരെല്ലാം വന്നത് ഇവർക്ക് ഇവരുടെ രാജ്യങ്ങളെല്ലാം സ്വതന്ത്രമായിട്ട് അവിടെ സ്വസ്ഥമായിട്ട് ജീവിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ജീവിക്കാതെ ഇങ്ങോട്ട് വന്നതിന്റെ കാരണം ജിഹാദ് കിതാബിനകത്തുള്ളതുമാണ്. അതുകൊണ്ടാണ് ഈ ജിഹാദ് നടത്താൻ വേണ്ടിയിട്ട് വന്നതാണ്. അൽബ്രദർ ബ്രദർ അൽബ്രദറെ ഒരു കാര്യം കൂടെ ഒരു കാര്യം ചോദിച്ചോട്ടെ. അൽബ്രദർ ഒരു കാര്യം പറഞ്ഞാൽ അത് ഈ ലീഗ് ഓഫ് നാഷണൽസ് ആണോ ഇവർക്ക് രാജ്യം ഉണ്ടാക്കി കൊടുക്കാൻ ആവശ്യപ്പെട്ടത്, അതോ ഫസ്റ്റ് വേൾഡ് വാർ ബ്രേക്ക് ഔട്ട് ചെയ്തപ്പം അന്ന് ഈ ടർക്കിക്കെതിരായിട്ടുള്ള ഒരു നിരയെ ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടല്ലേ ഇവര് ജൂതന്മാരെ കൂട്ടുന്നത്? അങ്ങനെയാണ് എൻ്റെ ഒരു ഓർമ്മ. കാരണം 5000 വരുന്ന ഈസ്റ്റേൺ യൂറോപ്പിൽ നിന്ന് വരുന്ന ചെറുപ്പക്കാരെ ലണ്ടനിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ ആർമി ഹെഡ്ക്വാർട്ടേഴ്സിൽ കൊണ്ടുവന്നിട്ട് ട്രെയിൻ ചെയ്ത് അലൻബി എന്ന് പറഞ്ഞ പട്ടാള ജനറലാണ് നയിക്കുന്നത്. അപ്പൊ അതെവിടെയാ ഈ ലീഗ് ഓഫ് നാഷൻസിന്റെ ഒരു ഓതറൈസേഷൻ അവിടെ രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഏത് കാലഘട്ടത്തിലാണ്? അതൊന്ന് വിശദീകരിക്കാമോ? ഞാനത് ശ്രദ്ധിക്കാ, അത് നമ്മൾ വായനയിൽ ഓർക്കുന്നില്ല, ചോദിച്ചേ. അല്ല, അത് 1920 സാൻറിമോ കോൺഫറൻസിൽ ആണ് ഇത് വരുന്നത്. സാൻറിമോ ആ സമയത്ത് ഈ ലീഗ് ഓഫ് നേഷൻസിലുള്ള രാഷ്ട്രങ്ങളിൽ ഇന്നത്തെ ലെവലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 52 രാഷ്ട്രങ്ങളോളം വരുന്നതാണത്. അപ്പൊ അതിന്റെ അകത്ത് എല്ലാ പ്രതിനിധികളും ഇല്ല. പക്ഷെ ഈ അതായത് ഇപ്പൊ നമുക്കത് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. ഇപ്പോ ബ്രിട്ടൻ പങ്കെടുത്തു എന്ന് വെച്ചോ, ആ കോൺഫറൻസിൽ പങ്കെടുക്കുകയാണെങ്കിൽ അത് കേവലം ബ്രിട്ടീഷ്, ഇന്നത്തെ നമ്മുടെ UK മാത്രമല്ല അത് വരുന്നത്, കാരണം ബ്രിട്ടന്റെ കീഴിലാണ് ഇന്ത്യ. അപ്പൊ ഇന്ത്യയുടെയും പ്രതിനിധിയായിട്ടാണ് ബ്രിട്ടൻ അവിടെ സംസാരിക്കുന്നത്. മനസ്സിലായോ? അതുപോലെ ബ്രിട്ടന്റെ കീഴിലാണ് ബാക്കിയുള്ള രാജ്യം, ഇതിന്റെയൊക്കെ ഇതായിട്ടാണ് വരുന്നത്. ഇങ്ങനെ ആ രാജ്യങ്ങള് വരുമ്പോ ഇപ്പൊ ഫ്രാൻസ് പങ്കെടുക്കുമ്പോൾ ഫ്രാൻസ് മാത്രമല്ല, ഫ്രാൻസിന്റെ കീഴിലുള്ള മറ്റ് കോളനികളുടെ ഒക്കെ പ്രതിനിധിയായിട്ട് വരുന്നു. ഇങ്ങനെയൊക്കെ ആയിട്ടാണ് അവിടെ ഇത് ചെയ്യുന്നത്. അപ്പൊ എന്നിട്ട് ഈ സാൻറിമോ കോൺഫറൻസിനകത്താണ് ഇവർക്ക് യഹൂദന് ഒരു രാഷ്ട്രം ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രമേയം പാസ്സാക്കുന്നത്. സാൻറിമോ കോൺഫറൻസ്, SAN-REMO കോൺഫറൻസ്, സാൻറിമോ കോൺഫറൻസ്. അതിനകത്താണ് ഇത് വരുന്നത്. പക്ഷെ മറ്റേത് ടോം സാർ പറഞ്ഞത് ശരി തന്നെയാണ്. ഇവര് യഹൂദന് ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവർക്കെതിരെയുള്ള യുദ്ധത്തില് കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ യഹൂദൻ നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. നിന്ന് അതിനകത്താണ് ഒരു വലിയ ഇത് വരുന്നത്. മറ്റേ ജെയിംസ് വിസ്മാൻ TNT കണ്ടുപിടിക്കുന്നുണ്ട്. ഈ TNTക്ക് മുമ്പ് അത്രയും സ്ഫോടക ശേഷിയുള്ള വേറൊന്നുമില്ല. ബോംബ് എന്നൊക്കെ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഇത്രയും വരുന്നില്ല.
വിസ്മാൻ ഈ TNT കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് അത് അയാള് ബ്രിട്ടന്റെ ഇതിനകത്തുള്ള ആളാണ്, ബ്രിട്ടീഷ് ലബോറട്ടറിയിലാണ് അത് കണ്ടുപിടിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇത് യുദ്ധം ജയിക്കാൻ ഇവരെ വളരെ സഹായിച്ചു. അപ്പൊ കാരണം അതുവരെയുള്ള ഏതൊരു സ്ഫോടകം ഇപ്പൊ രണ്ടാം ലോക മഹായുദ്ധത്തില് അണുബോംബ് ഉണ്ടാക്കിയത് പോലെ ആണെന്ന് വേണമെങ്കിൽ പറയാം. ആ ലെവലിലുള്ള ഇതാണ് അതിനു മുമ്പുള്ള സ്ഫോടക വസ്തുക്കളെ അപേക്ഷിച്ചിട്ട് ഈ TNTക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് TNT കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് അവരുടെ യുദ്ധം ജയിക്കാനൊക്കെ സഹായകരമായി തീർന്നു. അപ്പൊ അതിന് പ്രത്യുപകാരമായിട്ട് ചേസ് വിസ്മാനോട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ചോദിക്കുന്നുണ്ട്, എന്താണ് അത് മാത്രമല്ല ഇവരുടെ ഈ യുദ്ധത്തിലുള്ള സഹായം അല്ല, മൊത്തത്തിൽ യഹൂദന്മാരുടെ സഹായത്തിന് പ്രത്യുപകാരമായിട്ട് എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ അവരാവശ്യപ്പെട്ടത് ജൂയിഷ് ഹോംലാൻഡ് ആണ്. ജൂയിഷ് നാഷൻ അല്ല, ജൂയിഷ് ഹോംലാൻഡ് ആണ് അവര് അല്ല ആവശ്യപ്പെടുന്നത്. ബ്രദറെ, അതെ ഈ ഇയാളുടെ ഡിക്ലറേഷൻ വരുന്നുണ്ടല്ലോ ബാൽഫർ ഇവരുടെ ബാൽഫർ ബാൽഫർ ഡിക്ലറേഷൻ അല്ലെ? ഡിക്ലറേഷൻ. വാൾഫോർഡ് ഡിക്ലറേഷൻ 1917 17 17 വന്നു. അപ്പൊ ഈ ഡിക്ലറേഷൻ വരുമ്പോ തന്നെ ഹോംലാൻഡ് എന്നൊരു സംഭവത്തിലേക്ക് ബ്രിട്ടൻ അവരെ നയിക്കുന്നുണ്ട്. അതിനുശേഷം ആണ് ഈ യുദ്ധത്തിൽ. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ഇവരോട് ചോദിച്ചപ്പോ എന്ത് സഹായം വേണമെന്ന് ചോദിച്ചപ്പോ അവര് പറയുന്നത് അതിന് അപ്പൊ അവരത് അംഗീകരിച്ചു. ബ്രിട്ടീഷ് സർക്കാർ അംഗീകരിച്ചിട്ട് ബാൽഫർ ഡിക്ലറേഷൻ ഇത് ചെയ്യാണ്. അപ്പൊ ആ ബാൽഫർ ഡിക്ലറേഷനിലുള്ളത് പലസ്തീനിൽ ഒരു ജൂയിഷ് ഹോംലാൻഡ് സ്ഥാപിക്കുന്നതിന് ബ്രിട്ടീഷ് ഗവൺമെന്റ് അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇത് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ 20 പക്ഷെ അങ്ങനെ ഇത് ചെയ്തെങ്കിലും ആ സർക്കാർ മാറി, ബ്രിട്ടനിലെ ആ സർക്കാർ മാറിയിട്ട് അടുത്ത സർക്കാർ വന്നു. അടുത്ത സർക്കാരിന് പക്ഷെ ഇത് നടപ്പാക്കാൻ താല്പര്യമൊന്നുമില്ല, അവരത് ഇതായിട്ട് കൊണ്ടുപോവാണ്. മാത്രമല്ല ആ സമയത്ത് ഞാൻ പറഞ്ഞ പോയിന്റ് അതല്ല. 17 ഈ വാൾഫോർഡ് ഡിക്ലറേഷൻ വന്നിട്ട് ഡിക്ലറേഷൻ വരുന്നതിന്റെ പുറകിലുള്ള കളി എന്ന് പറയുന്നത് ഇവരെ യൂണിഫൈ ചെയ്യുക എന്നുള്ളതായിരുന്നു. ആരെ? ജൂതൻസിനെ യൂണിഫൈ ചെയ്യുക. അതോടൊപ്പം തന്നെ യൂറോപ്പിലെ ഇവരുടെ യൂറോപ്പിലെ ജൂയിഷ് പ്രോബ്ലം എന്ന് പറഞ്ഞുള്ള പകരം ജൂയിഷ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഇത് പറഞ്ഞ് ഇവരെ കൂട്ടിച്ചേർക്കുന്നത്. അപ്പം അന്ന് തന്നെ ഇവർക്കൊരു ഹോംലാൻഡ് എന്നുള്ള ഒരു സംഭവം, ഇവരുടെ ഉള്ളിൽ ഒരു ജൂയിഷ് സ്റ്റേറ്റ് എന്നുള്ള സംഭവം രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് പിടിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് സംശയം ചോദിക്കുന്നതെന്ന് വെച്ചാല് ഈ 20 ഈ മറ്റേ എന്താ പറയാ ആ ഡിക്ലറേഷൻ ഇല്ലേ, ഈ സാൻറിമോ കോൺഫറൻസിന് മുമ്പ് തന്നെ ജൂയിഷ് സ്റ്റേറ്റ് എന്നൊരു കൺസെപ്റ്റ് നിലവിലുണ്ട്, അവിടെ ഇൻ പ്ലേസിലുണ്ട് അത്. അപ്പം അതുണ്ട് അതാ ഞാൻ ചോദിച്ചത്. കാരണം അത് ഈ കൺസെപ്റ്റ് ആ കോൺഫറൻസിൽ നിന്നല്ല വരുന്നത്. ആ കൺസെപ്റ്റ് അതിന് പുറകിൽ തന്നെ ഉണ്ട്. അതിന് പുറകിൽ അതിനുള്ള കള ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നീട് 19 ഇവർ പിടിക്കുന്നത്. അതായത് 19 അലൻബിയുടെ നേതൃത്വത്തിലുള്ള സംഘം പിടിച്ചെടുക്കുന്ന. അതെ അത് പിടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ 20 സാൻറിമോ കോൺഫറൻസ് വരുന്നത്. അപ്പൊ ഈ സാൻറിമോ കോൺഫറൻസിനകത്താണ് ഇത് ഈ ഹോംലാൻഡ് എന്നുള്ളതൊക്കെ മാറ്റിയിട്ട് രാഷ്ട്രം എന്നുള്ള നിലയിൽ തന്നെയാണ് ഇവർക്ക് ഇത് ചെയ്യാൻ പറയുന്നത്. പക്ഷെ അപ്പോഴും ബ്രിട്ടൻ അത് ചെയ്തില്ല. ഇപ്പോഴും എനിക്ക് ക്ലിയർ ആയത്. ഓക്കെ, ഈ രാഷ്ട്രസങ്കല്പം പ്രത്യക്ഷത്തിൽ അംഗീകരിക്കപ്പെടുന്നത് ആ കോൺഫറൻസിലാണ് അല്ലേ? അതല്ലേ പറഞ്ഞത്? അതെ. ഓക്കെ, ഈ ഹോംലാൻഡ് ഇപ്പൊ എനിക്ക് കിട്ടി, മനസ്സിലായി. താങ്ക് യു. അപ്പൊ പക്ഷെ ഇവരത് ചെയ്തില്ല, ബ്രിട്ടൻ അത് ചെയ്തില്ല. ബ്രിട്ടൻ അത് ഉണ്ടാക്കി കൊടുത്താൽ മതി. ഇപ്പൊ ഈ പറയുന്ന 23% ഭൂമി അത് യഹൂദന്റെ രാഷ്ട്രം എന്നും പറഞ്ഞു കൊടുത്തിട്ട് ബാക്കിയുള്ള 77% ഭൂമി മറ്റവർക്കും കൊടുത്തെങ്കിൽ ജിഹാദൊക്കെ നടക്കും, പക്ഷെ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ബ്രിട്ടൻ ചെയ്തത് 77% ഭൂമി അവർക്ക് മുസ്ലിങ്ങൾക്കായിട്ട് കൊടുത്തിട്ട് ട്രാൻസ് ജോർദാൻ എന്ന് പറഞ്ഞ ഒരു രാജ്യം ഉണ്ടാക്കി. ഇപ്പുറത്ത് ഉള്ളത് അങ്ങനെ വെറുതെ വിടുകയും ചെയ്തു. 23% ഭൂമി ഒന്നും ചെയ്യാതെ പഴയ നിലയിൽ തന്നെ നിന്ന്. അപ്പോഴും യഹൂദന് രാഷ്ട്രമില്ല, മനസ്സിലായ? ആ അവസ്ഥയിലാക്കി കളഞ്ഞു. അതാണ് ഇവര് സത്യത്തിൽ ലോകത്തോട് മൊത്തം ചെയ്ത ചതിയാണ്. ഈ ബ്രിട്ടനെ ഈ ചതി ചെയ്തതിന് ശേഷം പിന്നെ ഈ കഴിഞ്ഞാൽ കാണാം ബ്രിട്ടൻ അതിന്റെ ചരിത്രം പിന്നെ വരുമ്പോ പതുക്കെ അത് കുറഞ്ഞു വരികയാണ്. ബ്രിട്ടന്റെ സ്വാധീനവും എല്ലാം കുറഞ്ഞ് അവര് ഒന്നുമില്ലാത്തൊരു സ്ഥിതിയിലേക്കാണ് പിന്നീട് വരുന്നത്. ഈ സംസ്കാരം അതിന് കാരണമുണ്ട് ബ്രദറെ. ബ്രിട്ടന്റെ സ്വാധീനം ഏറ്റവും കൂടുതൽ തകരാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ഈ ഇവരൊരു പീൽ എന്ന് പറഞ്ഞ ഒരാളുടെ വലിയൊരു കമ്മീഷൻ വെക്കുന്നുണ്ട്. ആ കമ്മീഷൻ 1936 ബ്രിട്ടീഷ് റോയൽ കമ്മീഷൻ, ബ്രിട്ടീഷ് റോയൽ കമ്മീഷൻ എന്ന് അറിയപ്പെടും. അതെ. ആ കമ്മീഷൻ ഇവർക്ക്
സ്റ്റേറ്റിന് വേണ്ടി അനുകൂലമല്ലായിരുന്നു എനിക്ക് തോന്നുന്നത് ആദ്യം. ആ, അത് അത് അങ്ങനെ അതിന് പുറകിൽ വേറൊരു കമ്മീഷനുണ്ട്. 2 കമ്മീഷൻ വന്നിട്ട് അത്ര ഇവിടെ അതിനുള്ള ഒരു സാധ്യത ഇല്ലെന്നുള്ള റിപ്പോർട്ടാണ് ആദ്യഘട്ടത്തിൽ വരുന്നത്. അതിനുശേഷം ആ, ഇതിന് ആ സംഭവിച്ചതെന്ന് പറഞ്ഞു. വെച്ചാല് ഈ ഈ വാറ് സെക്കൻഡ് വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്യുന്നു 39 സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ഹംഗറി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കംപ്ലീറ്റ് ഈ ജൂതനെതിരായിട്ടുള്ള ഭീകരമായ ആക്രമണം ഉണ്ടായത്. ആ യൂറോപ്പിൽ പല സ്ഥലത്തും ആക്രമണം ഉണ്ടായപ്പോൾ ഇവർ രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗമില്ലാവുന്നു. അപ്പൊ രക്ഷപ്പെടാൻ മാർഗ്ഗമില്ലാവുന്നപ്പം ഇവന്മാർ കിട്ടിയ വണ്ടിയും വളവും ഒക്കെ പിടിച്ച് ഇങ്ങോട്ട് വന്നു. അപ്പോഴത്തേക്ക് ഇവിടെ റെസ്ട്രിക്ട് ചെയ്തായിരുന്നു ഇവര്. ആരെ ഈ ബ്രിട്ടീഷുകാർ റെസ്ട്രിക്ട് ചെയ്തു. ഇങ്ങോട്ട് ഉള്ള ജൂതന്റെ വരവിനെ അവർ ആ ഉവ്വ റെസ്ട്രിക്ട് ഉവ്വ ചെയ്തു. ഉവ്വ. അപ്പൊ അതോടുകൂടി സംഭവിച്ചതെന്ന് വെച്ചാൽ അതിനുശേഷം പിന്നീട് ഉണ്ടായ ഒരു വലിയ മൂവ്മെന്റ് എന്ന് പറഞ്ഞാല് 42-ലാന്ന് എനിക്ക് തോന്നുന്നു ഈ ഹംഗറിയിൽ നിന്ന് ഒരു കപ്പൽ വരുന്നുണ്ട്. ഈ കപ്പല് ഹംഗറിയിൽ നിന്നുള്ള ജൂതന്മാരെ ഒരു കപ്പൽ സംഘടിപ്പിച്ച് 10-700 പേര് അവിടുന്ന് രക്ഷപ്പെട്ട് വരുന്നുണ്ട്. ആ രക്ഷപ്പെട്ട് വന്നിട്ട് ഉവ്വ. ഈ എന്നിട്ട് ഇവരിവിടെ അടുപ്പിക്കാൻ സമ്മതിച്ചില്ല, ഇറങ്ങാൻ സമ്മതിച്ചില്ല. ബ്രിട്ടീഷുകാർ തിരിച്ചു ബ്ലോക്ക് പോകുമ്പോ ചെയ്തു. അത് മുങ്ങിപ്പോയി. തിരിച്ചു പോകുമ്പോ ബ്രിട്ടീഷുകാർ മുങ്ങിപ്പോവുകയും ബ്ലോക്ക് ചെയ്തു. ചെയ്തു. അതല്ല, 2 കൂടുതൽ ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷുകാർ അത് ബ്ലോക്ക് ചെയ്തു. ഈ പാലസ്തീനിലേക്ക് വരാതെ ബ്ലോക്ക് ചെയ്തു. ഇവരൊന്ന് ഹാർബർ ചെയ്യാൻ വേണ്ടി ടർക്കിയുടെ പോർട്ട് ചോദിച്ചു. ടർക്കി അനുവദിച്ചില്ല. സംഭവിച്ചറിയോ? ഈ 700ഓളം വരുന്ന ആളുകൾ മുങ്ങി വെള്ളത്തിൽ മരിച്ചു. കുട്ടികളും മരിച്ചുപോയി. അത് ഭയങ്കര പ്രശ്നമായി മാറി ലോകത്ത്. ആ പ്രശ്നമായി മാറി എന്ന് വെച്ചാൽ ബ്രിട്ടനെതിരായിട്ട് ഭീകരമായ പ്രകടനം നടന്നു അമേരിക്കയില്. അതോടൊപ്പം തന്നെ ബ്രിട്ടനെതിരായിട്ടുള്ള ആക്രമണം ആരംഭിച്ചു. അപ്പൊ തന്നെ അതിന്റെ അവിടെയാണ് ഈ ഡേവിഡ് ഹോട്ടലൊക്കെ ഇവർ ബോംബ് ചെയ്തത്. അതെ, ആ ഒരു സംഭവത്തോടുകൂടിയാണ് ഈ യഹൂദന്മാര് ബ്രിട്ടനെതിരെ ഗറില്ല യുദ്ധം ആരംഭിക്കുന്നത്. അതുവരേക്ക് അവര് അത് ചെയ്തിരുന്നില്ല. അതെ അതെ. അവര് ഓപ്പൺ ഫൈറ്റ് ആരംഭിക്കുന്ന അവിടെ ഇവരുടെ ഒരു മിനിസ്റ്ററെ ഞാൻ ഇവിടെ വെച്ച് കൊല്ലുന്നു. ഇവിടെ വെച്ച് ഹോട്ടലില് ബോംബ് വെച്ചിട്ടല്ലേ? അല്ല, ഹോട്ടലിൽ വെച്ച് ഇവരുടെ മറ്റാളുകളെ, അതായത് അവിടുത്തെ അഡ്മിനിസ്ട്രേഷനിലുള്ളവരെ ആക്രമിച്ചത്. ഈജിപ്തിൽ വെച്ച് ഇവരുടെ ഒരു മിനിസ്റ്ററെ കൊല്ലുന്നു ബ്രിട്ടന്റെ. അതോടുകൂടി ഭയങ്കരമായ പ്രശ്നമായി. ബ്രിട്ടൻ അവിടെ ഒരു തരത്തിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെയാണ് ഇവര് അവസാന റൗണ്ടിൽ ഈ വേൾഡ് വാർ ജയിച്ചതിന് ശേഷം ഇത് UN കൊടുത്തിട്ട് അവിടുന്ന് പതുക്കെ ശരീരം ഒഴിവാക്കി പോരുകയത്. കാരണം വെച്ചാല് ഇവർക്ക് ഒരു തരത്തിൽ അവിടെ കൺട്രോൾ ചെയ്യും. 2 വിഭാഗത്തിന്റെ അതിശക്തമായ സമ്മർദ്ദം നിന്ന് ജൂതൻ ഇവർക്ക് അനുകൂലമായിരുന്ന ജൂതൻ വളരെ പെട്ടെന്ന് തന്നെ എതിരായി മാറി. ബോംബും പരിപാടിയായിട്ട് ഇമാർ ഒരു സ്ഥലത്തല്ല, ഒത്തിരി സ്ഥലത്ത് ബോംബ് വെച്ചു. അന്ന് ഈ ഹോട്ടലിന് ബോംബ് വെച്ചു, അതുപോലെ റെയിൽവേ തകർത്തു. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ആ കാലത്തുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വന്ന് പോലീസ് സ്റ്റേഷനുകൾക്ക് നിരന്തര ആക്രമണമായിരുന്നു. അപ്പൊ അതെല്ലാം അതോടുകൂടി ബ്രിട്ടനെ അവിടെ നിന്ന് പിടിച്ചിരിക്കാൻ പറ്റാതെയാണ് അവിടെ നിന്ന് ബ്രിട്ടൻ യഥാർത്ഥം UN ഹാൻഡ് ഓവർ ചെയ്തിട്ട് ഒഴിവാകുന്നത്. അങ്ങനെയാണ് UN ഈ രാഷ്ട്രത്തെ രണ്ടും കൽപ്പിച്ച് പല ചർച്ചകളും ഈ 42 ഈ പീൽ കമ്മീഷന് ശേഷം പിന്നീട് പല ചർച്ചകളും നടന്നായിരുന്നു. ആ ചർച്ചകളിലൊന്നും ഒരു സ്ഥലത്ത് എത്താതെ നിൽക്കുന്ന അവസാനം ഈ മറ്റേ UN ഈ രണ്ടും കൽപ്പിച്ച് 2 രാഷ്ട്രം പ്രഖ്യാപിക്കുകയത്. അങ്ങനെയാണ് ആ പ്രശ്നം അത്രയും ഇപ്പൊ ഇവിടെ എത്തി നിൽക്കുന്ന ആ രാഷ്ട്ര സങ്കല്പത്തിലേക്ക് അല്ല, ഈ പ്രദേശം വിഭജിക്കണമെന്നുള്ള ഇത് അതിന് മുമ്പ് ഇപ്പൊ പീൽ കമ്മീഷൻ ഇത് തന്നെയാണ് പറഞ്ഞത്. 1936-ലാണ് 36-ൽ ഇത് വരുന്നത്. അത് കഴിഞ്ഞ് 38-ല് വേറൊരു ഇത് വരുന്നുണ്ട്, കമ്മിറ്റി. അവരും ഇത് പറയുന്നത് 1945-ൽ ആംഗ്ലോ അമേരിക്കൻ കമ്മിറ്റി വരുന്നുണ്ട്. ഇവരെല്ലാം പറഞ്ഞത്, അല്ലെങ്കിൽ അവരുടെയൊക്കെ ശുപാർശ, ഈ പ്രദേശം വിഭജിക്കണം എന്നാണ്. അതായത് മൊത്തമുള്ള ഭൂമി ഒരിക്കൽ വിഭജിച്ചിട്ട് 3/4 ഭാഗത്തിൽ മേലെ അവർക്ക് കൊടുത്തതാണ്. ഈ ബാക്കിയുള്ള ഭൂമി വിഭജിക്കണമെന്നാണ് ഈ 3 കമ്മിറ്റിയും പറഞ്ഞത്. ആ 3 കമ്മിറ്റിയുടെയും തീരുമാനത്തിന് യഹൂദന്മാര് അനുകൂലമായിരുന്നു. പക്ഷെ എതിർത്തിരുന്നത് മറ്റവരാണ്, ഈ അറബികള് അല്ലെങ്കിൽ മുസ്ലിങ്ങള്. അവരാണ് എതിർത്തിരുന്നത്. ബെൻഗുറിയോൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. 47-ലെ വിഭജനത്തിന്റെ കാര്യം വന്നപ്പോ ബെൻഗുറിയോൻ പറയുന്നത് ഇങ്ങനെയാണ്: യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ വിഭജന പദ്ധതി ഒട്ടും നീതിപൂർവമായിട്ടുള്ള ഒന്നല്ല. കാരണം നീതിപൂർവ്വം അല്ലാന്ന് അവർ പറയുന്നതിന്റെ കാരണം, മൊത്തം ഭൂമിയിലെ 77% ഒരിക്കൽ ഇവർക്ക് കൊടുത്തതാണ്. ആ 77% ഉൾപ്പെട്ട യഹൂദന്മാരുടെ തോട്ടങ്ങള്, അവരുടെ സ്കൂളുകള്, മറ്റ് എല്ലാ സ്ഥാപനങ്ങളും, അതെല്ലാം അവിടെ ഇട്ടെറിഞ്ഞിട്ട്, അത് വെറുതെ അവിടെയുള്ള മുസ്ലിങ്ങൾക്ക് കിട്ടുകയാണ്. അതെല്ലാം അവിടെ ഇട്ടെറിഞ്ഞിട്ട് ഇവർ ജീവനം കൊണ്ട് ഇപ്പുറത്തേക്ക് ഓടിപ്പോകുന്നവരാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇത് വീണ്ടും വിഭജിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞത്, ഇത് ഞങ്ങളെ സംബന്ധിച്ച് ഒട്ടും നീതിപൂർവമായ ഒന്നല്ല, എന്നാലും ഞങ്ങൾ ഈ വിഭജന പദ്ധതി അംഗീകരിക്കുന്നു. കാരണം ധാരാളം ഭൂമിയോ അതിനോടൊപ്പം എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രശ്നങ്ങളും കിട്ടുന്നതിനേക്കാൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കുറച്ച് സ്ഥലമേ ഉള്ളൂ എങ്കിൽ പോലും അവിടെ സമാധാനത്തോടുകൂടി കഴിയാനാണെന്നാണ് ബെൻഗുറിയോൻ പറഞ്ഞത്. ആ സമയത്ത് അറബ് രാഷ്ട്രങ്ങളെല്ലാം പറഞ്ഞത് ഒരു വിധത്തിലും സമ്മതിക്കുകയില്ല, യഹൂദന് അവിടെ കാലുകുത്താൻ ഞങ്ങൾ സ്ഥലം കൊടുക്കില്ല എന്നാണ് പറഞ്ഞത്.
അതിലുപരി അപ്പൊ വേറെ ഇത് കാര്യങ്ങളുണ്ട് ബ്രദറെ. ഈ വിഭജന സമയത്ത് ജൂത വിഭാഗം ഉണ്ടല്ലോ, അന്ന് ഇർഗ്വാനുണ്ട്, പിന്നെ സ്റ്റെൻഗന്നോ പറഞ്ഞ സാധനമുണ്ട്. ആ, പിന്നെ ഉം വേറൊരു ഉം. 3 ഓർഗനൈസേഷൻ അന്ന് മൂന്ന് ശക്തമായിട്ടുണ്ട്. അത് ആ, ഗറില്ല സംഘടനകള്. ഇവർ ഉം. ഇതിനെതിരായിരുന്നു, ഈ ഗ്രൂപ്പ് ഇതിനെതിരായിരുന്നു, ഈ ജൂയിഷ് സ്റ്റേറ്റ് വരുന്നതിനെതിരായിട്ട്. എന്നാ കാരണം അറിയോ? അവര് പറഞ്ഞു ഇത് അനീതിയാണ്, ഇത് നമുക്ക് ഈ വെറും ഈ ഈ ഈ ഡെസേർട്ടാണ് കിട്ടിയേക്കുന്നത്, ഇതുകൊണ്ട് ഒരു അതെ പ്രയോജനം. അതെ അതുകൊണ്ട് അതെ അതെ. അതുകൊണ്ട് ഉം. ഇവന്മാര് ബെൻഗുരിനെതിരായിരുന്നു. അവരറിയോ? ഈ ഗ്രൂപ്പുകളെല്ലാം ബെൻഗുരിനെതിരായിരുന്നു. ആ പൊളിറ്റിക്സ് ഇന്നും അവിടെ ഉണ്ട്, ഇന്നും ഉണ്ട് ആ പൊളിറ്റിക്സിന്റെ അല്ല ആ പക്ഷെ ലൈൻ ഇപ്പോഴും നിൽക്കുന്നു. അല്ലല്ല ബെൻഗുറിയോൻ പക്ഷെ പിന്നീട് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ ഈ ഗ്രൂപ്പുകളിലെ നേതാക്കന്മാരെ എല്ലാം ഇതാക്കിയിട്ട് ആ ഇവരുടെ സൈന്യമൊക്കെ രൂപീകരിച്ചു കഴിഞ്ഞപ്പോ അതിന്റെ അകത്ത് അവർക്ക് സ്ഥാനങ്ങളൊക്കെ കൊടുത്തു. ഈ അതല്ല ശരിക്കും അങ്ങനെ, പറഞ്ഞാൽ അത് ശരി, അവരുടെ അങ്ങനെയല്ല സൈന്യമായിട്ട് ചെയ്തത്. മാറിയത് അതാണ്. ആ അതായത് ബെൻഗുരിൻ അന്ന് പറഞ്ഞ വാക്കുണ്ട്, അതായത് ഈ നമുക്കിത് മതി, നമുക്ക് ഈ ഈ മരുഭൂമിയെ മലർവാടികളാക്കി മാറ്റാം. അങ്ങനെ ആറ്റം അതെ അതെ. നമ്മൾ അങ്ങനെ. അപ്പൊ ഇവരോട് പറഞ്ഞു, ഈ ഇർഗ്വാനോടും മറ്റവരോടും ഒക്കെ പറഞ്ഞു, നമുക്കിത് ഏറ്റെടുത്തിട്ട് നമുക്കിത് മലർവാടിയാക്കി മാറ്റി ജീവിക്കാം എന്ന് പറഞ്ഞപ്പോ അവന്മാരെല്ലാം ഇതിനെതിരായിരുന്നു. പക്ഷെ എന്നാലും ബെൻഗുരിൻ പറഞ്ഞതിനെ അവര് ഒരു പരിധിവരെ അംഗീകരിച്ച് പക്ഷെ അവന്മാർ അന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, അറിയോ? ഈ ടെറർ വിഭാഗം പറഞ്ഞു, ഞങ്ങൾ ഈ തോക്ക് താഴെ വെക്കുകയെന്ന് പറഞ്ഞു. അപ്പൊ എന്നാ വെച്ചാല് ഈ ആയുധം ഞങ്ങൾ താഴെ വെക്കില്ല, ഞങ്ങൾ ഇതിന്റെ അകത്ത് അവിടേക്കാണ് ഈ ഇസ്രായേലിന്റെ വിജയം എന്ന് പറഞ്ഞത്. നമ്മൾ ഇപ്പൊ ഇന്നീ കാണുന്ന ഡെമോക്രാറ്റിക് പ്രോസസ്സിലേക്ക് വന്ന് ഈ പറഞ്ഞ പോലെ ഈ ഇസ്രായേൽ എന്ന രാജ്യം പ്രബലമായി നിൽക്കാനുള്ള അവരുടെ ആ രാഷ്ട്രശില്പികളുടെ ആ ഒരു മുൻകൂട്ടിയുള്ള കാഴ്ചപ്പാടാണ് ഇന്ന് ഈ രാഷ്ട്രത്തിന്റെ. മറ്റവർക്ക് അത് ഇല്ലാതെ പോയി, മറ്റവരുടെ കൂടെ അങ്ങനെ ഒരു ബോധമുള്ളവരും ഇല്ലായിരുന്നു. അതാണ് സംഭവിച്ചത്. അപ്പൊ എന്താണെങ്കിലും ഇയാള് അങ്ങനെ വന്ന് ഇവരോട് എല്ലാം ആയുധം താഴെ വെക്കാൻ പറഞ്ഞു. മറ്റവന്മാർ രണ്ടുപേരും താഴെ വെച്ചു. താഴെ വെച്ചിട്ട് ഇർഗ്വാൻ വെക്കുകയില്ലായിരുന്നു. ഇർഗ്വാൻ പറഞ്ഞു, ഞങ്ങൾ ഇതിന്റെ അകത്ത് നിന്ന് ഇസ്രായേലിനെ, ഒരു ജൂതനെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ഇപ്പോൾ, അതായത് ഇന്ന് ഈ മുസ്ലിം ടെററിസ്റ്റുകൾ നിന്നോളാന്ന് പറഞ്ഞു. അപ്പം ബെൻഗുരിയൻ പറഞ്ഞു അത് നടക്കുകയില്ല. അതായത് ഈ ജൂയിഷ് സ്റ്റേറ്റ് രൂപപ്പെട്ട് കഴിഞ്ഞു, ഇനി ജൂയിഷ് സ്റ്റേറ്റ് ആണ് ഈ പറയുന്ന ജൂയിഷ് പീപ്പിളിനെ സംരക്ഷിക്കേണ്ടത്. അതുകൊണ്ട് ജൂയിഷ് സ്റ്റേറ്റിനുള്ളിൽ വേറൊരു സ്റ്റേറ്റ് ആവശ്യമില്ല, അതുകൊണ്ട് നിങ്ങൾ സറണ്ടർ ചെയ്തേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അവന്മാർ സറണ്ടർ ചെയ്യലായിരുന്നു. അങ്ങനെ വന്നപ്പം ഇയാള് അന്നേരത്തെ നാഷണൽ ആർമി മാറിയ ഈ മറ്റു ഗ്രൂപ്പുകളുണ്ടല്ലോ, അവരോട് പറഞ്ഞു ഈ യുവന്മാരെ മുഴുവൻ കീഴ്പ്പെടുത്താൻ പറഞ്ഞിട്ട് ഇവരുടെ ഒരു ഷിപ്പ് ഹംഗറിയിൽ നിന്ന് മറ്റോ വരുന്നുണ്ടായിരുന്നു, ഈ കുറെ ആയുധങ്ങളുമായിട്ട് ഇവർക്ക്. അത് കടൽ മുക്കി താത്താൻ പറഞ്ഞു. അങ്ങനെ കടൽ മുക്കി താത്തിട്ട് ഇമാരിന് പറഞ്ഞു, മര്യാദയ്ക്ക് ഇതിന്റെ അകത്ത് ചേരെ, നിങ്ങൾ ഈ ആർമി ചേരെ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനം സമ്മതിക്കാൻ പറ്റത്തില്ല, ഒരു സ്റ്റേറ്റ് അകത്ത് ഒരു സ്റ്റേറ്റ് അനുവദിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അവിടെ ആ അതൊക്കെയാണ് ആ ഇസ്രായേലിന്റെ കരുത്ത് എന്ന് പറയുന്നത്. അപ്പൊ അവിടുന്ന് അവന്മാരെ സറണ്ടർ ചെയ്യിച്ച് എല്ലാത്തിനെയും ഒഴിവാക്കി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞ സാധനത്തിന്റെ അകത്ത് ഇവന്മാരെല്ലാം കൊണ്ടുവന്ന് സ്റ്റേറ്റ് കൺട്രോൾഡ് ആയിട്ടുള്ള, സിവിലിയൻ കൺട്രോൾഡ് ആയിട്ടുള്ള ഫോഴ്സിനെ കൃത്യമായി കൊണ്ടുവന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് രാഷ്ട്രമാക്കി എടുത്തവര്. അതൊരു മറ്റവന്മാരോട് അവന്മാർക്ക് ഇത് വല്ലതും ഉണ്ടോ? അവന്മാരുടെ ഇത് കൊടുത്തിട്ട് അവന്മാർ അല്ല ആ സമയത്ത് ബെൻഗുറിയോന്റെ ഒരു ഡയലോഗ് ഉണ്ട്. ബെൻഗുറിയോൻ പറയുന്നത്, നിങ്ങള് ഇവർക്കെതിരെ നടത്തുന്ന ഭീകരവാദം, അതായത് അറബികൾക്കെതിരെ നിങ്ങൾ നടത്തുന്ന ഭീകരവാദം അവസാനം ചെന്ന് നിൽക്കാൻ പോകുന്നത് യഹൂദനെതിരെ ഉള്ള ഭീകരവാദത്തിലായിരിക്കും എന്ന് പറയുന്നു. അതായത് നിയമവാഴ്ച ഉള്ളിടത്ത് നിങ്ങൾ ആയുധം കയ്യിലെടുത്ത് നിങ്ങൾ ശത്രുവിനെ എതിരെയാണ് നിങ്ങൾ ഇത് ഇതെങ്കിലും അവസാനം അത് നിങ്ങളുടെ സഹോദരന്മാർക്കെതിരെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടുന്ന സ്ഥിതി വരും എന്ന് പറയുന്നുണ്ട്. അത് വായിക്കും, എനിക്ക് ആദ്യം ഇത് വായിച്ചപ്പോൾ പെട്ടെന്ന് എനിക്ക് പിടിയിട്ടില്ല എന്താന്നുള്ളത്. പക്ഷെ പിന്നെ എനിക്കത് മനസ്സിലായി എന്താ പുള്ളി ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം. കാരണം ഒരു നിയമവാഴ്ച ഉള്ളിടത്ത് നിയമം അനുസരിച്ച കാര്യങ്ങൾ പോകേണ്ടത്. അല്ലെങ്കിൽ അതിനല്ലാതെ വേറെ ചില ആൾക്കാർ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇതിനൊക്കെ വേണ്ടിയിട്ട് നിയമം കയ്യിലെടുക്കാൻ തുടങ്ങിയാൽ സ്വാഭാവികമായിട്ട് യഹൂദന്മാരെ അംഗീകരിക്കില്ല, അവരെ എതിർക്കും. അപ്പൊ നിങ്ങൾക്ക് ആ യഹൂദന്മാരെ തന്നെ കൊല്ലേണ്ടി വരും എന്നാണ് ബെൻഗുരിയോൻ പറഞ്ഞത് അവരോട്. എന്തായാലും നമുക്കിനി ദൈവം അനുവദിച്ചു കഴിഞ്ഞാൽ ബാക്കിയും കൂടി ഇത് ചെയ്യാന്ന്. ഇത് ചരിത്രം കുറെ ഉണ്ട് പറയാൻ ഇതിന്റെ. ഇവന്മാർ ഈ കള്ളത്തരവും ഇതൊക്കെ പറഞ്ഞ് ജനങ്ങളെ വഞ്ചിച്ചു വെച്ചിരിക്കുന്ന കാര്യം. ഒരു മിനിറ്റ്, ജോൺ ബ്രദർ എന്താണ് പറയാൻ പറഞ്ഞത്? ജോൺ മൈക്ക് എടുക്കുന്നു. ജോൺ ബ്രദർ, ഹലോ, കേൾക്കാമോ? കേൾക്കാം പറയും. ഇല്ല, ഇപ്പൊ എല്ലാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല, ഹമാസ് വന്ന് ഇത് ചെയ്തോണ്ടിരിക്കുന്നത്. ഈ പാലസ്തീൻ വന്ന് ഫ്രീ ഇല്ലെന്ന് പറയുന്നത്. ഇസ്രായേൽ വന്ന് 2005 വന്ന് അവിടുന്ന് പോയതാണ്. അതിനുശേഷം അവിടെ ആരാണ് ഭരിച്ചുകൊണ്ടിരുന്നത്? 2005 ശേഷം ബ്രദറെ 2008 ഹമാസ് വരുന്നത്. 2005 ആ സമയത്തൊക്കെ പലസ്തീൻ അതോറിറ്റിയാണ്, അതായത് വെസ്റ്റ് ബാങ്കിലുള്ള ആ കൂട്ടർ തന്നെയാണ് ഇവിടെയും
ഇത് നടത്തിക്കൊണ്ടിരുന്നത്. ഇലക്ഷൻ വരുന്നത് ഇലക്ഷൻ 2008 8 ഹമാസ് കയറിയതാണ്. പിന്നെ അവര് അവിടെ പ്രോപ്പറായിട്ടുള്ള ഇലക്ഷൻ നടത്തുകയും മറ്റൊന്നും ചെയ്തിട്ടില്ല. അവര് തന്നെയാണ് പിന്നെ ഭരണത്തിലുണ്ടായിരുന്നത്. ബാക്കിയുള്ളവരെ ഈ പലസ്തീൻ അതോറിറ്റിയുടെ ആൾക്കാരെയൊക്കെ അവർ അവിടെ നിന്ന് വെടിവെക്കുകയും കൊല്ലുകയും അങ്ങനെയായിട്ട് ഓടിപ്പിച്ചു കളഞ്ഞു. അവർക്ക് അവിടെ നിൽക്കാൻ പറ്റാതെ. രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പലസ്തീൻ അതോറിറ്റികളെ ഇവർ തമ്മിലുള്ള ഫൈറ്റില് ഈ മുറിവ് പറ്റുന്നവർക്ക് ചികിത്സ കൊടുത്തുകൊണ്ടിരുന്നത് ഇസ്രായേലാണ്. ഇവന്മാർ രണ്ടുപേരും തമ്മിലടിക്കും. പലസ്തീൻ അതോറിറ്റി അല്ലെങ്കിൽ ഫത്തകളും ഹമാസിയൻസും തമ്മിലടിക്കും. ഇവന്മാര് തമ്മിലടിച്ചു കഴിഞ്ഞിട്ട് മുറിവ് പറ്റിയ പരിക്ക് പറ്റുന്ന വെടികൊണ്ട് കയറുന്നു. ഇതൊക്കെ ആയി കഴിഞ്ഞാൽ നേരെ എടുത്തുകൊണ്ട് ചെല്ലുന്നത് ഇസ്രായേലിലെ ഹോസ്പിറ്റലിലേക്ക്. ഇസ്രായേലാണ് ഇവർക്ക് ചികിത്സകൾ കൊടുത്തുകൊണ്ടിരുന്നത്. അവസാനം 2008 മറ്റവരില്ലാണ്ടായി. അതായത് പ്രതിപക്ഷത്തെ ഇല്ലാതാക്കി കളഞ്ഞിട്ട് ഈ ഹമാസ് അധികാരത്തിലെത്തിയതിനു ശേഷം പിന്നെ അവരുടെ ഇതാണ് ഭരണമാണ്. ആ സമയത്തുള്ള ചില ഇന്റർവ്യൂവില് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്ന പത്രപ്രവർത്തകർ നടത്തിയ ഇന്റർവ്യൂകളിൽ ചില അവിടെയുള്ള ലോക്കൽസ് പറയുന്നുണ്ട് ഈ രണ്ടു കൂട്ടരെക്കാളും ഭേദം മറ്റൊരു തന്നെയായിരുന്നു, അതായത് ഇസ്രായേൽ. ഈ പലസ്തീൻ അതോറിറ്റി ആയാലും 2005 മുതൽ പലസ്തീൻ അതോറിറ്റി, അത് കഴിഞ്ഞിട്ട് 8 ഹമാസും വരുന്നത്. അപ്പൊ 12 തോന്നുന്നു ഈ ഒരു ഇത് പറയുന്ന ഇയാള്. ഈ രണ്ടു കൂട്ടരെക്കാളും ഭേദം മറ്റവന്മാരാണ്. അവരിനി വീണ്ടും ഇവിടെ നിന്ന് ആക്രമിച്ച് 66 പോലെ വീണ്ടും ഈ പ്രദേശം ആക്രമിച്ച് ഗാസ അവരുടെ കീഴിൽ കൊണ്ടുവരണം എന്നാണ് എനിക്ക് ആഗ്രഹമുള്ളത്. എന്ന് ആലോചിച്ച് അവിടെ ഉള്ള ഒരു പലസ്തീൻ മുസ്ലിം പറഞ്ഞ ഡയലോഗാണ്. അല്ല, അൽബ്രദർ ഇതും കൂടെ ഒന്ന് പറഞ്ഞാ, ഈ പാലസ്തീൻ അതോറിറ്റിയുടെ ആളുകളെ, അതായത് PLOയുടെ ആളുകളാണ് അവിടെ ഭരിച്ചിരുന്നത്. അവരുടെ കയ്യിൽ നിന്ന് ഈ അധികാരം പിടിച്ചെടുത്തിട്ട് 670ഓളം ഈ PLOയുടെ ആളുകളെ ഇവർ കൊന്നുകളഞ്ഞു. ആര്? ഈ ഹമാസ് ഗാസക്കാര്, ഹമാസ് കൊന്നുകളഞ്ഞു. 670 എന്റെ ഓർമ്മ. അപ്പൊ ഇതൊന്നും ഈ ഹമാസിയൻസ്, കേരളത്തിലെ ഹമാസിയൻസിന് അറിയത്തില്ല. കേരളത്തിലെ ഹമാസിയൻസ് ഇതൊന്നും അന്വേഷിക്കുന്നില്ല. ഹമാസ് പറഞ്ഞു ഹമാസ് പിടിച്ചതിന് ശേഷം ഒരു പ്രാവശ്യം മുതൽ അവിടെ ഇലക്ഷൻ നടന്നിട്ടുണ്ടോ? ഇലക്ഷനിലല്ലേ ഹമാസ് കയറിയത്? അതിനുശേഷം അവിടെ ഇലക്ഷൻ നടന്നിട്ടുണ്ടോ? ഹമാസ് 2008 ഇലക്ഷനിൽ കയറിയതാണ്. പിന്നീട് ഇലക്ഷൻ വെച്ചാൽ പ്രതിപക്ഷം എന്ന് പറയാൻ ഇല്ലാത്തൊരു സ്ഥിതിയായിരുന്നു. പ്രതിപക്ഷം ഉള്ളത് ഇവരായിരുന്നു, ഈ PLO. അവരുടെ PLOയുടെ ആൾക്കാർ അവിടെ ഇല്ല. പിന്നെ ബാക്കി വേറെ കുറെ വിപ്ലവ അല്ലെങ്കിൽ ജൂതന്മാർക്ക് ഇസ്രായേലിനെതിരെ ജിഹാദ് നടത്താനുള്ള കുറെ ഗ്രൂപ്പുകളുണ്ട്. പക്ഷെ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങാനുള്ള അത്രയും പവറുള്ളവർ വേറെ ഇല്ല. അത് ഈ രണ്ടു കൂട്ടർ മാത്രമായിരുന്നു. ജിഹാദി ഗ്രൂപ്പുകൾ ഇഷ്ടം പോലെ ഉണ്ട് വേറെ. അതിനെ ഹമാസ് തന്നെ കുറെ എണ്ണത്തിന് ഇല്ലാതാക്കാൻ നോക്കുന്നുണ്ട്. കാരണം ഫണ്ട് ഇപ്പൊ ഹമാസ് മാത്രമേ അവിടെ ഉള്ളൂ എങ്കിൽ ഫണ്ട് മൊത്തം ഹമാസിന് വരും. ഇത് കുറെ എണ്ണം ഉണ്ടാകുമ്പോൾ വിഭജിച്ചു പോകും. ഇപ്പൊ ഇവിടെ ശ്രീലങ്കയില് തമിഴ് പുലികളും അത് തന്നെയാണ് ചെയ്തത്, പ്രഭാകരന്റെ ഗ്രൂപ്പ്. ബാക്കിയുള്ള ഈഴ വിമോചന ടീമുകളെയൊക്കെ പുലികൾ കൊല്ലുക ചെയ്തത്. കാരണം ഫണ്ട് മൊത്തം ഇവർക്ക് LTTE വരണം എന്നും പറഞ്ഞിട്ട്. അത് തന്നെയാണ് ഇവരും ചെയ്തത്. പക്ഷെ എന്നാലും കുറെ എണ്ണം ഉണ്ട് അവിടെ. പക്ഷെ പൊളിറ്റിക്സിൽ ഇല്ല. പൊളിറ്റിക്സിൽ ഇവര് തന്നെയാണ്, ഹമാസിന്റെ ഇത് തന്നെയാണ് ഉള്ളത്. ഇല്ല, ഇതിനു മുമ്പുള്ളത് ഇപ്പൊ നമ്മള് ആളെ പറ്റിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ആളെ പറ്റിക്കുന്ന ഒരു പരിപാടി അവർ കാണിക്കുന്നുണ്ട്. ഈ ഒക്ടോബർ 7 മുമ്പ് പാലസ്തീൻ ഹമാസ് പാലസ്തീൻ നല്ല സ്വർഗഭൂമിയാകുന്നത്. പിന്നെ അല്ലാതെ ഒരു ഉൾട്ട ഓർണം അടിക്കുക, അത് ഒരു തുറന്ന ജയിലാന്നും കാണിക്കുക. ഇതിനെപ്പറ്റി അല്ലേട്ടാ എന്താണ് അനിലേട്ട ഒരു ഇത്? അല്ലല്ല, തുറന്ന ജയിലെന്ന് ഇവര് നടത്തുന്ന പ്രചരണമാണ് തുറന്ന ജയിലെന്നുള്ളത്. പക്ഷെ ആദ്യകാലത്തൊന്നും ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇവര് മതില് കെട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അവിടെയുള്ള ആൾക്കാർക്ക് ഇവിടെ വന്ന് ജോലി ചെയ്യാമായിരുന്നു. ഇസ്രായേല് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. പക്ഷെ ഇവന്മാരവിടെ വന്ന് ചാവേർ ബോംബുകളായിട്ടൊക്കെ പൊട്ടിത്തെറിക്കാനൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് നിവൃത്തിയില്ലാതെ മതിൽ കെട്ടിയത്. മതിൽ കെട്ടിയപ്പോഴും മൊത്തം കെട്ടുകയല്ല, മെറ്റൽ ഡിറ്റക്ടർ വഴി ഇപ്പുറത്തേക്ക് കടക്കായിരുന്നു. കാരണം ഈ ഒക്ടോബർ 7 മുമ്പ് വരെ പോലും ഏതാണ്ട് ഒരു 20,000-ഓളം ആളുകൾ ഇസ്രായേലിൽ വന്ന് ജോലി ചെയ്ത് മടങ്ങിപ്പോയിരുന്നു. ഈ ഗാസയിലുള്ളവര് രാവിലെ വന്ന് ജോലി ചെയ്തിട്ട് തിരിച്ചു പോയിരുന്നു. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ ഈ തുറന്ന ജയിലിന്റെ കാര്യം പറയുമ്പോൾ അപ്പുറത്ത് ഈജിപ്റ്റ് കെട്ടിയിരിക്കുന്ന മതിൽ കണ്ടിട്ടുണ്ടോ? ഇസ്രായേൽ കെട്ടിയ മതിലിനേക്കാളും വലുപ്പമുണ്ട്, കട്ടിയുണ്ട്. അതിന്റെ മുകളില് കുറെ മുള്ളുകമ്പി അതൊക്കെ വെച്ചിട്ടാണ് ഈജിപ്റ്റ് കെട്ടിയിരിക്കുന്നത്. ഈജിപ്റ്റ് ഈ മതിൽ കെട്ടിയതിനെ പറ്റി എന്തൊന്നും മിണ്ടാത്തെ? അത് പറയില്ല. ഇസ്രായേൽ മതിൽ കെട്ടിയെന്നേ പറയുള്ളൂ, ഈജിപ്റ്റ് കെട്ടിയത് പറയില്ല. ഈജിപ്തിലെ ഇവര് പോയിട്ട് അതിക്രമം നടത്തുന്നില്ല, ഒന്നുമില്ല.
ഇസ്രായേൽ പിന്നെ കിട്ടിയതിന് ന്യായീകരണം പറയാം. അവര് വന്നിട്ട് ചാവർ സ്ഫോടനമൊക്കെ നടത്തുന്ന കാരണം കൊണ്ട് അത് തോന്നിയ പോലെ കയറി വരാൻ പറ്റില്ല. ആ പലയിടങ്ങളിൽ മെറ്റൽ ഡിറ്റക്ടർ, പിന്നെ അവിടെ ഇസ്രായേലി സൈനിക പോസ്റ്റുകൾ അതൊക്കെയാണ്. അപ്പൊ അതുവഴി മാത്രമേ കടക്കാൻ പറ്റുള്ളൂ. അതുപോലും ഇല്ലല്ലോ അപ്പുറത്ത്. അവിടെ ഇവര് പോയിട്ട് അവിടെ ഈജിപ്തില് കൊള്ളയോ ഒന്നും നടത്തുന്നില്ല, അല്ലെങ്കിൽ കൊലപാതകം നടത്തുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഈജിപ്തിന് തുറന്നു കൊടുക്കാലോ അതിർത്തി, അവരെന്ത് തുറന്നു കൊടുക്കാത്ത? അത് പറയില്ല. ഈ തുറന്ന ജയിലെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന എപ്പോഴും ഇസ്രായേൽ അവരെ അടച്ചുപൂട്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. ഈ പാലസ്തീൻ എന്ന് പറയുന്ന ഈ ഗാസ ഇതെല്ലാം വന്ന് ഒരു യുദ്ധം ചെയ്ത് പിടിച്ചു കൊടുത്തത് ഇസ്രായേല്. അവർക്ക് അപ്പൊ അത് വന്ന് ഇസ്രായേൽ കയ്യില് വെച്ചാൽ മതിയായിരുന്നല്ലോ. പിന്നെന്തിനാ അങ്ങോട്ട് പോയി അവരോട് യുദ്ധം ചെയ്യുന്നത്? ഇതെല്ലാം അല്ല പറയാൻ ഇസ്രായേൽ അല്ല ബ്രദറെ, അതായത് ഇസ്രായേല് പലപ്പോഴും ഇസ്രായേൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം, പലപ്പോഴും ഈ സമാധാനത്തിന് വേണ്ടി ഭൂമി വിട്ടുകൊടുക്കുന്ന ഒരു പദ്ധതി അവർക്കുണ്ട്. അവരുടെ പോളിസിയാണ് അത്. ഇപ്പോ 67-ലെ യുദ്ധത്തില് ഇവരുടെ കയ്യിൽ നിന്ന്, ഈജിപ്തിന്റെ കയ്യിൽ നിന്ന് ഗാസ മാത്രമല്ല, സിനായ് മരുഭൂമി മൊത്തം ആ മാപ്പ് കിട്ടും. നിങ്ങള് ഗൂഗിൾ ഇമേജിൽ കയറി നോക്കിയാൽ മതി. ഇസ്രായേലിന്റെ മാപ്പ് ബിഫോർ ആൻഡ് ആഫ്റ്റർ 6 ഡേ വാർ എന്നും പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും. അപ്പൊ അത് മനസ്സിലാവും. ഇപ്പൊ ഉള്ള ഇസ്രായേലിന്റെ 3-4 ഇരട്ടി വലുപ്പമുള്ള ഒരു മാപ്പാണ് വരുന്നത്. അത്രയധികം ഭൂമി അവരുടെ കയ്യിൽ വന്നു. പക്ഷെ അത് അധികം മരുഭൂമിയാണ് കേട്ടോ, സിനായ് മരുഭൂമിയാണ്. എന്നിട്ട് ഈ ഈജിപ്തുമായിട്ട് സമാധാന സന്ധിയിലേക്ക് വരാൻ വേണ്ടിയിട്ട്, അതായത് ഇവരെ പിടിച്ചെടുത്താൽ അവർക്ക് അവിടെ സ്വസ്ഥവും സമാധാനമായി ജീവിക്കണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഈ പിടിച്ചെടുത്ത ഭൂമി വിട്ടുകൊടുത്താണ് അവര് സമാധാനം സ്ഥാപിക്കുന്നത്. ഈജിപ്ത് അങ്ങനെ സമാധാനം സ്ഥാപിച്ച ഇവരായിട്ടൊരു ട്രീറ്റി ഒപ്പുവെച്ചപ്പോ, ഒരു ഉടമ്പടി ഒപ്പുവെച്ചതോടുകൂടി മറ്റേന്ന് മുസ്ലിങ്ങളുടെ രാജ്യം ഉണ്ടല്ലോ, അറബ് കൗൺസിൽ, അതിൽ നിന്ന് ഈജിപ്തിനെ പുറത്താക്കി. ഈജിപ്തിനെ പിന്നെ വഞ്ചകന്മാരെന്നൊക്കെയാണ് വിളിച്ചുകൊണ്ടിരുന്നത് കുറെ നാളത്തേക്ക് ഇവര്, അങ്ങനെ വിളിച്ചത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ജോർദാൻ ഇവരുമായിട്ട് ട്രീറ്റ് ആയി. പിന്നെ ഇപ്പൊ അറിയാലോ, സൗദി അടക്കം ഇവരുമായിട്ട് നല്ല ബന്ധത്തിലേക്ക് വന്നു. അപ്പൊ അവരങ്ങനെ അതേപോലെ ആ ഭൂമി വിട്ടുകൊടുത്ത് പ്രശ്നമാക്കുക. അതായത് ഇവർക്കുള്ളൊരു ചിന്ത, ഇസ്രായേലിന് ഈ ഒക്ടോബർ 7-ന് മുമ്പ് വരെ ഉണ്ടായിരുന്ന ചിന്ത കോ എക്സിസ്റ്റൻസ് എന്നുള്ളതായിരുന്നു, സമാധാനത്തോടു കൂടിയുള്ള ഒരു സഹവർത്തിത്വം എന്നുള്ളതായിരുന്നു. എനിക്ക് തോന്നുന്നത് അതിന് അവരങ്ങനെ പ്രേരിപ്പിച്ചതിന്റെ ഒരു കാരണം ഈ ക്രിസ്ത്യൻ രാജ്യങ്ങൾ ആയിട്ടുള്ള അവരുടെ ഇതായിരിക്കും. ഇപ്പൊ ഒരു കാലത്ത് യൂറോപ്പില് ഇവര് പീഡിപ്പിക്കപ്പെട്ടതാണ് യഹൂദന്മാര്. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നുമല്ല. ഇപ്പൊ ക്രിസ്ത്യാനികളുമായിട്ട് അല്ലെങ്കിൽ ക്രിസ്ത്യൻ രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധമാണ്. അപ്പൊ അതേപോലെ തന്നെ മുസ്ലിങ്ങൾ ഇപ്പൊ എതിരാണെങ്കിലും ഒരു കാലത്ത് മുസ്ലിങ്ങളുമായിട്ട് നല്ല ബന്ധത്തിലേക്ക് വരും എന്നുള്ള ഒരു ചിന്ത അവർക്ക് ഉണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ടായിരിക്കണം ഈ സമാധാനപരമായ സഹവർത്തിത്വം എന്നുള്ള ആ പോളിസിയുമായിട്ട് ഇവർ നടന്നത്. പക്ഷെ ഒക്ടോബർ 7 ഇവർക്ക് മനസ്സിലായി അതൊരിക്കലും നടക്കില്ല എന്നുള്ളത്. അവിടെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്ത്യാനിയുടെ പുസ്തകത്തിനകത്ത് യഹൂദ വിരോധം എഴുതി വെച്ചിട്ടില്ല. യഹൂദന്മാരോട് വിരോധം കാണിച്ചിട്ടുള്ളത് പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലല്ല, അന്നത്തെ നേതാക്കന്മാർ, അത് മതത്തിന്റെ നേതാക്കന്മാരായാലും രാഷ്ട്രത്തിന്റെ നേതാക്കന്മാരായാലും അവര് കാണിച്ചതാണത്. എന്നാൽ ഇസ്ലാമിന്റെ വിരോധം എന്ന് പറയുന്നത് അങ്ങനെയല്ല, അത് പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് അവരുമായിട്ട് ഒരിക്കലും ഒരു സമാധാനപരമായ സഹവർത്തിത്വം സാധ്യമാവുകയില്ല എന്നുള്ളവർ മനസ്സിലാക്കിയില്ല. പക്ഷെ ഇപ്പൊ മനസ്സിലാക്കി. ഒക്ടോബർ 7, 2023 ഒക്ടോബർ 7-ന് ശേഷം അവർ കൃത്യമായിട്ട് മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇസ്രായേലിന്റെ അകത്ത് ഞാൻ ഇവരുടെയൊക്കെ പല മറ്റേ ടെലഗ്രാം ഗ്രൂപ്പുകളും അതുപോലെ എക്സിലും ഒക്കെ ഇങ്ങനെ ഫോളോ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് മനസ്സിലായതാണ് ഇവരുമായിട്ടുള്ള അങ്ങനത്തെ ഒരു സംഗതി ഇല്ല. പലസ്തീനികളുമായിട്ടുള്ള ഒരു കോ എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന സംഗതി ഇനി ഇസ്രായേൽ എടുക്കുകയില്ല. അത് മാറ്റി, ആ പോളിസി അവർ മാറ്റി എന്നാണ് മനസ്സിലാകുന്നത്. അപ്പൊ മുമ്പ് ഈ പോളിസി ഉണ്ടായിരുന്നതുകൊണ്ടാണ് പിടിച്ചെടുത്ത ഭൂമി ഇപ്പൊ അതുപോലെ തന്നെയാണ് വെസ്റ്റ് ബാങ്കിന്റെ അത് മുഴുവനും 67-ലെ യുദ്ധത്തിൽ 6 ദിവസത്തെ യുദ്ധത്തിൽ ഇവരുടെ കയ്യിൽ വന്നു. സിറിയയുടെ കയ്യിൽ നിന്ന് ഗോലാൻ കുന്നുകൾ അത് പിടിച്ചെടുത്തു. വെസ്റ്റ് ബാങ്ക്, ജോർദാന്റെ കയ്യിൽ നിന്ന് വെസ്റ്റ് ബാങ്ക്, ഈജിപ്തിൽ നിന്ന് ഗാസ മാത്രമല്ല വിശാലമായിട്ടുള്ള ഭൂമി. ഇതെല്ലാം ഓരോരോ കാലഘട്ടങ്ങളിലായിട്ട് ഇസ്രായേൽ അത് തിരിച്ചു കൊടുത്തിട്ടുമുണ്ട്. അതായത് മുസ്ലിങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന പോലെ, അന്തംകമ്മികൾ പറയുന്ന പോലെ ഗ്രേറ്റർ ഇസ്രായേലാണ് അവരുടെ ലക്ഷ്യം. ഇസ്രായേലിന്റെ ഭൂമി വിസ്തൃതമാക്കിയിട്ട് സൗദി വരെയുള്ള ഭൂമി പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം എന്നൊക്കെ പറയുന്നത് വെറുതെയാണെന്ന് ഇസ്രായേലിന്റെ പ്രവൃത്തിയിലൂടെ ഇസ്രായേൽ തെളിയിക്കുന്നുണ്ട്. ഇവര് പറഞ്ഞ പോലെ ഗ്രേറ്റർ ഇസ്രായേലാണ് ഇവരുടെ ലക്ഷ്യമെങ്കിൽ ഈ പിടിച്ചെടുത്ത ഭൂമി ഒന്നും അവർ വിട്ടുകൊടുക്കില്ല. ഇപ്പോഴത് കൈവശം വെച്ചേനെ. ആ മരുഭൂമി, സിനായ് മരുഭൂമിയൊക്കെ അവരിപ്പോ മലർവാടിയാക്കി മാറ്റി അവിടെ സെറ്റപ്പ് ആക്കിയാനായിരുന്നു. പക്ഷെ അങ്ങനത്തെ ഒരു ലക്ഷ്യം ഇവർക്കില്ല. അവർ പറയുന്നത് അത് അങ്ങനെ ബൈബിളിൽ അതുണ്ട്. അതായത് അബ്രഹാമിന് വാഗ്ദാനം ചെയ്ത ഭൂമിയുടെ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ വാഗ്ദാനം ചെയ്യുന്ന സമയത്ത് യൂഫ്രട്ടീസ് മുതലുള്ള വലിയ വിശാലമായ ഭൂമി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പക്ഷെ അവര് തന്നെ പറയുന്നുണ്ട്
അത് മഷിഹ വരുമ്പോ മഷിഹ ചെയ്തോളും, ഞങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല എന്ന്. മഷിഹയുടെ ഭരണകാലത്തായിരിക്കും ഗ്രേറ്റർ ഇസ്രായേൽ യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. അന്ന് അത് മഷിഹ വരുമ്പോ മഷിഹ ചെയ്യും, ഞങ്ങൾ അത് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു പദ്ധതി ഇല്ല എന്ന് തന്നെ ഇവര് പലവട്ടം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അത് വെറുതെ പറയുക മാത്രമല്ല, പ്രവൃത്തിയിലൂടെ തെളിയിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഉം, സിറിയയിൽ നിന്ന് പിടിച്ചെടുത്ത ഭൂമി അവർ വിട്ടുകൊടുത്തിട്ടുണ്ട്. മറ്റേ ജോർദാനിൽ നിന്ന് പിടിച്ചെടുത്ത ഭൂമി വിട്ടുകൊടുത്തിട്ടുണ്ട്. ഈജിപ്തിൽ നിന്ന് പിടിച്ചതും വിട്ടുകൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? ഇവന്മാര് ചുമ്മാ പറയുന്നതാണ്, അവർക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നതാണ് ഗ്രേറ്റർ ഇസ്രായേൽ എന്നുള്ളത്. അവരുടെ മനസ്സിൽ നിലവിൽ അങ്ങനത്തെ ഒരു ഇതില്ല. പിന്നെ ചില ഈ വ്യക്തികൾക്ക് കാണുമായിരിക്കും, വ്യക്തികളുടെ ഉള്ളിൽ അത് കാണും. അതുകൊണ്ട് കാര്യമൊന്നുമില്ല. ഇപ്പൊ ഇന്ത്യയിൽ ജീവിക്കുന്ന നമുക്ക് ഇപ്പൊ പാകിസ്ഥാൻ ഇല്ലാതാകണമെന്നും, അല്ലെങ്കിൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ ചേർന്ന് അഖണ്ഡ ഭാരതം ഉണ്ടാവണമെന്നൊക്കെ ചിന്തയുള്ള കുറെ ആൾക്കാരൊക്കെ കാണുമായിരിക്കും. പക്ഷെ നമ്മുടെ ഭരണകൂടത്തിന് അങ്ങനെ ഒരു പദ്ധതി ഇല്ലാത്തോടത്തോളം കാലം, ആ ഒരു പോളിസി ഇല്ലാത്തോടത്തോളം കാലം ഇവിടെ ഉള്ളവൻ എന്ത് ചിന്തിക്കുന്നതിൽ കാര്യമൊന്നുമില്ല. അപ്പൊ യഹൂദൻ അങ്ങനെ ചിന്തിക്കുന്ന സാധാ യഹൂദന്മാർ കാണും. അവൻ ചിലപ്പോൾ ഫേസ്ബുക്കിൽ എഴുതിയിട്ടെന്നിരിക്കാൻ പലതും ഉണ്ടാകാം. അതിന് കഥയില്ല. അവിടുത്തെ സർക്കാരിന് ആ നിലപാടില്ല. അവരത് പലവട്ടം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. വ്യക്തമാക്കുക മാത്രമല്ല, പ്രവൃത്തിയിലൂടെ തെളിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ബ്രദറെ നമുക്ക് നിർത്താം കേട്ടോ, 1:30 മണിയോളമായി അല്ലേ? ഓക്കെ ഓക്കെ ശരി എന്നാ. ഓക്കെ ഓക്കെ. ഇത് വൈകിയ വേളയിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയ സഹോദരന്മാരെ ഞങ്ങൾ നന്ദി പറയുന്നു. യൂട്യൂബിലും കേട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരോട് നന്ദി പറയുന്നു. നാളെയുടെ നീളയിൽ കേൾക്കുവാനിരിക്കുന്നവർക്കും പ്രയോജനകരമാകുന്ന വളരെ അനുഗ്രഹീതമായൊരു ചർച്ചയായിരുന്നു. സ്പീക്കർ പാനലിൽ സംസാരിച്ച പ്രിയപ്പെട്ടവരൊക്കെ വളരെ അവരുടെ കോൺട്രിബ്യൂഷനും പങ്കിടുവാനിടയായി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇതിന്റെ തുടർ ചർച്ചകൾ വരും ദിവസങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നതായിരിക്കും. ഇനി കുറഞ്ഞത് ഒരു 4-5 റൂമുകൾ കൂടി ഇതിനകത്ത് ചെയ്തെങ്കിൽ മാത്രമേ ഇത് തീരുകയുള്ളൂ. അനുബ്രദർ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കേൾക്കാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ റൂം എൻഡ് ചെയ്യുന്നു. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.